Now we can discuss the elective paper of 6th semester BA Economics, Economics of Business and Finance. Then this paper consists of 4 modules. First module, introduction. Second one, investment. Third, organizing financial asset. Then fourth, introduction to demand estimation. Now we can discuss the first module, introductory part. Then first comes nature of business economics. It is widely accepted that business decision making process has become increasingly complicated due to ever-growing complexities in the business world. This growing complexity of business decision making has inevitably increased the application of economic concepts, theories, and tools of economic analysis in this area. The reason is that making an appropriate business decision requires a clear understanding of market conditions, the nature and degree of competition, market fundamentals, and the business environment. അതായത് ഓരോ ദിവസം കഴിയുന്തോറും ഈ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ബിസിനസ്സിൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻക്രീസിംഗ്ലി കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് കൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു ഗ്രോയിങ് കോംപ്ലക്സിറ്റി ഡിസിഷൻ മേക്കിങ്ങിൽ ഗ്രോയിങ് കോംപ്ലക്സിറ്റി ഉണ്ട്. ഇതിന് അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, എക്കണോമിക് കൺസെപ്റ്റ്സ്, എക്കണോമിക് തിയറീസ്, എക്കണോമിക്സ് ടൂൾസ്, എക്കണോമിക് അനാലിസിസ് ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ദെൻ ഈ അപ്രോപ്രിയേറ്റ് ഡിസിഷൻ മേക്കിങ്സ് എന്ന് പറയുന്നത് അതെന്ത് ചെയ്യുന്നു, ക്ലിയർ മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മൾ മാർക്കറ്റിലെ കണ്ടീഷൻസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ, കോമ്പറ്റീഷൻ്റെ നേച്ചർ, ഡിഗ്രി, മാർക്കറ്റ് ഫണ്ടമെൻ്റൽസ്, ബിസിനസ് എൻവയോൺമെൻറ്റ് ഇതെല്ലാം മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എക്കണോമിക് തിയറീസിൻ്റെ അപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇവിടെ നോക്കുക, നമുക്ക് ബിസിനസ്സിൽ ഇതെല്ലാം ചെയ്യേണ്ടത് ആരാണ്? ഈ ഡിസിഷൻസ് എല്ലാം ടേക്ക് ചെയ്യേണ്ടത് മാനേജേഴ്സാണ്. മാനേജേഴ്സ് എവരിവർ ഹാവ് ടു ടേക്ക് ഡിസിഷൻസ്. ദേ ഫേസ് സിറ്റുവേഷൻസ് ഡെയിലി വിച്ച് റിക്വയർ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി. അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉള്ള ആളുകളായിരിക്കും. ദ നേച്ചർ ഓഫ് ദീസ് പ്രോബ്ലംസ് ഈസ് മെയിൻലി എക്കണോമിക്, ദാറ്റ് ഈസ് മേക്കിംഗ് ദ ബെസ്റ്റ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്. അതായത് തന്നെ മാനേജേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുന്നത് മെയിൻലി എക്കണോമിക് ആണ്. എക്കണോമിക് എന്ന് പറയാൻ കാരണം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് അതിൽ നിന്ന് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ മാനേജേഴ്സിൻ്റെയും എയിം. There may be several alternative courses of action available for the manager. So അതായത് മാനേജർക്ക് ഒരുപാട് അവൈലബിൾ കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നും അദ്ദേഹം മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് കണ്ടെത്തേണ്ടത്. He may have to decide in favor of one of them to achieve the desired or set objective of the firm. The manager's decision must lead to the most efficient use of available funds or resources in the form of capital, land and labor. അതായത് ക്യാപിറ്റൽ, ലാൻഡ്, ലേബർ എന്നുള്ള ഫോമിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്ന ഈ റിസോഴ്സസിനെ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഫോമിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഓരോ മാനേജറുടെയും ഡിസിഷൻ എന്ന് പറയുന്നത്. Managers have to take decisions on the expansion of existing plans or setting of new ones. അതുപോലെ തന്നെ മാനേജേഴ്സിൻ്റെ ഡിസിഷൻസ് എന്ന് പറയുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഇനി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഫേം എക്സ്പാൻഡ് ചെയ്യണോ അതല്ലെങ്കിൽ പുതിയ ഫേംസ് ഓപ്പൺ ചെയ്യണോ, അതായത് ന്യൂ വേർഡ്സ് ഓപ്പൺ ചെയ്യണോ എന്നുള്ളതെല്ലാം എന്താണ് മാനേജേഴ്സിൻ്റെ ഡിസിഷൻസ് ആണ്. ഫോർവേഡ് പ്ലാനിങ് ഓർ പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ ബിക്കംസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ദ മാനേജർ ഡിസിഷൻ. അതുകൊണ്ട് തന്നെ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതിവൽക്കരണം, അത് ഫ്യൂച്ചർ പ്ലാനിങ് എന്ന് പറയുന്നതും മാനേജേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു അവിഭാജ്യ ഘടകമാണ്. Thus, decision making and forward planning are the two vital functions of the manager. The economic laws and tools of economic analysis are now applied a great deal in the process of business and decision making. അതുകൊണ്ട് തന്നെ എക്കണോമിക് ലോസും എക്കണോമിക് അനാലിസിസിൻ്റെ ടൂൾസും ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ വൈഡായിട്ട് അപ്ലൈ ചെയ്യുന്നു.
This has led to the emergence of a separate branch of study called business or managerial economics. അതെന്ത് ചെയ്തു? പുതിയൊരു ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സിൻ്റെ ഫോർമുലേഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. അതായത് എക്കണോമിക് ലോസും ടൂൾസും എങ്ങനെ ബിസിനസ്സിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് ഇതെങ്ങനെ എത്തിക്കുന്നു, ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ന്യൂ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ്. അതാണ് എന്ത്? ബിസിനസ് എക്കണോമിക്സ് അല്ലെങ്കിൽ മാനേജേരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. This business economics can be broadly defined as a study of economic theories, logic and tools of economic analysis that are used in the process of business decision making. അപ്പോൾ ബിസിനസ് എക്കണോമിക്സ് അല്ലെങ്കിൽ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നതാണ് ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ എക്കണോമിക് തിയറീസ്, എക്കണോമിക്സ് ലോജിക്കുകൾ, എക്കണോമിക് അനാലിസിസിലെ ടൂൾസ് ഇതെല്ലാം യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉൾപ്പെടുന്നതാണ് ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. Then it is a discipline which deals with the application of economic theory to business management. ബിസിനസ് മാനേജ്മെൻറ്റിൽ എക്കണോമിക് തിയറി അപ്ലൈ ചെയ്യുന്ന ഒരു പുതിയ ഡിസിപ്ലിനാണ് ഈ ബിസിനസ് എക്കണോമിക്സ് അല്ലെങ്കിൽ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ലൈ ഓൺ ദ ബ്രോഡർ ലൈൻ ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് മാനേജ്മെൻറ്റ് ആൻഡ് സെർവ്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ടു ഡിസിപ്ലിൻസ്. ഈ രണ്ട് ഡിസിപ്ലിൻ്റെ അല്ലേ, അതായത് ബിസിനസ്സിനും മാനേജ്മെൻറ്റും ഇത് രണ്ടിനും ഇടയ്ക്കുള്ളൊരു സെപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ബോർഡർ ലൈനാണ് ബിസിനസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് മാനേജേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ്. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഇക്കണോമിക്സ് ദാറ്റ് ക്യാൻ ബി കൺവീനിയൻ്റ്ലി യൂസ്ഡ് ടു അനലൈസ് business problems to arrive at rational business decisions. The problems, of course, relate to choices and application of resources which are basically economic in nature and are faced by managers all the time. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ ബിസിനസ് എക്കണോമിക്സിലെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ചോയ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അതായത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ സ്കേഴ്സ് റിസോഴ്സസ് ആണ് ഉള്ളതെന്ന് ഓൾറെഡി നമുക്കറിയാം അല്ലേ. ഈ അവൈലബിൾ ആയിട്ടുള്ള സ്കേഴ്സ് റിസോഴ്സസിന് ചോയ്സും ആപ്ലിക്കേഷനുമാണ് ഈ ഒരു മാനേജറിയൽ ഡിസിഷനിലേക്ക് വരുന്നത്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ അനാലിസിസ് ഓഫ് ആൻഡ് ഫൈൻഡിങ് ഒപ്റ്റിമം സൊല്യൂഷൻ ടു ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലംസ് ഓഫ് ബിസിനസ് ഓഫ് ഫേംസ്. ഇറ്റ് ഈസ് എസെൻഷ്യലി മൈക്രോ ഇക്കണോമിക് ഇൻ നേച്ചർ. നെക്സ്റ്റ് കംസ് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ ബിസിനസ് എക്കണോമിക്സ്. ബിസിനസ് എക്കണോമിക്സിൽ വരുന്ന ബേസിക് കൺസെപ്റ്റുകൾ നോക്കാം. ഫസ്റ്റ് വൺ റിസോഴ്സ് അലോക്കേഷൻ, ദെൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, മാർജിനൽ അനാലിസിസ്, ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, ടൈം ഡയമെൻഷൻ, എക്കണോമിക് എഫിഷ്യൻസി ആൻഡ് ഇക്വിറ്റി, റിസ്ക് ആൻഡ് അൺസർട്ടൈനിറ്റി, എക്സ്റ്റേണാലിറ്റീസ്, ഡിസ്കൗണ്ടിങ്, പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇങ്ങനെ 10 കൺസെപ്റ്റ്സ് ആണ് ബിസിനസ് എക്കണോമിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തത്. അതിലൊന്നാമത്തെ നമുക്ക് റിസോഴ്സ് അലോക്കേഷൻ. റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എക്കണോമിക്സിൽ തന്നെ പഠിച്ചു കഴിഞ്ഞതാണ്. നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്കേഴ്സ് റിസോഴ്സസിനെ എങ്ങനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ. അപ്പോൾ ഇവിടെ ഫേമിൻ്റെ അല്ലെങ്കിൽ മാനേജറുടെ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് വിത്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അല്ലേ. അപ്പോൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം, വർക്കേഴ്സിന് ലേബേഴ്സിനെ എംപ്ലോയ് ചെയ്യണം, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് റിസോഴ്സ് അലോക്കേഷൻ ഡിസിഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവിടെ അവരെന്ത് ചെയ്യണം, അതിനെക്കുറിച്ചെല്ലാം ഈ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് എങ്ങനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഉള്ള മെയിൻ ഡിസിഷൻസ് എന്ന് പറയുന്നത് വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു പ്രൊഡ്യൂസ് വിത്ത് ദ അവൈലബിൾ റിസോഴ്സസ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് ഏത് തരത്തിലുള്ള ഗുഡ്സും സർവീസസും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ദെൻ രണ്ടാമത് വരുന്നത് ഹൗ ടു കമ്പൈൻ ദ അവൈലബിൾ റിസോഴ്സസ് ടു പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, നമുക്ക് വേണ്ട ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യാൻ എങ്ങനെ നമ്മൾ കമ്പൈൻ, അതായത് കോമ്പിനേഷൻസ്, ഇൻപുട്ടിൻ്റെ കോമ്പിനേഷൻസ്, അതായത് നമ്മൾ ലേബർ സേവിങ് ആണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ സേവിങ് ആണോ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിൻ്റെ കോമ്പിനേഷൻസ് എങ്ങനെ വേണം എന്നുള്ളത്. പിന്നെ വരുന്നത് ആരായിരിക്കണം, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യില്ലെങ്കിൽ ആരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. പിന്നെ രണ്ടാമത് വരുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സ്കേഴ്സ് റിസോഴ്സസ് ആണ്. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഷോർട്ടേജസ് ഓഫ് ക്യാപിറ്റൽ, ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് ടൈം, ഇതൊക്കെ എന്താണ് സ്കേഴ്സ് ആണ് അല്ലേ.
അതായത് ക്യാപിറ്റൽ സ്കേഴ്സ് ആണ്, ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ് സ്കേഴ്സ് ആണ്, ടൈം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കേഴ്സിറ്റി ഡിസിഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് അവിടെ ഒരു പ്രോബ്ലം വരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് കോസ്റ്റ് ആർ ഇവിടെയുള്ള കോസ്റ്റ് അല്ലേ, അതായത് ഡിസിഷൻ എക്സിസ്റ്റൻസ് ഓഫ് സ്കേഴ്സിറ്റി മീൻസ് വെൻ എവർ എ ഡിസിഷൻ ഓർ ചോയ്സ് ഈസ് മെയ്ഡ് എ കോസ്റ്റ് ഈസ് ഇൻകേർഡ് അല്ലേ. അപ്പോൾ ഈ കോസ്റ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഒരെണ്ണം എഡീഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ മറ്റൊരെണ്ണത്തിൽ എത്ര നമ്മൾ ഗിവ് അപ്പ് ചെയ്യുന്നു അല്ലേ ഒരു ചോയ്സിൽ. അതായത് എനി ആക്ടിവിറ്റി ഈസ് വാട്ട് വി ഗിവ് അപ്പ് വെൻ വി മേക്ക് എ ചോയ്സ്. നമ്മളൊരു ചോയ്സ് ഉണ്ടാക്കാൻ വേണ്ടി മറ്റതിൽ നമ്മൾ എത്ര ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കേഴ്സ് റിസോഴ്സസ് ആയതുകൊണ്ട് തന്നെ ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് ഇക്കണോമിക്സിലെ വലിയൊരു ക്വസ്റ്റ്യനാണ്, ഒരു പ്രോബ്ലമാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് മാർജിനൽ അനാലിസിസ്. മാർജിനൽ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. മാർജിനൽ എന്ന് പറയുന്നത് അഡീഷൻ മെയ്ഡ് ടു ടോട്ടലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളതിനെ മാർജിനൽ പ്രോഡക്റ്റ്, മാർജിനൽ റവന്യൂ, മാർജിനൽ പ്രോഫിറ്റ് ഇങ്ങനെയുള്ള ഈ മാർജിനൽ കൺസെപ്റ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം. കാരണം എഡീഷൻ ഒരു യൂണിറ്റിൻ്റെ ഇൻക്രിമെൻറ്റിൽ മാർജിനൽ എത്ര വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം. അതല്ല എന്നുണ്ടെങ്കിൽ അവരെ പ്രോഫിറ്റ് മാക്സിമൈസേഷനെ ബാധിക്കും. അതായത് ഒരു അഡീഷണൽ മാൻ ഹവർ അല്ലെങ്കിൽ ഒരു മെഷീൻ ഹവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ ഔട്ട്പുട്ടിൽ എത്ര വരുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ ബേസിലാണ് അവരെന്ത് ചെയ്യുന്നത് അഡീഷണൽ യൂണിറ്റുകൾ യൂസ് ചെയ്യുന്നത്. അതല്ല ഒരു മാർജിനൽ അത് ഒരു യൂണിറ്റ് ലേബറിനെ അല്ലെങ്കിൽ ഒരു മെഷീൻ ഹവർ ഒരു യൂണിറ്റ് ഒരു അവർ കൂട്ടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വലിയ വരുന്ന ചേഞ്ച് അത് നമ്മൾ അനലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് അവരുടെ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കും. നെക്സ്റ്റ് വരുന്നത് ബിസിനസ് ഒബ്ജക്റ്റീവാണ്. ബിസിനസ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മാനേജറിയൽ ഡിസിഷനിലെ മെയിൻ നമുക്കറിയാം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. പ്ലസ് അവിടെ എന്ത് വരുന്നുണ്ട് കോസ്റ്റ് മിനിമൈസേഷൻ. അപ്പോൾ ഇന്ന് മാക്സിമം സെയിൽസ് റവന്യൂ അതായത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നതോടൊപ്പം തന്നെ മാനേജേഴ്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ് സെയിൽസ് മാക്സിമൈസേഷനും കൂടെയാണ്. അതായത് ഈ സെയിൽസ് മാക്സിമൈസേഷൻ നമ്മൾ ബോമോഴ്സിൻ്റെ സെയിൽസ് മാക്സിമൈസേഷൻ തിയറി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പറയുന്നത് ഈ സെയിൽസിൻ്റെ മാനേജേഴ്സാണ് ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ് ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫേംസിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാനേജേഴ്സിൻ്റെ റിവാർഡുകൾ അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റി സ്റ്റാറ്റസ് ഇതെല്ലാം എന്തിൻ്റെ ബേസിലാണ് സെയിൽസിൻ്റെ ബേസിലാണ്. അപ്പോൾ സെയിൽസ് മാക്സിമൈസേഷനാണ് മാനേജേഴ്സിൻ്റെ എയിം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ടൈം ഡയമെൻഷനാണ്. അതായത് ബിസിനസ്സിൽ എപ്പോഴും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നമ്മൾ ടൈമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ടൈം ഉണ്ട്. ഷോർട്ട് റൺ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യാനുള്ള സമയമില്ല. അവിടെ എന്ത് ചെയ്യുന്നു അറ്റ്ലീസ്റ്റ് വൺ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യൂ. അപ്പോൾ എല്ലാ ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് ലോങ് റൺ ആണ്. അപ്പോൾ ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും ഫേമിൻ്റെ ഡിസിഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലായിരിക്കും. പിന്നെ ഇക്കണോമിക് എഫിഷ്യൻസി ആൻഡ് ഇക്വിറ്റി. അതായത് ഫേമിൻ്റെ എല്ലായ്പ്പോഴും എയിം എന്ന് പറയുന്നത് എഫിഷ്യൻറ്റ് യൂസ് ഓഫ് ദി അല്ലെങ്കിൽ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ദി അവൈലബിൾ റിസോഴ്സസ് ആണ്. ദെൻ ഒരു ഓൾട്ടർനേറ്റീവ് എഫിഷ്യൻസി മെഷർ ചെയ്യാനുള്ള ഒരു ഓൾട്ടർനേറ്റീവ് വേ എന്ന് പറയുന്നത് ഫേംസിൻ്റെ പ്രൊഡക്ടിവിറ്റി തന്നെയാണ് അല്ലേ. പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ഫേം ഈസ് ദി എഫിഷ്യൻസി വിത്ത് വിച്ച് റിസോഴ്സസ് ആർ ടു യൂസ് ടു പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്. ഇക്വിറ്റി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് വരുന്നത് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി അല്ലേ. റിസ്ക് occurs in an economic decision making where there is an element of choice, chance of injury or loss. ഒരു ഇൻജുറി അല്ലെങ്കിൽ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ആണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസ്ക് നമുക്ക് എന്ത് ചെയ്യാം ഇൻഷുർ ചെയ്യാം. ദെൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ഇൻഷുർ ചെയ്തിട്ട് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ത്രൂ എ നോൺ കോസ്റ്റ് ടു ദി ഫേം. ദെൻ നമുക്കിങ്ങനെ അറിയാത്ത അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തതുണ്ട്, അതാണ് അൺസർട്ടനിറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഉണ്ട്. ഈ റിസ്കുകൾ അതായത് നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള അൺസർട്ടനിറ്റി എന്ന് പറയുന്നതും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഫേംസ് ബിസിനസ് എക്കണോമിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഡിസിഷൻസ് ആർ ടു ബി ടേക്കൺ അണ്ടർ ദ കണ്ടീഷൻസ് ഓഫ് അൺസർട്ടനിറ്റി. അണ്ടർ അൺസർട്ടനിറ്റി ദ കോൺസിക്വൻസസ് ഓഫ് എൻ ആക്ഷൻ ആർ നോൺ ആസ് നോൺ ഇമ്മീഡിയറ്റ്ലി ഫോർ സർട്ടൻ. അതുകൊണ്ടാണ് നമ്മൾ ഫോർവേഡ് പ്ലാനിങ് വേണമെന്ന് പറയുന്നത്. ഇങ്ങനെ അൺസർട്ടൻ സിറ്റുവേഷൻസ് ഉണ്ടാവുമെന്ന് നമ്മൾ
അൺസർട്ടനിറ്റി എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അൺസർട്ടൻ സിറ്റുവേഷൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണമെന്ന് പറയുന്നു. പിന്നെ വരുന്നത് എക്സ്റ്റേണാലിറ്റീസ് ആണ്. എക്സ്റ്റേണാലിറ്റീസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാകും. ബെനിഫിറ്റ്സ് ആണ്. അത് ഒന്നുകിൽ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആവാം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡിസ്കൗണ്ടിങ് ആണ്. ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത് concerned with the fact that cost and benefits arising in future years are worth less to us than cost and benefits arising today. അതായത് കോസ്റ്റും ബെനിഫിറ്റ്സും എല്ലാം ഇന്നത്തെ ഇതിനേക്കാളും കുറവായിരിക്കും കോസ്റ്റും ബെനിഫിറ്റ്സും ഇന്ന് കമ്മിങ് ഇയേഴ്സിൽ, അല്ലേ? അതായത് അറൈസിങ് ഇൻ ഫ്യൂച്ചർ ഇയേഴ്സ് ആർ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് അറൈസിങ് ഇൻ ഫ്യൂച്ചർ ഇയേഴ്സ് ആർ വർത്ത് ലെസ് ടു അസ് ദാൻ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് അറൈസിങ് ടുഡേ. ഇന്നത്തെ കോസ്റ്റും ബെനിഫിറ്റ്സിനേക്കാളും നമുക്ക് എന്തായിരിക്കും, കുറവായിട്ടായിരിക്കും എന്ത് വരുന്നത് ഫ്യൂച്ചറിൽ നിന്ന്. അതായത് ഇന്ന് നമ്മളൊരു രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു രൂപേൻ്റെ അത്ര വില നമുക്ക് ഫ്യൂച്ചറിൽ തോന്നുന്നില്ല, അല്ലേ? അപ്പോൾ വർത്ത്നെസ് കുറവാണ് ഫ്യൂച്ചറിൽ വരുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊരു ടൈം പ്രിഫറൻസ് ഓഫ് മണി എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ടിങ് ഡിസിഷൻസ് ഇതിൽ വരുന്നു, ബിസിനസ് എക്കണോമിക്സിൽ വരുന്നു. ഇനി ലാസ്റ്റ് വരുന്നത് പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ്. പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നതാണ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടിയാണ്. ടു വിച്ച് പ്രോപ്പർട്ടി ക്യാൻ ബി പുട്ട് ദ റൈറ്റ് ഓഫ് അതേഴ്സ് ഓവർ ദ പ്രോപ്പർട്ടി ആൻഡ് ഹൗ പ്രോപ്പർട്ടി ക്യാൻ ബി ട്രാൻസ്ഫോംഡ്. ദി പ്രോപ്പർട്ടി റൈറ്റ്സ് നമുക്ക് ഹൂ ഓൺസ് ദ പ്രോപ്പർട്ടി, ടു വാട്ട് യൂസസ് ഇറ്റ് ക്യാൻ ബി പുട്ട്, ദ റൈറ്റ്സ് പീപ്പിൾ ഹാവ് ഓവർ ഇറ്റ് ആൻഡ് ഹൗ ഇറ്റ് മേ ബി ട്രാൻസ്ഫേർഡ് എന്നെല്ലാം നമുക്ക് എന്ത് പെടുത്താം, ഈ പ്രോപ്പർട്ടി റൈറ്റ്സിൽ പെടുത്താം. ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ലാൻഡ്സ്, ബിൽഡിങ്, സ്റ്റോക്ക്, ബോൺസ്, പ്ലാൻസ് എല്ലാം ഇൻടാഞ്ചിബിൾ ആയിട്ടായിരിക്കും. അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. ഇത്രയാണ് ബേസിക് കൺസെപ്റ്റ്സിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫിനാൻഷ്യൽ എക്കണോമിക്സ് ആൻഡ് മാനേജറിയൽ എക്കണോമിക്സ് നോക്കാം. Managerial economics is the application of economic laws and tools of economics to the business decision making. അതായത് ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ എക്കണോമിക് ലോസും ടൂൾസും ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ എക്കണോമിക്സ് ഈസ് എ ജനറൽ ടേം ആപ്ലിക്കബിൾ ടു വാസ്റ്റ് കളക്ഷൻ ഓഫ് ടോപ്പിക്സ് റിലേറ്റഡ് ടു ഫിനാൻസ് ആൻഡ് എക്കണോമിക്സ്. ഫിനാൻസ് എക്കണോമിക്സ് എന്നുള്ള വാസ്റ്റ് ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ജനറൽ ടേമാണ് ഫിനാൻഷ്യൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. Financial economics is a branch of economics studying the interrelationship of financial variables as opposed to those concerning the real economy. Financial economics concentrates on the influences of real economic variables on the financial one. It studies the valuation to determine the fair value of an asset, financial markets, instruments, etc. Then finance is a lubricating mechanism to the economic activity. Finance under the head of capital is becoming a factor of production. Finance under the head of money is becoming a measure of value, medium of exchange and store of value. Next module, module 2, investment. First comes meaning and nature of investment. Investment is the employment of funds on assets with the aim of achieving additional income or growth in value. അത് നമുക്ക് അഡീഷണൽ ഇൻകം ഏൺ ചെയ്യാം, അല്ലെങ്കിൽ വാല്യൂ കൂടുക എന്നതിന് വേണ്ടിയിട്ട്, എന്നതിന് കൊണ്ടുണ്ടാവുന്ന, അല്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ടുകൾ അല്ലെങ്കിൽ അസറ്റുകളൊക്കെ ചിലവാക്കുക. അതാണ് സിമ്പിളായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം അവിടെ എന്താണ്, നമ്മുടെ എയിം എന്ന് പറയുന്നതാണ് അഡീഷണൽ ഇൻകം ഏൺ ചെയ്യണം. നമ്മളെ ഓരോ ഫണ്ട് എംപ്ലോയ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് അഡീഷണൽ ഇൻകം അല്ലെങ്കിൽ അതിന് ഓൾറെഡി ഉള്ള വാല്യൂ ഇൻക്രീസ് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഹാവ് ഫിനാൻഷ്യൽ ആൻഡ് എക്കണോമിക് മീനിങ്. എക്കണോമിക്സിലും ബിസിനസ്സിലും ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് രണ്ട് രീതിയിൽ മീനിങ് പറയാം. Financial sense, investment is the allocation of monetary resources to assets
that are expected to yield some gain or positive return over a given period of time. ഒരു പീരിയഡ് ഓഫ് ടൈമിൽ അഡീഷണൽ മോണിറ്ററി റിസോഴ്സസ് കിട്ടുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് ഫിനാൻഷ്യൽ സെൻസിൽ പറയുന്നത്. അതായത് ഒരു പീരിയഡ് ഓഫ് ടൈം, ഒരു ഡ്യൂറേഷൻ ഉണ്ട്. ആ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ നമ്മുടെ ഇത് നമ്മൾ ചിലവാക്കി കഴിയുന്നതിൽ ഒരു ഫിനാൻഷ്യൽ അസറ്റിന് അതിൽ നിന്ന് നമുക്ക് അഡീഷണൽ ഇൻകം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദീസ് അസറ്റ്സ് റേഞ്ച് ഫ്രം സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ടു റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അത് ഈ ഒരു ഫിനാൻഷ്യൽ സെൻസിലെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്, റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ നമ്മൾ പറയുന്നത് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നാണ്. The nature of investment in the financial sense differed from its use in the economic sense. Economic sense ഫിനാൻഷ്യൽ സെൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ലോങ് ടേം നമ്മളവിടെ എയിം ചെയ്യുന്നു, എന്താണ്, ഒരു ഫിനാൻഷ്യൽ ഗെയിൻ ഉണ്ടാവും എന്നുള്ളത്. അതേസമയം എക്കണോമിക്സിന് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അഡീഷൻ ടു ദ എക്കോണമീസ് ക്യാപിറ്റൽ സ്റ്റോക്ക്, എക്കോണമിയുടെ ക്യാപിറ്റൽ സ്റ്റോക്കിൽ നമ്മൾ ആഡ് ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഗുഡ്സും സർവീസസും ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലേ, ക്യാപിറ്റൽ സ്റ്റോക്ക്, ആ ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ സ്റ്റോക്കിൽ കൂടുതൽ വരിക, അല്ലേ, ഓൾറെഡി ഉള്ളതിനേക്കാൾ കൂടുക. ആ പ്രൊഡക്ഷന് നമ്മൾ എന്തെങ്കിലും ഫ്യൂച്ചർ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുക, നമ്മൾ കൂടുതൽ ക്യാപിറ്റൽ സ്റ്റോക്ക് ഉണ്ടാക്കുക. അതെല്ലാം എന്താണ്, ഇക്കണോമിക് സെൻസിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അതേസമയം ഫിനാൻഷ്യൽ സെൻസ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഇൻകം, നമുക്ക് ഏർണിങ്സ് കിട്ടുന്നതായിരിക്കും. Investment refers to the formation of new and productive capital in the form of new construction, new plant and equipments. അതായത് ന്യൂ പ്രോഡക്റ്റീവ് ക്യാപിറ്റലാണ് ഇൻ ദ ഫോം ഓഫ് എന്താണ്, കൺസ്ട്രക്ഷൻ ആവാം, ന്യൂ പ്ലാന്റ് ആവാം, എക്യുപ്മെൻറ്റ്സ് ആവാം, ഇതെല്ലാം. അപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു എക്യുപ്മെൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇക്കണോമിക് സെൻസിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അതേസമയം ഫിനാൻഷ്യൽ സെൻസിൽ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. Inventories and human capital are also included in the economist definition of investment. അതുപോലെ തന്നെ ഇൻവെൻറ്ററീസ് എന്ന് പറയുന്നത് അൺസോൾഡ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലാണ്, ഗുഡ്സും സർവീസസിലാണ്. ഈ അൺസോൾഡ് സ്റ്റോക്കും അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ എല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇക്കണോമിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ. The financial and economic meanings are related to each other because the savings of the individuals flow into capital market as financial investment to be used in economic investment. Investors are suppliers and investors are users of long-term funds find a meeting place in the market. മാർക്കറ്റ് എന്ന് നമ്മൾ സാധാരണ പറയുന്നത് ആ മീറ്റിംഗ് പ്ലേസ് ആണ്, അല്ലേ. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സപ്ലയേഴ്സും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ യൂസേഴ്സും മാർക്കറ്റിൽ മീറ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് ടു ആട്രിബ്യൂട്ട്സ്, നെയിംലി ടൈം ആൻഡ് റിസ്ക്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ആട്രിബ്യൂട്ട് ഉണ്ട്, ടൈമും ഉണ്ട്, റിസ്ക്കും ഉണ്ട്. അതായത് ഒരു ഫ്യൂച്ചർ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രസൻറ്റിന് സാക്രിഫൈസ് ചെയ്യാണ്, അല്ലേ. അപ്പോൾ അതൊരു റിസ്ക്കാണ്, പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് കൺസംഷനാണ്. അപ്പോൾ ഇന്നത്തെ കൺസംഷൻ മാറ്റി, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കൺസംഷൻ മാറ്റി വെച്ചാൽ ഞാൻ ഫ്യൂച്ചറിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് പോസ്റ്റ്പോൺമെൻറ്റ് ഓഫ് കൺസംഷനാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അല്ലേ. ഇറ്റ് ഇൻവോൾവ്സ് വെയിറ്റിംഗ് ഫോർ റിവാർഡ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന റിവാർഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ ടൈം എലമെൻറ്റും ഉണ്ട്, റിസ്ക് എലമെൻറ്റും വരുന്നുണ്ട്. Investment involves commitment of resources which have been saved or put away from current consumption in the hope that some benefits will accrue in future. The sacrifice that has to be borne is certain, but the return in the future may be uncertain. അല്ലേ, ഇപ്പോൾ ചിലവാക്കുന്ന എത്ര നമുക്കറിയാം, പക്ഷേ നമ്മൾ അതിൻ്റെ റിസൾട്ട്, അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ എന്താണെന്ന് നമുക്ക് അൺസർട്ടൈൻ ആണ്. കാരണം നമുക്ക് റിട്ടേൺ കുറയാം, അല്ലെ, അല്ലെങ്കിൽ നഷ്ടം വരാം. ദിസ് ആട്രിബ്യൂട്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിക്കേറ്റ്സ് എ റിസ്ക് ഫാക്ടർ. റിസ്ക് റെഫേഴ്സ് ടു ദ പോസിബിലിറ്റി ഓഫ് ഇൻകറിങ് എ ലോസ് ഇൻ ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ബട്ട് ഇൻ ദ ബ്രോഡ് സെൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് to involve limited risk and is confined to those avenues where principal is safe. അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് എല്ലായ്പ്പോഴും സേഫ് ആയിരിക്കും, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിലായിരിക്കും റിസ്ക് എലമെൻറ്റ് വരുന്നത്. ഈ നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ ബോത്ത് ഇമ്പോർട്ടൻറ്റ് ആൻഡ് യൂസ്ഫുൾ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രസൻറ്റ് ഡേ കണ്ടീഷൻസ്.
So some of the factors that have made investment decisions increasingly important are: first one, longer life expectancy, then increasing rate of taxation, then third, income, fourth one, investment channels. അപ്പോൾ ലോങ്ങർ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഹാവ് ബിക്കം സിഗ്നിഫിക്കൻറ്റ് ആസ് പീപ്പിൾ റിട്ടയർ ബിറ്റ്വീൻ the age of 55 to 60. But there is a trend of longer life expectancy. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ലൈഫ് എക്സ്പെക്ടൻസി പ്രതീക്ഷിക്കേണ്ടത് തന്നെ ഏർണിംഗ്സ് ഫ്രം എംപ്ലോയ്മെൻറ്റ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് എ പോർഷൻ ഷുഡ് ബി പുട്ട് എവേ ആസ് സേവിങ്സ്. അല്ലേ, നമ്മളൊരു റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് 55 to 60 ആണ് വരുന്നത്. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നത്, അതിൽ കൂടുതൽ നമ്മൾ ലൈഫ് എക്സ്പെക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രസൻറ്റ് കൺസംഷനിൽ നിന്ന് നമ്മൾ മാറ്റിവെച്ച് ഒരു ഫ്യൂച്ചർ കൺസംഷനിലേക്ക് നമ്മൾ സേവ് ചെയ്യുന്നത്, അത് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ഒരു സമയത്തേക്ക് വേണ്ടിയത്. ഇനി നെക്സ്റ്റ് വൺ വരുന്നത് ഇൻക്രീസിങ് റേറ്റ് ഓഫ് ടാക്സേഷൻ ആണ്. അപ്പോൾ ടാക്സേഷൻ എന്ന് പറയുന്നത് പേഴ്സൻ്റെ സേവിങ്സിലുള്ള കമ്പൽഷനാണ്. കമ്പൽസറി ആയിട്ട് നമ്മൾ സേവിങ്സിൻ്റെ ബേസിൽ നമ്മൾ കൊടുക്കണം, അല്ലേ. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിലേക്ക് വരുമ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം നമ്മൾ എന്ത് ചെയ്ത് ടാക്സിൽ നിന്ന് നമുക്ക് എക്സംഷൻ തരും. അതായത് ഇൻഷുറൻസ് പ്ലാൻസ് ആണ്, ലൈഫ് ഇൻഷുറൻസ്, നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്, പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്സ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, നമുക്ക് ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, ടാക്സ് എക്സംഷൻസ് തരുന്നു. പിന്നെ വരുന്നത് ഇൻകം. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇൻകം പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലേ. നമ്മൾ ഒരു ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റോക്സ്, ഇതിലെല്ലാം വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് റിട്ടേൺ ആണ്, നമ്മൾ ഇൻകം ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ചാനലാണ് ലാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റിയിലേക്കാണ്, ഇൻക്രീസിങ് എക്കണോമിക് ആക്ടിവിറ്റിയിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്രീസ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യങ്ങൾ കൂടുകയാണ്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, സേവിങ്സ്. അതായത് നമ്മൾ സേവിങ്സിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞ് പ്രസൻറ്റ് കൺസംഷൻ കുറയ്ക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ എക്കോണമിയുടെ തന്നെ ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യണം. Then some of the instruments which are cooperative stock, provident fund, life insurance, fixed deposits, ഇതെല്ലാം എന്താണ്, നമ്മുടെ സേവിങ്സിൽ നിന്ന് നമ്മളെ കൺസംഷൻ മാറ്റി വെച്ച് നമ്മൾ സേവ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചാനലാണ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നു, എക്കോണമിയുടെ ഡെവലപ്മെൻറ്റിലേക്കും ലീഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് നേച്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിൻ്റെ നേച്ചർ. Then an individual investor invests or postpones current consumption only in response to a rate of return. അല്ലേ, നമ്മൾ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇന്നത്തെ കൺസംഷൻ മാറ്റി വെച്ച് ഫ്യൂച്ചറിലേക്ക് വെക്കുക എന്ന് പറയുന്നത് എന്താണ്, അവിടെ റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ്. Then cash has an opportunity cost, and when an individual decides to invest it, he is deprived of the opportunity to earn എ റിട്ടേൺ ഓൺ ക്യാഷ്. ഇപ്പോൾ ഇന്നത്തെ കൺസംഷൻ മാറ്റി വെച്ച് ഒരാൾ അയാളുടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നു. ദ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് ദി ഇൻവെസ്റ്റർ ഈസ് ടു ഡിറൈവ് എ വെറൈറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ദാറ്റ് മീറ്റ് ഹിസ് പ്രിഫറൻസ് ഫോർ റിസ്ക് ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. The investor will select a portfolio which will maximize his utility. Within the large body of investors, some buy government securities or deposits their money in bank account that are adequately secured. നമ്മൾ പലതരത്തിൽ ചെയ്യും. Securities present a wide range of risk-free instruments to highly speculative shares and debentures. The investor will have to select those securities that maximize his utility. അല്ലേ, നമ്മുടെ ഏതൊരു ആക്ടിവിറ്റിയുടെ എയിം എന്ന് പറയുന്നത് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റർ എല്ലായ്പ്പോഴും എന്താണ്, മാക്സിമൈസ് ഹിസ് യൂട്ടിലിറ്റിയാണ് എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റർ ഹാസ് എൻ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം. ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയാൻ മാക്സിമൈസ് ദ പ്രോഫിറ്റ്, മിനിമൈസ് ദ ലോസ്. He has to choose a security which will maximize his expected return subject to certain consideration. അല്ലേ, അപ്പോൾ അയാളുടെ എയിം എന്ന് പറയുന്നത് അദ്ദേഹത്തെ എക്സ്പെക്റ്റഡ് റിട്ടേൺ മാക്സിമൈസ് ചെയ്യുക. ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഈസ് എൻ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം, ബട്ട് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വാരീസ് ഫ്രം ഇൻവെസ്റ്റർ ടു ഇൻവെസ്റ്റർ. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലം ആണ്. പക്ഷേ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓരോ ഇൻവെസ്റ്ററിൽ നിന്ന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയോ അല്ല മറ്റൊരാൾ ഇൻവെസ്റ്റ് ചെയ്യുക, എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ചില ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് അവരുടെ സെക്യൂരിറ്റീസിൻ്റെ
സേഫ്റ്റി ആയിരിക്കും. സം പ്രിഫർ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർസാണ്. അതായത് അവർ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നവർക്കായിരിക്കും. ചിലപ്പോൾ ഞാൻ സേഫ് ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ് എയിം ചെയ്യുക. അങ്ങനെ ഓരോരുത്തരുടെയും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ എയിം അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ അതിൻ്റെ ബിഹൈൻഡ് അയാളുടെ ഉള്ളിൽ താല്പര്യം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ ദ ഇമ്പോർട്ടൻറ്റ് അസംഷൻ ദാറ്റ് ഇൻവെസ്റ്റേഴ്സ് ആർ റേഷണൽ ആൻഡ് ഹെൻസ് പ്രിഫർ സെർട്ടനിറ്റി. അല്ലേ, ഇൻവെസ്റ്റേഴ്സ് എല്ലായ്പ്പോഴും റേഷണലാണ്, അതോടെ തന്നെ എല്ലാം സെർട്ടനിറ്റി, അതായത് ഒരു ഫിക്സഡ് ഇൻകം അല്ലെങ്കിൽ അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റിട്ടേൺ എന്നുള്ളത് എല്ലായ്പ്പോഴും പ്രതീക്ഷിക്കുന്നു. ദേ ആർ റിസ്ക് അവേഴ്സ് which implies that they would be unwilling to take risk just for the sake of risk. They would assume risk only if an adequate compensation is forthcoming. Next comes investment process. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്തതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയാണ്, രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ്, 3 വാല്യുവേഷൻ, 4 പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ, 5 പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ. അത് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി എന്ന് പറയുന്നത് അത് ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സിസ്റ്റമാറ്റിക് ഫങ്ഷനിങ് ആണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റബിൾ ഫണ്ടും ഒബ്ജക്റ്റീവ്സ് നോളേജ് അല്ലേ. അതായത് the entire investment procedure revolves around the availability of investable fund. അത് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റബിൾ ഫണ്ട്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് നോളേജ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഇൻവെസ്റ്റബിൾ ഫണ്ടിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. ഇത് ഫണ്ട്സ് മേ ബി ജനറേറ്റഡ് ത്രൂ സേവിങ്സ് ഓർ ഫ്രം ബോറോയിങ്സ്. ചിലപ്പോൾ നമ്മൾ കടം വാങ്ങിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സേവിങ്സും നമുക്ക് ഫണ്ട് ജനറേറ്റ് ചെയ്യാം. If the funds are borrowed, the investor has to be an extra careful. അല്ലേ, അപ്പോൾ ഞാൻ കടം വാങ്ങിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നത് അതിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കും. ദെൻ ദ ഒബ്ജക്റ്റീവ്സ് ആർ ഫ്രെയിംഡ് ഓൺ ദ ബേസിസ് ഓഫ് റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. അല്ലേ, നമ്മൾ ആ റിട്ടേണിൻ്റെ ബേസിലാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫ്രെയിം ചെയ്യുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നത് റെഗുലാരിറ്റി ഓഫ് ഇൻകം, നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു റെഗുലാരിറ്റി, ദെൻ റിസ്ക്, ലിക്വിഡിറ്റി, അതായത് നമുക്കത് എത്ര പെട്ടെന്ന് നമുക്കത് ഇൻ ടേംസ് ഓഫ് ക്യാഷിലേക്ക് മാറ്റാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയെ ബാധിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിലെ അവെയർനെസ്, നോളേജ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്, മാർക്കറ്റിൻ്റെ റോള്, പോളിസി ഫോർമുലേഷൻ്റെ റോള്, ഇതെല്ലാം നമ്മുടെ നോളേജ്, ഇതെല്ലാം എന്ത് വരുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയിൽ വരുന്നു. പിന്നെ വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് ആണ്. ഇവിടെ നമ്മൾ സെക്യൂരിറ്റീസ് ടു ബി ബോട്ട് ഹാവ് ടു ബി സ്ക്രൂട്ടിനൈസ്ഡ് ത്രൂ ദി മാർക്കറ്റ്, ഇൻഡസ്ട്രി ആൻഡ് കമ്പനി അനാലിസിസ്. ഇവിടെ ഇൻവെസ്റ്റർ മസ്റ്റ് ടേക്ക് എ കമ്പാരിറ്റീവ് അനാലിസിസ് ഫോർ ദ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി, അല്ലേ, കൈൻഡ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ഫിക്സഡ് വേഴ്സസ് വാരിയബിൾ സെക്യൂരിറ്റി. അതായത് ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നു, അനാലിസിസ് നടത്തും. ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രിയാണ്, ഏത് തരത്തിലുള്ള സെക്യൂരിറ്റീസാണ്, അവിടെ ഫിക്സഡ് സെക്യൂരിറ്റി ആണോ, വാരിയബിൾ സെക്യൂരിറ്റി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് നടത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്റ്റേജിൽ അതിൻ്റെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്യൂച്ചർ ബിഹേവിയർ, അത് ഭാവിയിൽ നമുക്ക് എന്ത് കിട്ടും, എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. അത് ഇതിൻ്റെ ബേസിലാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസ് തന്നെ നടത്തുന്നത്. പിന്നെ വരുന്നത് വാല്യുവേഷൻ ആണ്. വാല്യുവേഷൻ ആണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യുവേഷൻ. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ബെനിഫിറ്റിൻ്റെ ബേസിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ചെയ്യുന്നത്. അത് ഫ്യൂച്ചറിൽ നമ്മളുടെ എത്ര റിട്ടേൺ കിട്ടും, അവിടെ അതിൽ നിന്ന് നമ്മൾ റിസ്ക് എത്ര എക്സ്പെക്ട് ചെയ്യുന്നു, ഇതെല്ലാം നമുക്ക് വാല്യുവേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വരുന്നത് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ ആണ്. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെക്യൂരിറ്റീസ് ആണ്. ഇവിടെ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ കൺസിസ്റ്റ് ഓഫ് ഐഡൻറ്റിഫൈങ് ദ സ്പെസിഫിക് സെക്യൂരിറ്റീസ് ഇൻ വിച്ച് ടു ഇൻവെസ്റ്റ് ആൻഡ് ഡിറ്റർമൈൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് വെൽത്ത് ടു ബി ഇൻവെസ്റ്റഡ് ഇൻ ഈച്ച്. അത് ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി ലെസ് റിസ്കിയാണ്. അതായത് ഒരു സിംഗിൾ പോർട്ട്ഫോളിയോ ഓൺ ചെയ്യുന്നതിനേക്കാളും ലെസ് റിസ്കി ആയിരിക്കും നമ്മളൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഓൺ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏത് രീതിയിൽ വേണം എന്നുള്ളത്. പിന്നെ വരുന്നത് പോർട്ട്ഫോളിയോ ഇവാലുവേഷനാണ്.
ഇവിടെ നമ്മൾ പോർട്ട്ഫോളിയോ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് എഫിഷ്യൻ്റ്ലി. എഫിഷ്യൻ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ദി പോർട്ട്ഫോളിയോ ആണ്. ഇതെന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോയുടെ അപ്രൈസൽ, പോർട്ട്ഫോളിയോയുടെ റിവൈസൽ എന്നുള്ളത് നോക്കും. നെക്സ്റ്റ് വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്സ് ആണ്. A wide variety of investment alternatives or avenues are open to the investors which suit their needs and nature. Then the knowledge about different avenues enables the investor to choose investment intelligently. Two basic broad investment alternatives are financial assets and physical assets. അല്ലേ? ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറയുന്നത് നെഗോഷ്യബിൾ ആവാം അല്ലെങ്കിൽ നോൺ നെഗോഷ്യബിൾ ആവാം. ദെൻ നെഗോഷ്യബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് വാരിയബിൾ ഇൻകം ഓർ ഫിക്സഡ് ഇൻകം ആവാം. നെഗോഷ്യബിൾ സെക്യൂരിറ്റീസ് നമുക്ക് വാരിയബിൾ ഇൻകം ഉണ്ടാവാം അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം ആവാം. ദെൻ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നതെല്ലാം, ഇക്വിറ്റി ഷെയർസ് ഉണ്ടല്ലോ, അതെല്ലാം എന്താണ്, ഒരു തരത്തിൽ സെക്യൂരിറ്റിയാണ്. അതെല്ലാം എന്താണ്, വാരിയബിൾ ഇൻകം സെക്യൂരിറ്റീസ് ആണ്. അതേസമയം ബോണ്ട്, ഡിബഞ്ചേഴ്സ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇതെല്ലാം ഫിക്സഡ് ഇൻകം ആണ്. അതുപോലെ തന്നെ നോൺ നെഗോഷ്യബിൾ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നോട്ട് ട്രാൻസ്ഫറബിൾ ആണ്. അതായത് നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ്, പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റ്സ്, പ്രോവിഡൻറ്റ് ഫണ്ട്, ഇതൊന്നും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് എന്ത് വരുന്നത്, നോൺ നെഗോഷ്യബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നോൺ സെക്യൂരിറ്റൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്നും കൂടെ പറയുന്നു. ഇത് നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. നെഗോഷ്യബിൾ സെക്യൂരിറ്റീസ് നോക്കാം. ഒന്നാമത് വരുന്നത് ഇക്വിറ്റി ഷെയർസ് ആണ്. ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് കോമൺ സ്റ്റോക്സ് അല്ലെങ്കിൽ ഓർഡിനറി ഷെയർസ്. നമ്മൾ സാധാരണ പറയുന്ന സ്റ്റോക്സ് അല്ലെങ്കിൽ അല്ലേ, സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പറയാറുണ്ടല്ലോ, നമുക്ക് ഫെമിലിയർ ആണ്. സ്റ്റോക്സ് അല്ലെങ്കിൽ ഓർഡിനറി ഷെയർസിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ ഓണർഷിപ്പിൻ്റെ ഒരു ഷെയറാണ്. ഏതെങ്കിലും ഒരു ഫേമിൻ്റെ ഓണർഷിപ്പിൻ്റെ ഷെയറിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. ഇത് ഇക്വിറ്റി ക്യാപിറ്റൽ വിച്ച് ഈസ് ദ ഓണർഷിപ്പ് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡർ കളക്റ്റീവ്ലി ഓൺ ദ കമ്പനി. അപ്പോൾ ഇവിടെ ഇക്വിറ്റി ഷെയർസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, ഓണർഷിപ്പ് റൈറ്റ്, പാർ വാല്യൂ, റൈറ്റ് ഷെയർസ്. വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഒരു ഷെയർ ഹോൾഡർ ആണെങ്കിൽ നമ്മൾക്ക് അവിടെ നിന്നിട്ട് അവിടെയുള്ള ഇവിടുത്തെ മെമ്പർ ആയി കഴിഞ്ഞാൽ റൈറ്റ് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. റൈറ്റ് ടു റിസീവ്, അതുപോലെ തന്നെ റൈറ്റ് ടു റിസീവ് നോട്ടീസ് ഓഫ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അതായത് നമ്മൾ അതിലെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാം. അതിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കാൻ നമുക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവും. അതിലൊരു ആ ഡയറക്ടറുടെ കമ്പനിയുടെ ഡയറക്ടർ ആവാനുള്ള അങ്ങനെയുള്ള അതിനുള്ള അവകാശങ്ങളൊക്കെ നമുക്കുണ്ടാവും. പിന്നെ ഓണർഷിപ്പ് റൈറ്റ്. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓണർഷിപ്പും കൂടെ നമുക്ക് കിട്ടും അല്ലേ. അതായത് ഒരു ഫേമിൻ്റെ ഷെയർ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഷെയറിൻ്റെ അളവിനനുസരിച്ച് നമുക്കതിൻ്റെ ഓണർഷിപ്പും കൂടെ കിട്ടും. പിന്നെ വരുന്നത് പാർ വാല്യൂ. പാർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഷെയറിൻ്റെ ഫേസ് വാല്യൂവിനെയാണ് നമ്മൾ പാർ വാല്യൂ എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വിറ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇഷ്യൂ ചെയ്യുന്നത് ഒരു പ്രീമിയം ഒരൊറ്റ ഡിസ്കൗണ്ടിലാണ്. പക്ഷെ അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഡിനോമിനേഷൻസും ആയിരിക്കും. പിന്നെ റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഷെയർസ്. റൈറ്റ് ഷെയർസ് എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡർ ഹാസ് ദ റൈറ്റ് ഓഫ് റിസീവിങ് അഡീഷണൽ ഷെയർസ് വെൻ എവർ ദേ ആർ ഇഷ്യൂഡ് ബൈ ദ കമ്പനി. അതായത് ഓൾറെഡി ഒരു ഷെയർ ഹോൾഡർ ആണെങ്കിൽ അവിടെ കമ്പനി വീണ്ടും ഷെയർ വിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഓൺ ചെയ്യാനുള്ള, ഹോൾഡ് ചെയ്യാനുള്ളൊരു പവർ നമുക്കുണ്ടായിരിക്കും. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ബോണ്ടാണ്. ബോണ്ട് എന്ന് പറയുന്നത് മാർക്കറ്റബിൾ ലീഗൽ കോൺട്രാക്ട് ദാറ്റ് പ്രോമിസസ് ടു പേ ഇറ്റ്സ് ഇൻവെസ്റ്റർ എ സ്റ്റേറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റീപേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് അറ്റ് ദ മെച്യൂരിറ്റി റേറ്റ്. അതായത് ഒരു മെച്യൂരിറ്റി റേറ്റിൽ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ടിന് പ്ലസ് ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൂടെ തരാം എന്നുള്ളൊരു പ്രോമിസാണ് ഈ ബോണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ഡേറ്റ് ഓഫ് മെച്യൂരിറ്റിയെ നമ്മൾ എന്ത് പറയുന്നു, ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ് എന്നും കൂടെ പറയുന്നു. ഇതൊരു ലോങ് ടേം ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ ബോണ്ട് എന്ന് പറയുന്നത്. ദെൻ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ബോണ്ട്സ് എന്ന് പറയുന്നത് റീപേയ്മെൻറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ. അതായത് നമ്മൾ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രിൻസിപ്പൽ എമൗണ്ട്, ഇപ്പോൾ ഒരു 100 രൂപയുടെ ബോണ്ടാണ് ഞാൻ വാങ്ങിയതെങ്കിൽ എനിക്ക് റിട്ടേൺ ചെയ്യുമ്പം അതിൻ്റെ മെച്യൂരിറ്റി പീരീഡിൽ എനിക്ക് 100 തന്നെ കിട്ടും. അതേസമയം ഇക്വിറ്റി ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ആ ഷെയർ വാല്യൂ മാറുന്നതനുസരിച്ച് ഞാൻ ചിലവാക്കിയ എമൗണ്ട് തന്നെ തിരിച്ച് കിട്ടണമെന്നില്ല. അപ്പോൾ ഇവിടെ റീപേയ്മെൻറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ, ആ പ്രിൻസിപ്പൽ എമൗണ്ട് എന്തായാലും എനിക്ക് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡിലേക്കാണ് ഈ ഒരു ബോണ്ട് എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ അത് മെച്യൂരിറ്റി ആവും. പിന്നെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് കോളാണ്.
അതായത് ഈ ബോണ്ട് റീപർച്ചേസ് ചെയ്യാൻ ഇഷ്യൂയിങ് കമ്പനിക്ക് ബോണ്ട് റീപർച്ചേസ് ചെയ്യാനുള്ള പ്രിവിലേജിനെയാണ് നമ്മൾ കോൾ എന്ന് പറയുന്നത്. മാർക്കറ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേംസിന് എന്ത് ചെയ്യാം, ആ ബോണ്ടുകൾ തിരിച്ചു വാങ്ങിച്ചിട്ട് കമ്പനിക്ക് ശരി. അതായത് ഓൾറെഡി ഇപ്പോൾ 10% ഇൻട്രസ്റ്റിനാണ് ഈ ഒരു ബോണ്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്നില്ല. അപ്പോൾ അവർക്ക് ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞ സമയത്തും ഈ ഒരു 10% പലിശ കൊടുക്കുക എന്ന് പറയുന്നത് ആ കമ്പനിക്ക് നഷ്ടമാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കോൾ ഓപ്ഷൻ ഉണ്ട്. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബോണ്ടുകൾ തിരിച്ചെടുക്കാം. പിന്നെ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ടു ബി പെയ്ഡ് ഓൺ ദ ഫേസ് വാല്യൂ ഓഫ് ഒരു ബോണ്ട്. ഒരു ബോണ്ടിൻ്റെ ഫേസ് വാല്യൂവിൽ തന്നെ കൊടുക്കേണ്ട മിനിമം ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. അതായത് ആനുവൽ ഫിക്സഡ് റുപ്പി എമൗണ്ട് ആണ് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഡിബെഞ്ചർ ആണ്. ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടർ കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്നതാണ് ഈ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു ലോങ് ടേം പ്രോമിസറി നോട്ടാണ്. അതായത് അവർക്ക് ലോൺ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് കമ്പനികൾ റേസ് ചെയ്യുന്ന ഒരു പ്രോമിസറി നോട്ടാണ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും തിരിച്ചു തരാമെന്നുള്ള രീതിയിൽ പ്രൈവറ്റ് കമ്പനികൾ ഒരു പ്രോമിസ് കൊടുക്കുകയാണെങ്കിൽ അതിനാണ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്. അതായത് സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ക്വാസി ഗവൺമെൻറ് ഏജൻസീസ് കൊടുക്കുന്ന സെക്യൂരിറ്റീസ് ആണ്. ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ നമ്മൾ പറയുന്നത് ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ് എന്നാണ് പറയുന്നത്. പ്രോമിസറി നോട്ട്സ് ആണ് യൂഷ്വൽ ഫോം ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. പിന്നെ വരുന്നത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്. മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ് ഉണ്ട്. മണി മാർക്കറ്റ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. ഇപ്പം ട്രഷറി ബിൽ എന്ന് പറയുന്നത് ഒരു 91 ഡേയ്സ് അല്ലെങ്കിൽ 182 ഡേയ്സ് അല്ലെങ്കിൽ 364 ഡേയ്സിൽ എക്സ്പയർഡ് ആവുന്ന ഒരു ഷോർട്ട് ടേം ബോറോവിങ് ആണ് ട്രഷറി ബിൽസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് അതും ഒരു ഷോർട്ട് ടേം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഒരു ഫിക്സഡ് മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കും. മറ്റേത് ഡേറ്റ്സ് ആണ്, ഇവിടെ ഒരു പീരിയഡ് ആണ്. പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റബിൾ റെസിപ്റ്റ് ഓഫ് ഫണ്ട്സ് ഡെപ്പോസിറ്റഡ് ഇൻ എ ബാങ്ക് ഫോർ എ ഫിക്സഡ് പീരിയഡ് അറ്റ് എ സ്പെസിഫൈഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി വരുന്നത് നോൺ നെഗോഷ്യബിൾ സെക്യൂരിറ്റീസ് ആണ്. നോൺ നെഗോഷ്യബിൾ സെക്യൂരിറ്റീസ് ഒന്നാമത് വരുന്നത് ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. അതായത് നമുക്ക് മാറ്റാൻ പറ്റാത്തതാണ്, അതിനെയാണ് നമ്മൾ നോൺ നെഗോഷ്യബിൾ എന്ന് പറയുന്നത്. അത് ബാങ്ക് ഡെപ്പോസിറ്റ്, അതായത് സിമ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ ആണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ മണി ഡെപ്പോസിറ്റ് ചെയ്ത് അതിൽ നമുക്കൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടും. പിന്നെ വരുന്നത് അതുപോലെ തന്നെയാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ്, പിന്നെ നാഷണൽ സേവിങ്സ് സ്കീം. നാഷണൽ സേവിങ്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് സേവിങ് സ്കീമാണ്. ഒരു എമൗണ്ട് ഇതിൻ്റെ അതായത് നാഷണൽ സേവിങ്സ് സ്കീമിൽ നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് ചെയ്തു, ടാക്സിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തു തരുന്നൊരു ഇതാണ്. പിന്നെ വരുന്നത് ലൈഫ് ഇൻഷുറൻസ് ആണ്. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് ആണ്. അവിടെ നമ്പർ ഓഫ് ഇയേഴ്സിൻ്റെ ബേസിലാണ് അത് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് റിസ്ക് ഓഫ് ഏർലി ഡെത്ത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് കൊളാറ്ററൽ ഫോർ ടേക്കിംഗ് ലോൺസ് ഫ്രം ബാങ്ക്സ്. നമുക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഷുറൻസിൻ്റെ ബേസിൽ നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. കാരണം എത്ര എമൗണ്ട് ആണോ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ്, ആ ഒരു എമൗണ്ടിൻ്റെ ബേസിൽ നമുക്ക് ബാങ്കിൽ ലോൺ എടുക്കാൻ പറ്റും. ഇറ്റ് പ്രൊവൈഡ്സ് ടാക്സ് അഡ്വാൻറ്റേജസ്. ദെൻ ഇറ്റ് ഈസ് എ സം ഓഫ് മണി റിസീവ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് എ പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഇയേഴ്സ്. ദാറ്റ് ഈസ് ടെർമിനേഷൻ പീരിയഡ് ഓഫ് ദി കോൺട്രാക്ട്. നെക്സ്റ്റ് വരുന്നത് പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റാണ്. ഈ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ്, ന്യൂ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിന് പ്രൈമറി മാർക്കറ്റും ഓൾറെഡി ഉള്ള ഷെയർസ് ഡീൽ ചെയ്യുന്നത് സെക്കൻഡറി മാർക്കറ്റും ആയിരിക്കും. The primary market is the part of capital market
that deals with the issuance of new capital securities. അല്ലേ, ന്യൂ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നു. കമ്പനീസ്, ഗവൺമെൻറ്റ്സ് ഓർ പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ ഒബ്റ്റെയിൻ ഫണ്ടിങ് ത്രൂ ദി സെയിൽ ഓഫ് ന്യൂ സ്റ്റോക്ക് ഓർ ബോണ്ട് ഇഷ്യൂ. ദിസ് ഈസ് ടിപ്പിക്കലി ഡൺ ത്രൂ എ syndicate of securities dealers. The process of selling new issues to investors is called underwriting. അതായത് ഇൻവെസ്റ്റേഴ്സിന് പുതിയ ഇഷ്യൂസ് കൊടുക്കുന്നതിന് നമ്മൾ അണ്ടർറൈറ്റിംഗ് എന്നാണ് പറയും. ഇൻ ദ കേസ് ഓഫ് ന്യൂ സ്റ്റോക്ക് ഇഷ്യൂ, ദിസ് സെയിൽ ഈസ് ആൻ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഡീലേഴ്സ് ഏൺ എ കമ്മീഷൻ ദാറ്റ് ഈസ് ബിൽറ്റ് ഇൻ ടു ദ പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റി ഓഫറിംഗ്. Primary markets create long-term instruments through which corporate entities borrow from capital market. ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്നതാണ് പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും. അവിടെ ന്യൂ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? പ്രൈമറി എന്ന് പറയും. പ്രൈമറി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ദിസ് ഇസ് എ മാർക്കറ്റ് ഫോർ ന്യൂ ലോങ് ടേം ഇക്വിറ്റി ക്യാപിറ്റൽ. ദ പ്രൈമറി മാർക്കറ്റ് ഈസ് എ മാർക്കറ്റ് വേർ ദ സെക്യൂരിറ്റീസ് ആർ സോൾഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഫസ്റ്റ് ടൈം ആണ്, ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? പ്രൈമറി മാർക്കറ്റ് എന്ന് പറയും, അല്ലേ. ദെർഫോർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്. ദെൻ ഇൻ എ പ്രൈമറി ഇഷ്യൂ ദ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ബൈ ദ കമ്പനി ഡയറക്ട്ലി ടു ഇൻവെസ്റ്റേഴ്സ്, അല്ലേ. പ്രൈമറി ഇഷ്യൂ എന്ന് പറയുമ്പോൾ കമ്പനി നേരിട്ട് ഇൻവെസ്റ്ററിന് കൊടുക്കും. അതേസമയം സെക്കൻഡറി ആകുമ്പോൾ ഒരാൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അത് അയാൾ വിൽക്കുക ചെയ്യുന്നു, അല്ലേ. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? കമ്പനിയും ഇൻവെസ്റ്ററും തമ്മിൽ ഡയറക്റ്റ് അല്ല, അവിടെ ഇടയിൽ വേറൊരാളും കൂടെ വരും. ദെൻ ദ കമ്പനി റിസീവ്സ് ദ മണി ആൻഡ് ഇഷ്യൂസ് ന്യൂ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ്സ് ദി ഇൻവെസ്റ്റർ. പ്രൈമറി ഇഷ്യൂസ് ആർ യൂസ്ഡ് ബൈ കമ്പനീസ് ഫോർ ദ പർപ്പസ് ഓഫ് സെറ്റിംഗ് അപ്പ് ന്യൂ ബിസിനസ് ഓർ ഫോർ എക്സ്പാൻഡിങ് ഓർ മോഡേണൈസിങ് ദ എക്സിസ്റ്റിംഗ് ബിസിനസ്. അതായത് ഫേമുകൾ ന്യൂ ഇഷ്യൂസ്, പ്രൈമറി ഇഷ്യൂസ് ഇറക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ഒന്നുകിൽ പുതിയ ഫേം സെറ്റപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതിനെ മോഡേണൈസ് ചെയ്യാം എന്നുള്ളതിനെ വേണ്ടിയിട്ട്. Then primary market performs the crucial function of facilitating capital formation in the economy. Then the secondary market is also called aftermarket, is a financial market in which previously issued financial instruments such as stock bonds are bought and sold, അല്ലേ. ഓൾറെഡി ഇഷ്യൂ ചെയ്ത പ്രൈമറി മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്തത് വീണ്ടും സെയിൽ ചെയ്യുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയാം. With the primary issuance of securities or financial instruments, or the primary market investors purchase these securities directly from issuers, such as corporations issuing shares as in an IPO or private placement, or directly from the case of treasuries. അതായത് പ്രൈമറി ഇഷ്യൂവൻസ് എന്ന് പറഞ്ഞാൽ പ്രൈമറിലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഷുറൻസ് അതിൻ്റെ ഷെയർ അല്ലെങ്കിൽ ബോണ്ട് ഇതെല്ലാം ഇഷ്യൂ ചെയ്യും. അത് അയാൾ ഡയറക്റ്റ് ഒരു ഇൻവെസ്റ്റർ അത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ പ്രൈമറി എന്ന് പറയും. അതേസമയം അയാൾ അത് വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനെന്ത് പറയാം? നമുക്ക് സെക്കൻഡറി എന്ന് പറയുന്നത്. അതായത് യൂസ്ഡ് ഗുഡ്സും സർവീസും നമ്മൾ സെക്കൻഡ് ഹാൻഡ് എന്ന് പറയാറില്ലേ, അതുപോലെ തന്നെയാണത്. നെക്സ്റ്റ് കംസ് ഫിസിക്കൽ ഓർ റിയൽ അസറ്റ്സ്. ഇതിൽ ഫിസിക്കൽ ഓർ റിയൽ അസറ്റ്സ് എന്ന് ഫിസിക്കൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നോൺ ഫിനാൻഷ്യൽ ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനാണ് നമ്മൾ ഫിസിക്കൽ എന്ന് പറയുന്നത്. അതായത് ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, റിയൽ എസ്റ്റേറ്റ്, ഇതിനെല്ലാം നമ്മൾ ഫിസിക്കൽ അസറ്റ്സ് എന്ന് പറയുന്നു. ഗോൾഡും സിൽവറും ഒരു ബെസ്റ്റ് ഫോം ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി കരുതി പോരുന്നുണ്ട്. ഇത് ബെസ്റ്റ് ഹെഡ്ജ് അഗെയിൻസ്റ്റ് ഇൻഫ്ലേഷനാണ്. Gold and silver are important media of investment from the point of view of both capital appreciation and liquidity. Gold to investor in the recent years has been important mainly because of the rise in the price due to inflation. ഗോൾഡ് നമുക്ക് ഗോൾഡ് കോയിൻസ് ആയിട്ട്, ഗോൾഡ് ബാർസ്, ഗോൾഡ് ജുവല്ലറി ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിൽവർ കോയിൻസ്, ഗ്ലാസസ്, ബൗൾസ് അങ്ങനെ വരാം. പിന്നെ അതുപോലെ തന്നെ ഡയമണ്ടും. ഇന്ന് നമുക്ക് ഇന്നത്തെ ഒരു മോഡേൺ ഏജിൽ നമ്മൾ ഡയമണ്ടിൻ്റെ റോളും കൂടി വരികയാണ്. പിന്നെ വരുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് ഹാസ് ഹിസ്റ്റോറിക്കലി ബീൻ യൂസ്ഫുൾ ഇൻ ദ പോർട്ട്ഫോളിയോ ഫോർ ബോത്ത് ഇൻകം ആൻഡ് ക്യാപിറ്റൽ ഗെയിൻസ്. Real estate market offers a high return to investors. The word real estate means land and buildings. The price of real estate has increased substantially over the years. The main reason are population growth, tax advantages in real estate,
availability of loans, migration of people towards cities, etc. For antiques, ഡിമാൻഡ്. അതുപോലെ തന്നെ മറ്റൊരെണ്ണമാണ്, അതായത് റിയൽ എസ്റ്റേറ്റ് ആൻറ്റിക്, അതായത് ഗോൾഡ്, സിൽവർ, റിയൽ എസ്റ്റേറ്റ് ആൻറ്റിക്. ആൻറ്റിക് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ സപ്ലൈസ് വെരി റയർ ആണ്, പക്ഷേ അതിൻ്റെ വില കൂടുതലായിരിക്കും. ആൻറ്റിക് മേ ബി ഇൻ ദ ഫോം ഓഫ് പെയിൻറ്റിങ്സ്, കോയിൻസ്, സ്റ്റാമ്പ്സ്, സ്കൾപ്ചേഴ്സ്, മാനുസ്ക്രിപ്റ്റ്സ്, അങ്ങനെയുള്ളതായിരിക്കും. പിന്നെ ക്വാളിറ്റീസ് ഓർ ട്രേറ്റ്സ് ഓഫ് എൻ എൻ്റർപ്രണർ. ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണറിന് ഒരുപാട് ക്വാളിറ്റീസ്, എസെൻഷ്യലായിട്ട് ചില ക്വാളിറ്റീസ് ആവശ്യമുണ്ട്. ഒന്നാമത് നീഡ് ഓഫ് അച്ചീവ്മെൻ്റ് ആണ്. നീഡ് ഓഫ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്, അതായത് അയാൾ വില്ലിങ് ടു വർക്ക് ഹാർഡായിരിക്കണം, അതുപോലെ എന്നിട്ട് അച്ചീവ് സംതിങ് എക്സലൻറ്റ്, അല്ലേ? അതായത് അവിടുത്തെ ചാലഞ്ചസും ത്രെഡ്സ് എല്ലാം ഓവർകം ചെയ്തിട്ട് ആ ഒരു എയിം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളായിരിക്കണം ഒരു എൻ്റർപ്രണർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അയാൾ എന്തായിരിക്കും, റിസ്ക് ടേക്കിംഗ് ആയിരിക്കണം, റിസ്കുകൾ എടുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ, അല്ലേ? അതായത് പിന്നെ വരുന്നത് ഒപ്റ്റിമിസ്റ്റിക്, അല്ലേ? അതായത് ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, അതായത് ബീയിങ് ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ഹോപ്പ്ഫുൾ. പിന്നെ വരുന്നത് ഗോൾ സെറ്റിംഗ്, അതായത് അയാൾ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കും. ഗോൾ എന്ന് പറഞ്ഞാൽ അയാൾ എയിം ഉണ്ടായിരിക്കും, ആ എയിമിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം അയാളുടെ വർക്ക്. പിന്നെ പ്രോബ്ലം സോൾവിങ് ആൻഡ് സെൻസ് ഓഫ് എഫക്റ്റീവ്നെസ്, അതായത് ഒരു എൻ്റർപ്രണറിന് വേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ക്വാളിറ്റി എന്ന് പറയുന്നതായിരിക്കും അയാൾ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കണം. നീഡ് ഫോർ പവർ ആൻഡ് ഇൻഫ്ലുവൻസിങ്, അതായത് പവർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഇടയിലായിരിക്കണേ പവർ, അതുപോലെ തന്നെ അവിടെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു കഴിവും ഉണ്ടായിരിക്കണം കൂടെ വർക്ക് ചെയ്യുന്നവർ. അതുപോലെ തന്നെ ലോങ് ടേം ഇൻവോൾവ്മെൻ്റ് ആയിരിക്കണം. എൻ്റർപ്രണർ എന്ന് പറയുന്നത് ഒരു പീരിയഡ്, ഷോർട്ട് പീരിയഡിലേക്കുള്ളതല്ല, ഒരു ലോങ് ടേമിലേക്കുള്ളതായിരിക്കണം. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ക്യാപിറ്റൽ ബജറ്റിംഗ് ആണ്. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് റെഫേഴ്സ് ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോജക്ട്സ് ഹൂസ് റിസൾട്ട് വുഡ് ബി അവൈലബിൾ ഓൺലി ആഫ്റ്റർ എ ഇയർ, അല്ലേ? ഒരു ഇയറിന് ശേഷം നമ്മൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ബജറ്റിംഗ് ഓർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ഇൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലുള്ള നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡിസിഷൻസിന് നമ്മൾ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മേ ബി ഡിഫൈൻഡ് ആസ് എക്സ്പെൻഡിച്ചർ ദാറ്റ് ബെനിഫിറ്റ് ഓഫ് വിച്ച് ആർ എക്സ്പെക്റ്റഡ് ടു ബി റിസീവ്ഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം എക്സീഡിങ് 1 year. ഒരു മിനിമം ഒരു 1 yearനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്, അതിനിടയിൽ വരുന്നില്ല. The main characteristic of a capital expenditure is that expenditure is incurred at one point of time, whereas benefit of the expenditure are realized at different points of time in future. In simple language, capital expenditure is an expenditure incurred for acquiring or improving the fixed asset. ഫിക്സഡ് അസറ്റുകൾ വാങ്ങിക്കുക അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ബജറ്റിംഗ് ഇൻവോൾവ്സ് ദ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചുള്ള പ്ലാനിങ്ങും അതിൻ്റെ കൺട്രോളുമാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് വെദർ ഓർ നോട്ട് കമ്മിറ്റ് റിസോഴ്സസ് ടു എ പെർട്ടിക്കുലർ ലോങ് ടേം പ്രോജക്റ്റ് whose benefits are to be realized over a period of time. അതായത് നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ ബജറ്റിങ്ങിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വേണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ വരും. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ ബജറ്റിംഗ് റെഫേഴ്സ് ടു ലോങ് ടേം പ്ലാനിങ് ഫോർ പ്രപ്പോസ്ഡ് ക്യാപിറ്റൽ ഔട്ട്ലേസ് ആൻഡ് ദെയർ ഫിനാൻസിങ്. Capital budgeting is also called investment decision making, capital expenditure decision, planning capital expenditure and analysis of capital expenditure. The meaning of capital budgeting is essentially a list of what the management believes to be worthwhile projects for the acquisition of new capital assets together with the estimated cost of each project. ഇനി capital budgetingൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. ഒന്നാമത് വരുന്നത് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, 2 ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്സ് ഓഫ് ഫണ്ട്സ്, റിവേഴ്സിബിൾ നേച്ചർ, ലോങ് ടേം ഇഫക്റ്റ് ഓൺ പ്രോഫിറ്റബിലിറ്റി, ഡിഫിക്കൽട്ടീസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, നാഷണൽ ഇമ്പോർട്ടൻസ്. ഒന്നാമത് വരുന്നത് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ആണ്. അതായത് ഫേമിന്
എപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള ഫണ്ടുകളായിരിക്കും ഉണ്ടാവുക. പക്ഷെ അതിന് ലാർജ് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള എക്സ്പെൻഡിച്ചർ കാൽക്കുലേഷൻസ് ആണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് വരുന്നത്. അതായത് അതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നു, ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സിലേക്ക്, ലാർജ് ഫണ്ട് ലോങ് ടേം ഫണ്ട് കമ്മിറ്റ്മെൻ്റ് ആണ് വരുന്നത്. പിന്നെ വരുന്നത് ഇറിവേഴ്സിബിൾ നേച്ചറാണ്. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാം, റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു പെർമനൻറ്റ് അസറ്റ് നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കാൻ തന്നെ നമുക്കൊരു ഹെവി ലോസ് ഉണ്ടാവും. പിന്നെ ലോങ് ടേം ഇഫക്റ്റ് ഓൺ പ്രോഫിറ്റബിലിറ്റി അല്ലേ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എന്ന് പറയുന്നത് ലോങ് ടേം ഇഫക്റ്റ് ആണ്. പ്രസൻറ്റ് ഏർണിങ്സ് ചെയ്യുന്നതിൽ ചിലപ്പോൾ നമുക്ക് പ്രസൻറ്റിൽ തന്നെ റിട്ടേൺ കിട്ടണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഡിഫിക്കൽട്ടീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് ആണെങ്കിൽ ഡിഫിക്കൾട്ട് ടു ബി ടേക്കൺ ബിക്കോസ് ഡിസിഷൻസ് എക്സ്റ്റെൻഡ് എ സീരീസ് ഓഫ് ഇയേഴ്സ്, ഒരുപാട് ഇയേഴ്സിനെ കൺസേൺ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ്. പിന്നെ വരുന്നത് നാഷണൽ ഇമ്പോർട്ടൻസ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, എക്കണോമിക് ആക്ടിവിറ്റീസ്, എക്കണോമിക് ഗ്രോത്തിനെല്ലാം ബാധിക്കുന്നതുകൊണ്ട് അതെന്താണ്, നാഷണൽ ഇമ്പോർട്ടൻസ് ആണ്. നെക്സ്റ്റ് വരുന്നത് മെത്തേഡ്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ്. അതിൽ ട്രഡീഷണൽ മെത്തേഡ്സ് ഉണ്ട്, ടൈം അഡ്ജസ്റ്റഡ് ഓർ ഡിസ്കൗണ്ടഡ് മെത്തേഡ് ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡ്സിൽ വരുന്നത് പേ ബാക്ക് മെത്തേഡ്, പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡ്, റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. ദെൻ ടൈം അഡ്ജസ്റ്റഡ് ഓർ ഡിസ്കൗണ്ടഡ് മെത്തേഡിൽ വരുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ്, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ്. അതിൽ പേ ബാക്ക് പീരിയഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ പേ ഔട്ട് മെത്തേഡ് അല്ലെങ്കിൽ പേ ഓഫ് മെത്തേഡ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പീരിയഡ് ഇൻ വിച്ച് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പെർമനൻറ്റ് അസറ്റ്സ് പേസ് ബാക്ക് ഇറ്റ് സെൽഫ്. അത് ഇത് ഈ പേ ബാക്ക് പീരിയഡ് മെത്തേഡ് എന്ന് പറയുന്നത് പീരിയഡ് ഇൻ വിച്ച് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പെർമനൻറ്റ് അസറ്റിലുള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പേസ് ബാക്ക് ഇറ്റ് സെൽഫ് എന്നാണ് തിരിച്ചു വരിക എന്നുള്ളതാണ് ഈ ഒരു പേ ബാക്ക് പീരിയഡ് മെത്തേഡിൽ പറയുന്നത്. അതായത് പീരിയഡ് ഓഫ് ടൈം ഫോർ ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ടു ബി റിക്കവേർഡ് ഫ്രം ദ അഡീഷണൽ ഏർണിങ്സ് ഓഫ് ദ പ്രോജക്റ്റ്. അതായത് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ആ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് റിട്ടേൺ കിട്ടിയിട്ട് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ച് കിട്ടാൻ നമുക്ക് എത്ര കാലം പിടിക്കും എന്നുള്ളതാണ് ഈ പേ ബാക്ക് പീരിയഡ് മെത്തേഡ്. അതായത് ഇപ്പോൾ ഒരു 1 lakh ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള റിട്ടേണും കൊണ്ട് ഈ 1 lakh rupees എന്ന് തിരിച്ച് കിട്ടും എന്നുള്ളതാണ്. That is payback period is the length of time required for the initial investment to be recouped out of the annual cash flow produced by the investment. ഇവിടെ payback period നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് ഔട്ട്ലേ ഓഫ് ദ പ്രോജക്റ്റ് ഓർ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദി അസെറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് അല്ലേ. അതായത് നമ്മൾ ടോട്ടൽ എത്ര ചിലവാക്കി അതിനെ നമ്മൾക്ക് ആനുവൽ ക്യാഷ് ഫ്ലോ അതൊന്നും എത്ര, ഇപ്പം ഞാൻ 1 ലക്ഷം ചിലവാക്കിയിൽ ഒരു വർഷം എനിക്ക് എത്ര തിരിച്ച് കിട്ടുന്നുണ്ട് എന്നതിന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വർഷമായിട്ട് എത്ര കിട്ടുമെന്ന് പറയും. അതായത് പേ ബാക്ക് പീരിയഡ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോ. Payback method indicates only the number of years it will take to recover the initial investment. അതായത് എത്ര വർഷം കൊണ്ട് ഇത് തിരിച്ച് കിട്ടും ആ ഒരു എമൗണ്ട്. അതായത് 1 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈ ഇൻട്രസ്റ്റ് അതിൽ നിന്ന് റിട്ടേൺ കൊണ്ട് ഈ 1 ലക്ഷം ഞാൻ എത്ര വർഷം കൊണ്ട് തിരിച്ചെടുക്കുന്നതാണ് പറയുന്നത്. ദ പേബാക്ക് മെത്തേഡ് എംഫസൈസസ് ദ ക്വിക്ക് cash return flow. Payback method is extremely simple to apply and easy to understand. The firm can judge the length of time its funds will be tied up and the risk involved in the various projects. The method takes care of the fact that investment decisions are made under conditions of high uncertainty. Payback method is especially useful in industries subject to rapid technological advances where the plan becomes obsolete before the end of its physical life. Again, in period of tight money, when funds are difficult to get, a quick payback project may be preferred to one which may yield higher rate of return yet commit funds for longer period. നെക്സ്റ്റ് വരുന്നത് പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി മെത്തേഡാണ്. ഇവിടെ വൺ ഓഫ് ദ പേ ബാക്ക് മെത്തേഡിൽ നമ്മൾ പറയുന്നത് ക്യാഷ് ഫ്ലോസ് എത്ര വർഷം കൊണ്ട് തിരിച്ചെടുക്കുന്നതാണ്.
അപ്പോൾ അതിൻ്റെ ട്രൂ പ്രോഫിറ്റബിലിറ്റി എന്തെന്നുള്ളത് നമ്മൾ അസസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിൽ നമ്മൾ പോസ്റ്റ് പേ ബാക്ക് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് 100, അതായത് റിട്ടേൺസ് അവൈലബിൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ വരുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡാണ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഹോൾ ലൈഫിൽ നിന്ന് നമുക്ക് എത്ര റിട്ടേൺ കിട്ടുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. ദിസ് ഈസ് ഓൾസോ കോൾഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ്. നമ്മൾ ഏത് പേരിലും കൂടെ അറിയുന്നു, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മെത്തേഡ് എന്നും കൂടെ അറിയപ്പെടുന്നു. അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്, അല്ലെങ്കിൽ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ പ്രോജക്റ്റ് വിത്ത് ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് സെലക്റ്റഡ്. Under this method, average profit after tax and depreciation is calculated. And this is divided by the capital outlay or total investment in the project. അതായത് ഇവിടെ നമ്മൾ ആവറേജ് പ്രോഫിറ്റ്, ടാക്സ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നതിൻ്റെ ആവറേജ് പ്രോഫിറ്റ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിന്നെ അതിനെന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ ഔട്ട്ലേ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ക്യാപിറ്റൽ ഔട്ട്ലേ അല്ലെങ്കിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ് എന്ന് പറയുന്നത് ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ പ്രോജക്റ്റ് ഇൻറ്റു 100. അതായത് റേറ്റ് ഓഫ് റിട്ടേൺ എത്ര കിട്ടുന്നു എന്ന് നമുക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു മെത്തേഡിലൂടെ. ഈ മെത്തേഡ് അണ്ടർ ദിസ് മെത്തേഡ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആൻഡ് റിലേറ്റഡ് ഇൻകം ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് എംപ്ലോയ്ഡ് ഇൻ അക്കൗണ്ടിങ്. അടുത്ത വരുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡാണ്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ വൺ ഓഫ് ദ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ഓർ ടൈം അഡ്ജസ്റ്റഡ് മെത്തേഡാണ്. ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ ഇവാലുവേറ്റിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ആണ്. ദിസ് മെത്തേഡ് ടേക്സ് ഇൻ ടു കൺസിഡറേഷൻ ദ ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് അറ്റംപ്റ്റ്സ് ടു കാൽക്കുലേറ്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഇൻട്രൊഡ്യൂസിങ് ടൈം എലമെൻറ്റ്. ടൈം എലമെൻറ്റിൻ്റെ ബേസിൽ നമ്മൾ അതിൽ നിന്ന് എത്ര റിട്ടേൺ കിട്ടുന്നു എന്നുള്ളത് കാൽക്കുലേറ്റ്. ദെൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ഒരു രൂപയുടെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 1/1+r റേസ് ടു n, വേർ r എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് റേറ്റ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, a1/1+r പ്ലസ് a2/1+r ഹോൾ സ്ക്വയർ പ്ലസ് a3/1+r ഹോൾ ക്യൂബ് എക്സെട്ര an/1+r റേസ് ടു n. നെക്സ്റ്റ് വരുന്നത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തഡാണ്. ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണിയാണ്. ഇറ്റ് ഓൾസോ നോൺ ആസ് ടൈം അഡ്ജസ്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ, അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഈ മെത്തേഡിൽ ക്യാഷ് ഫ്ലോ ഓഫ് എ പ്രോജക്റ്റ് ആർ ഡിസ്കൗണ്ടഡ് അറ്റ് എ സ്യൂട്ടബിൾ റേറ്റ്. ഒരു സ്യൂട്ടബിൾ റേറ്റിൽ നമ്മൾ ക്യാഷ് ഫ്ലോ, ഒരു പ്രോജക്റ്റിൻ്റെ ക്യാഷ് ഫ്ലോ ഡിസ്കൗണ്ട് ചെയ്യുന്നു, വിച്ച് ഇക്വേറ്റ്സ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ so calculated to amount of investment. ഈ മെത്തേഡിൽ ഡിസ്കൗണ്ട് റേറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇൻറ്റേർണലി ആൻഡ് ദ മെത്തേഡ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്. Internal rate of return can be defined as that rate of discount at which the present value of cash flows is equal to the present value of cash outflows. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് C is equal to a1/1+r plus a2/1+r whole square etc. an/1+r the whole raised to n. C എന്ന് പറയുന്നത് ഇനീഷ്യൽ ഔട്ട്ലേ ആണ്. This method measures the rate of return which earnings are expected to yield on investment. The discounted rate of return is the rate of interest which, when applied to a series of future cash flows, bring the sum of their present values to the same level as the original investment. The merit of internal rate of returns are: it considers the time value of money, it considers the cash flows over the entire life of the project, and the calculation of the cost of capital is not precondition for the use of this method. Next one വരുന്നത് profitability index method ആണ്. ഈ മെത്തേഡ് based on the time adjusted techniques and also called desirability factor or benefit cost ratio. Benefit cost ratio is the relationship between present value of cash inflows and the present value of cash outflows. What is done is to be divide the present value of the benefit by the present value of cost. അതായത്
ബെനിഫിറ്റ് കോസ്റ്റ് ഓർ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്, അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ, അതുമല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റ് ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് കോസ്റ്റ്. Next we can discuss module 3, organizing financial asset. First comes balance sheet. A balance sheet is prepared by a business concern in order to measure the exact financial position of a business on a particular date. ഒരു പെർട്ടിക്കുലർ ഡേറ്റിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ എന്ത്, ഒരു ബിസിനസ് ഫേമിൻ്റെ ഒരു പെർട്ടിക്കുലർ ഡേറ്റിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ എന്ത് എന്ന് കാണിക്കുന്നതാണ് ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതായത് ആ ഫേമിൻ്റെ അസറ്റ്സും ലയബിലിറ്റീസും കാണിക്കുന്നു, അല്ലെങ്കിൽ അതിന് എത്ര ബാധ്യതയുണ്ട്, അതുപോലെ എത്ര ക്രെഡിറ്റ്സ് ഉണ്ട്, ഇത് കാണിക്കുന്നതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് നമ്മൾ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നും കൂടെ പറയുന്നു. അത് ആ ഒരു പൊസിഷൻ, അതായത് ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് കൺസേണിൻ്റെ പൊസിഷൻ എന്താണെന്ന് അവിടെയുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ മാത്രമേ ആ ഒരു ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആവുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നത്തെ വരുമാനം, ഇന്നത്ര ക്രെഡിറ്റ് എത്രയാണ്, ഇന്നത്ര ലയബിലിറ്റി എത്രയാണ്, അത് ആയിരിക്കില്ല നാളെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡേറ്റിനെ വെച്ചിട്ടാണ്. പിന്നെ വരുന്നത് അതിൻ്റെ ബാലൻസ് ഷീറ്റിൻ്റെ ഫീച്ചേഴ്സാണ്. ഒന്നാമത് വരുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് ആൻഡ് ട്രൂ ഓൺലി ഓൺ ദാറ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു. പിന്നെ വരുന്നത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ അറേഞ്ച്ഡ് ഇൻ എ പെർട്ടിക്കുലർ ഓർഡർ. അവിടെ അസറ്റ്സും ലയബിലിറ്റീസും ഒരു പെർട്ടിക്കുലർ ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുക. അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റ്സും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റീസും ആയിരിക്കും കാണിക്കാം. അതായത് ഒരു ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ 2 കോളം ഉണ്ടാവും. ആ കോളത്തിൽ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് അസറ്റ്സും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റീസും ഉണ്ടായിരിക്കും. Then third one, balance sheet discloses the detailed nature of assets and liabilities. അത് അസറ്റ്സും ലയബിലിറ്റീസും കാണിക്കുന്നത് പറഞ്ഞാൽ അതിന് ഡീറ്റെയിൽഡ് നേച്ചർ, അതായത് ഏത് തരത്തിലുള്ള അസറ്റുകളാണ്, ഏത് തരത്തിലുള്ള ലയബിലിറ്റീസ് ആണ്, അതായത് ഫിക്സഡ് അസറ്റ് ആണോ, കറണ്ട് അസറ്റ് ആണോ, അതുപോലെ കറണ്ട് ലയബിലിറ്റി ആണോ, ഫിക്സഡ് ലയബിലിറ്റി ആണോ, ആ ഡീറ്റെയിൽഡ് നേച്ചറും കൂടെ ബാലൻസ് ഷീറ്റ് കാണിക്കും. പിന്നെ വരുന്നത് ബാലൻസ് ഷീറ്റ് സാറ്റിസ്ഫൈസ് ദ ഫോർമുല അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ്. അല്ലേ, അസറ്റ് എന്ന് പറയുന്നത് ലയബിലിറ്റീസ് ആയിരിക്കും, അസറ്റും ലയബിലിറ്റീസും ഈക്വൽ ആയിരിക്കും. അതായത് ഇന്നത്തെ അസറ്റ് എത്രയുണ്ടോ അതിനോട് ഈക്വലൻ്റ് ആയിരിക്കും ലയബിലിറ്റീസും. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ആയിരിക്കും. അതുപോലെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, അസറ്റ് മൈനസ് ലയബിലിറ്റീസ്. അതായത് ടോട്ടൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. നെക്സ്റ്റ് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആണ്. അസറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും. അത് ആ ഒരു ബിസിനസ് ഫേമിൻ്റെ ക്യാഷ്, സ്റ്റോക്ക്, ബുക്ക് ഡെബ്റ്റ്സ്, ലാൻഡ്, ബിൽഡിങ്സ് ഇതെല്ലാം വരുന്നതാണ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് അവരുടെ കയ്യിലുള്ളത്, അവർക്ക് എത്ര ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് അസറ്റ്. ആ അസറ്റ് ഫിക്സഡ് അസറ്റും ഉണ്ട്, കറണ്ട് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് പെർമനൻറ്റ് നേച്ചറുള്ള അസറ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഫേമിലെ ബിൽഡിങ്, ലാൻഡ്, മെഷീനറി, ഫർണിച്ചർ ഇത്തരം കാര്യങ്ങളുണ്ടാവില്ല, അതെല്ലാം ഫിക്സഡ് അസറ്റ്. അതേസമയം കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഒരു ഹെൽപ്പ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ഒരു കുറഞ്ഞ സമയത്തേക്കുള്ളത്. അതായത് ദേ ആർ അസറ്റ്സ് acquired with the intention of converting them into cash or consuming them during the normal operating cycle of business. അതായത് ബിസിനസ്സിൻ്റെ ആ ഒരു സമയത്ത് അവിടെ ഒന്നുകിൽ അത് ആ ഒരു നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളത്. അതായത് കുറഞ്ഞ പീരീഡ് ഓഫ് ടൈം മാത്രമേ അതുണ്ടാവുള്ളൂ. അത് ഒന്നുകിൽ അത് ക്യാഷ് ആവാം, അല്ലെങ്കിൽ അതെന്താവാം റോ മെറ്റീരിയൽസ് ആവാം, അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആവാം. അതെല്ലാം എന്താണ് കറണ്ട് അസറ്റിൽ വരുന്നതാണ്. ഇനി അതുപോലെ ലയബിലിറ്റീസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ലയബിലിറ്റീസ് എന്ന് പറയുന്നത് അതിൻ്റെ ബാധ്യതകളാണ്. നമ്മൾ അസറ്റ് എന്ന് പറയുന്നത് അവരുടെ ക്രെഡിറ്റ് ആണെങ്കിൽ ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ബാധ്യതയാണ്. ഈ ലയബിലിറ്റീസ്
ഒരു ഔട്ട്സൈഡർക്ക് ആ ഒരു ബിസിനസ്സിൻ്റെ മേലെയുള്ള ക്ലെയിമാണ്. ഒരു ഔട്ട്സൈഡറിന് ആ ഒരു ബിസിനസ്സിന് മേലുള്ള ക്ലെയിമിനെയാണ് നമ്മൾ ലയബിലിറ്റി എന്ന് പറയുന്നത്. രണ്ട് രീതിയിലുള്ള ലയബിലിറ്റി ഉണ്ട്, കറണ്ട് ലയബിലിറ്റിയും ലോങ് ടേം ലയബിലിറ്റിയും. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത് ദീസ് ആർ ലയബിലിറ്റീസ് വിച്ച് ബിക്കെയിം ഡ്യൂ ആൻഡ് പേയബിൾ വിത്തിൻ എ ഷോർട്ട് പീരിയഡ് ടൈം. ഒരു കുറഞ്ഞ പീരിയഡ് ഓഫ് ടൈം, അതായത് യൂഷ്വലി അത് ഒരു വർഷത്തിനുള്ളിൽ വരുന്ന ഒരു പീരിയഡ് ഓഫ് ടൈമിൽ നമുക്ക് വരുന്ന ബാധ്യതയാണ് ഇതിനെ നമ്മൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. അത് ബിൽ പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇതെല്ലാമാണെന്ന് വരുന്നത് കറണ്ട് ലയബിലിറ്റീസ് വരുന്നത്. അതേസമയം ലോങ് ടേം ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു വർഷത്തിന് മുകളിൽ ഉള്ള വരുന്ന ബാധ്യത. അതായത് നമ്മൾ ലോങ് ടേം ലോൺസ് എടുക്കുക, ഡിബഞ്ചേഴ്സ്, അങ്ങനെയൊക്കെ വരുന്നത് എന്താണ്, ലോങ് ടേം ലയബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഫിക്സഡ് ലയബിലിറ്റീസ് ആണ്. അടുത്ത വരുന്ന അറേഞ്ച്മെൻറ്റ് ഓഫ് അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസെറ്റ്സും ലയബിലിറ്റീസും അറേഞ്ച് ചെയ്യുന്നത്. അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നമ്മൾ രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു. ഒന്ന് ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ്. ഒന്നാമത് വരുന്നത് എന്താണ്, ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ്. ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപോലെയുള്ളതെല്ലാം ഒന്നിച്ച് വരും അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ ഗ്രൂപ്പിംഗ് എന്ന് പറയും. അതേസമയം സിമിലർ നേച്ചറുള്ളതെല്ലാം കൂടെ ഒന്നിച്ച് വരുമ്പോൾ അതിനെ ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നു. പിന്നെ വരുന്നത് മാർഷലിംഗ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഓർഡറിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനെ മാർഷലിംഗ് എന്ന് പറയുന്നു. അപ്പോൾ അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഒരേപോലെയുള്ളത്, അതായത് സിമിലർ നേച്ചറിലുള്ളതെല്ലാം കൂടെ ഒന്നിച്ച് വയ്ക്കുമ്പോൾ അതിനെ നമ്മൾ ഗ്രൂപ്പിംഗ് എന്ന് പറയും. അതേസമയം ഒരു പെർട്ടിക്കുലർ ഓർഡറിലെല്ലാം കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മാർഷലിംഗ് എന്ന് പറയും. ഇനി അസെറ്റ്സും ലയബിലിറ്റീസും ബാലൻസ് ഷീറ്റിൽ അറേഞ്ച് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഒന്ന് ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയും മറ്റൊന്ന് ഓർഡർ ഓഫ് പെർഫോമൻസും ആണ്. അറേഞ്ചിങ് ദ അസെറ്റ്സ് ഇൻ ഓർഡർ ഓഫ് realizability and placing liabilities in the order of urgency of payment is known as liquidity order. Liquidity order എന്ന് പറയുന്നത് നമ്മളതിനെ ഏർജൻസിയാണ്. ഓർഡർ ഓഫ് ഏർജൻസീൻ്റെ ബേസിൽ നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ലിക്വിഡ് ഫോം എന്ന് പറയുന്നത് ക്യാഷ് ഫോം എന്നുള്ള മീനിങ് അല്ലേ. അപ്പോൾ അതായത് പെട്ടെന്ന് ഉള്ള കാര്യങ്ങൾ, അതാണ് ലിക്വിഡിറ്റിയിൽ പറയുന്നത്. അപ്പോൾ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് placing liabilities in the order of urgency of payment. In case of assets, cash in hand being the most liquid asset shown firstly, while goodwill being the least liquid asset is shown lastly. അതായത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ് ഏറ്റവും മോസ്റ്റ് ലിക്വിഡ് അസറ്റ്. അതേസമയം ഗുഡ്വിൽ എന്ന് പറയാം, അതായത് ഫേമിനെ കുറിച്ചുള്ള ഗുഡ്വിൽ, അതാണ് ലീസ്റ്റ് ലിക്വിഡ് അസറ്റ്. അത് ലാസ്റ്റ് ആയിരിക്കും കാണിക്കാം. Then in case of liabilities, the most urgent one to be immediately is shown first and least urgent to be paid as shown as last. Liabilitiesന്റെ കേസിൽ മോസ്റ്റ് അർജൻറ്റിനെ ഫസ്റ്റും ലീസ്റ്റ് അർജൻറ്റിനെ ലാസ്റ്റും ആയിരിക്കും കാണിക്കാം. ഇനി അടുത്ത് വരുന്നത് ടൈം വാല്യൂ ഓഫ് മണിയാണ്. Most of the financial decisions, such as acquisitions of assets or procurement of funds, affect firms' cash flows in different time periods. If the firm acquires an asset today, it will require an immediate cash outlay, but the benefit of this asset will be received in future. That is, ഒരു ഫേം ഒരു അസറ്റ് ഇന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് കൊടുക്കണം. പക്ഷെ അതിൽ നിന്നുള്ള റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, പിന്നെ കിട്ടുള്ളൂ അല്ലേ, ഇൻ ഫ്യൂച്ചറിലായിരിക്കും. ദി കൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി ഈസ് ദാറ്റ് ദ വാല്യൂ ഓഫ് മണി റിസീവ്ഡ് ടുഡേ ഈസ് മോർ ദാൻ ദ വാല്യൂ ഓഫ് ദ സെയിം എമൗണ്ട് ഓഫ് മണി റിസീവ്ഡ് ആഫ്റ്റർ എ സെർട്ടൻ പീരീഡ്. ഇപ്പോൾ ടൈം വാല്യൂ ഓഫ് മണി പറയുന്നത് ഇന്ന് നമ്മളൊരു പണം കിട്ടുകയാണെങ്കിൽ ആ പണത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഭാവിയിൽ അതേ എമൗണ്ട് പണം നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അത് ഇന്നത്തെ പണത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഭാവിയിൽ
അത്ര ഉണ്ടാവില്ല, ഇന്നത്തെ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും. ദാറ്റ് ഈസ് മണി റിസീവ്ഡ് ഇൻ ദ ഫ്യൂച്ചർ ഈസ് നോട്ട് ആസ് വാല്യുബിൾ ആസ് മണി റിസീവ്ഡ് ടുഡേ. നമ്മളിപ്പോൾ ഈ ഒരു ഇൻഫ്ലേഷണറി ട്രെൻഡോട് നമുക്ക് തന്നെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. മുമ്പ് നമുക്കൊരു 100 രൂപ എന്നതിൻ്റെ വാല്യൂ ഇന്ന് ആ 100 രൂപയ്ക്കില്ല അല്ലേ. അതായത് സമയം പോകുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് വരുന്നുണ്ട്, പണത്തിൻ്റെ വാല്യൂ കുറഞ്ഞു വന്നിരിക്കുന്നു. ദ സൂണർ വൺ റിസീവ്സ് മണി ദ ബെറ്റർ ഇറ്റ് ഈസ്. ദിസ് ഫിനോമിനൻ ഈസ് റെഫേർഡ് ടു ആസ് ടൈം പ്രിഫറൻസ് ഫോർ മണി. അതായത് നമുക്ക് ഇന്ന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ കിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് പണം തിരിച്ചു കിട്ടുന്നോ അതാണ് ഏറ്റവും നല്ലത്. അതിനെ നമ്മൾ ടൈം പ്രിഫറൻസ് ഫോർ മണി എന്ന് പറയുന്നു. ദെൻ ടൈം പ്രിഫറൻസ് ഫോർ മണിയുടെ റീസൺസ്. ഒന്നാമത്തെ, ഫ്യൂച്ചർ ഈസ് ഓൾവേസ് അൺസർട്ടൈൻ ആൻഡ് ഇൻവോൾവ്സ് റിസ്ക്. അതായത് നമുക്ക് എത്രയും പെട്ടെന്ന് പണം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ടൈം പ്രിഫറൻസ് ഫോർ മണി എന്ന്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഈസ് ഓൾവേസ് അൺസർട്ടൈൻ അല്ലേ. ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്, അതുപോലെ തന്നെ അവിടെ റിസ്ക്കും ഉണ്ട്. രണ്ടാമത്തെ വരുന്നത് ജനറലി പീപ്പിൾ പ്രിഫർ ടു യൂസ് ദെയർ മണി ഫോർ സാറ്റിസ്ഫൈങ് ദെയർ പ്രസൻറ്റ് നീഡ്സ് ദാൻ ഡിഫറിങ് ദം ഫോർ ഫ്യൂച്ചർ. നമ്മളെല്ലാവരും നമ്മുടെ പണം ഉപയോഗിച്ചിട്ട് ഇന്നത്തെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാണ്, അല്ലാതെ ഭാവിയിൽ ആ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക എന്നതിനോട് താല്പര്യപ്പെടുന്നില്ല. പിന്നെ വരുന്നത് മണി ഹാസ് ടൈം വാല്യൂ ബിക്കോസ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ടു ഇൻവെസ്റ്റ് മണി അറ്റ് ഏർലിയർ ഡേറ്റ്സ് അറ്റ് സം ഇൻട്രസ്റ്റ് ടു എൻഹാൻസ് ഫ്യൂച്ചർ ഏർണിങ്സ്. അതായത് നമുക്ക് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് അവിടെ എന്താണ്, ആളുകൾ എല്ലായ്പ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടി ഫ്യൂച്ചർ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ടൈം പ്രിഫറൻസ് ഫോർ മണി പറയുന്നത്. ഇനി വരുന്നത് ടെക്നിക്സ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണിയാണ്. അതായത് ദർ ആർ 2 ടെക്നിക്സ് ഫോർ അഡ്ജസ്റ്റിംഗ് ദ ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി അഡ്ജസ്റ്റ് ചെയ്യാൻ 2 ടെക്നിക്സ് ആണ്. ഒന്ന് കോമ്പൗണ്ടിങ് ഓർ ഫ്യൂച്ചർ വാല്യൂ അപ്രോച്ചും, 2 ഡിസ്കൗണ്ടിങ് ഓർ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്കും. ഒന്നാമത് കോമ്പൗണ്ടിങ് ഓർ ഫ്യൂച്ചർ വാല്യൂ അപ്രോച്ച് നോക്കാം. The future value shows how much a sum of money becomes at some future period. The future value shows how much a sum of money becomes at some future period. അതായത് ഇന്നത്തെ കുറച്ച് പണം ഭാവിയിൽ എത്രയായിരിക്കും. In compound or future value approach, the money invested today appreciates because the compound interest is added to the principal. അത് ഈ ഒരു അപ്രോച്ചിൽ പറയുന്നതാണ് the money invested today appreciates. ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം എന്ത് ചെയ്യുന്നു, അപ്രീഷിയേറ്റ് ചെയ്യുന്ന കൂടിക്കൊണ്ടിരിക്കുന്നു. ബിക്കോസ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ആഡഡ് ടു ദ പ്രിൻസിപ്പൽ അല്ലെ. പ്രിൻസിപ്പൽ എമൗണ്ടിനോട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റും കൂടെ കൂടുന്നുണ്ട്. ആ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് എന്താണ്, അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. Then the future value at the end of the period 1 can be calculated by using the formula V1 is equal to V0 of 1 plus I. അത് V1 is equal to V0 plus, അതായത് ഒരു ഇയറിൻ്റെ ആണെങ്കിൽ V1 is equal to V0 of 1 plus I ആണ്. അത് V1 എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ അറ്റ് ദ പീരിയഡ് 1 ആണ്. അതായത് പീരിയഡ് 1 ഫ്യൂച്ചറിൽ ഇപ്പം നമ്മളൊരു പണം ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ 1 എന്നുള്ള പീരിയഡിൽ എന്തായിരിക്കും, നമ്മൾ ഏത് പീരിയഡാണോ എടുക്കുന്നത് ആ പീരിയഡിൽ എന്തായിരിക്കും. V0 എന്ന് പറയുന്ന ഒറിജിനൽ എമൗണ്ട്, I എന്ന് പറയുന്ന ഇൻട്രസ്റ്റ്, അതായത് 1 പ്ലസ് I അല്ലേ. 1 പ്ലസ് ഇൻട്രസ്റ്റ് കൂടെ എന്ത് വരുന്നുണ്ട്, നമ്മുടെ ഒറിജിനൽ സമ്മിനോട് വരുന്നു. അതാണ് നമ്മൾ ഏത് ഇയർ ആണോ എന്നുള്ളത്. ഇപ്പോൾ അതിന് നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് n പീരിയഡിനെ ആക്കുകയാണെങ്കിൽ Vn ഈസ് ഈക്വൽ ടു V0 പ്ലസ് 1 പ്ലസ് I ദ ഹോൾ റേസ് ടു n. അതായത് V0 എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ സമ്മാണ്, നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ് എന്നുള്ളത്. ദെൻ 1 പ്ലസ് I, 1 എന്ന് പറയുന്നത് I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്. ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിന് റേസ് ടു n എന്ന് പറയുന്നത് എത്ര പീരീഡിലേക്ക്, നമ്മളിപ്പോൾ 10 വർഷമാണെന്നുണ്ടെങ്കിൽ എന്ത് വരുന്നു, n എന്ന് പറയുമ്പോൾ 10 പ്രാവശ്യം അല്ലേ. 1 പ്ലസ് I നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ 10% ആണ്. അപ്പോൾ 1 പ്ലസ് 10/100, ഇപ്പോൾ 1 പ്ലസ് 10/100 എന്ന് പറയുന്നതാണ് നമ്മുടെ വാല്യൂ. ഈ വാല്യൂ എത്ര വർഷത്തേക്കാണെന്ന് നമ്മൾ 10 ഇയേഴ്സിലേക്കാണെന്ന് പറഞ്ഞു അല്ലേ.
സോറി 10 ഇയേഴ്സിലേക്കാണെങ്കിൽ എന്ത് വരുന്നു 1 + 10/100 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ 10 ടൈംസ് റേസ് ചെയ്യും അല്ലേ. അതും കൂടെ നമ്മളെ ഒറിജിനൽ എമൗണ്ടിനോട് ആഡ് ചെയ്തതാണ് 10 ഇയേഴ്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 100 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്ന 10 വർഷത്തേക്ക് 10% പലിശ. അപ്പം 10% പലിശ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നോക്കുക 10/100 വരും അല്ലേ. അപ്പോൾ ഇവിടെ ഒറിജിനൽ എമൗണ്ട് എന്ന് പറയുന്നത് 100 ആണ്. 100 ഇൻറ്റു 1 + 10/100 ഹോൾ റേസ് ടു 10. അതായത് 1 + 10/100 എന്നുള്ളതിനെ നമ്മൾ 10 ടൈംസ് റേസ് ചെയ്യുന്നു. ആ എമൗണ്ട് കൂടെ നമ്മുടെ ഒറിജിനൽ എമൗണ്ടിലേക്ക് ആഡ് ചെയ്തതാണ് നമുക്ക് 10 ഇയേഴ്സ് കഴിഞ്ഞാൽ കിട്ടുക. നെക്സ്റ്റ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്കൗണ്ടിങ് ഓർ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്കാണ്. ദെൻ പ്രസൻറ്റ് വാല്യൂ ഈസ് ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് കോമ്പൗണ്ട് ഓർ ഫ്യൂച്ചർ വാല്യൂ. പ്രസൻറ്റ് വാല്യൂ ടെക്നിക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ കോമ്പൗണ്ട് ഓർ ഫ്യൂച്ചർ വാല്യൂ ടെക്നിക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. പ്രസൻറ്റ് വാല്യൂ ഷോസ് വാട്ട് ദ വാല്യൂ ഈസ് ടുഡേ ഓഫ് ഫ്യൂച്ചർ സം ഓഫ് മണി. ഫ്യൂച്ചർ സം ഓഫ് മണിയുടെ വാല്യൂ ഇന്ന് എത്രയാണെന്നുള്ളത്. അതായത് ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള 1000 രൂപയുടെ വില ഇന്ന് എന്തായിരിക്കും. അത് ആദ്യത്തെ മെത്തേഡിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഇന്നത്തെ പണം ഒരു 10 വർഷം കഴിയുമ്പോൾ എത്രയാവും എന്നുള്ളത്. അതേസമയം ഒരു 10 വർഷം കഴിഞ്ഞിട്ടുള്ള പണത്തിൻ്റെ വില ഇന്ന് എന്തായിരിക്കും എന്നതാണ് ഡിസ്കൗണ്ടിങ് ഓർ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്കിൽ പറയുന്നത്. ഇറ്റ് ഈസ് എ കറണ്ട് വർത്ത് ഓഫ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. അതായത് ഫ്യൂച്ചർ ക്യാഷിൻ്റെ കറണ്ട് വാല്യൂ ആണ് ഡിസ്കൗണ്ടിങ് ഓർ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്ക് എന്ന് പറയുന്നത്. ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് മണി ടു ബി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ ഡേ will be less because we have lost the opportunity of investing it at some interest. അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് മണി ടു ബി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ ഡേറ്റ്. ഭാവിയിൽ ഒരു ഡേറ്റിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന പണത്തിൻ്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കും. ബിക്കോസ് വി ഹാവ് ലോസ്റ്റ് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് ഇൻവെസ്റ്റിംഗ് ഇറ്റ് അറ്റ് സം ഇൻട്രസ്റ്റ് അല്ലേ. നമ്മൾ മറ്റ് ചില ഇൻട്രസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഒഴിവാകുന്നതുകൊണ്ട് ഭാവിയിൽ ഉണ്ടാകുന്ന ഇന്നത്തെ പണത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നതായിരിക്കും കുറവായിരിക്കും. ദസ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് മണി ടു ബി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ വിൽ ഓൾവേസ് ബി ലെസ്. അതായത് ഫ്യൂച്ചറിൽ നമ്മൾ കിട്ടുന്ന പണത്തിൻ്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കുറവായിരിക്കും. It is for this reason that the present value technique is called discounting. അതുകൊണ്ടാണ് നമ്മൾ പ്രസൻറ്റ് വാല്യൂ ടെക്നിക്കിനെ ഡിസ്കൗണ്ടിങ് എന്നും ടെക്നിക്ക് എന്നും കൂടെ പറയുന്നത്. ദെൻ പ്രസൻറ്റ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് V0 = V0 എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ എമൗണ്ട് = VN/1 + I അല്ലേ. VN എന്ന് പറയുന്നത് ഏത് ഇയർ ആണോ എന്നുള്ളത്. ഇപ്പോൾ 10th ഇയറിലാണെങ്കിൽ V10 എന്ന് പറയും. ഫ്യൂച്ചർ വാല്യൂ ആണ് VN എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു പ്രസൻറ്റ് വാല്യൂ ഓഫ് 1000 ടു ബി റിസീവ്ഡ് ടു ബി ആഫ്റ്റർ 1 ഇയർ. ഒരു വർഷത്തിന് ശേഷം ഇന്നത്തെ 1000 രൂപ ഒരു വർഷത്തിന് ശേഷം 10% ബാക്കിയാണെങ്കിൽ അവിടെ എന്ത് വരും, 1000/1 + 10/100 അല്ലേ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 9,909 കിട്ടും. നമുക്ക് ഒന്നിലധികം പീരിയഡിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മളെന്തോ V0 = R1/1 + I + R2/1 + I whole square etc. Rn/1 + I the whole raised to n. RT എന്ന് പറയുന്നത് പേയ്മെൻറ്റ് അറ്റ് പീരിയഡ് T ആണ്. RT എന്ന് പറയുന്നത് പേയ്മെൻറ്റ് അറ്റ് പീരിയഡ് T. നമുക്ക് കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ഫോളോയിങ് ക്യാഷ് ഫ്ലോസ് അസ്യൂമിങ് എ ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് 10%. ഫസ്റ്റ് ഇയറിൽ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 1100 ആണ്. സെക്കൻഡ് ഇയറിൽ 2420, തേർഡ് ഇയറിൽ 6655. അങ്ങനെയാണെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് 10% ആണ്. 10% എന്ന് പറയുമ്പം 10/100 അല്ലേ. 10/100
10/100 എന്ന് പറയുന്നത് 0.1 വരും. ഇനി നോക്കുക R1 എന്ന് പറയുന്നത് 1100 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.1 അല്ലേ, അതായത് 1.1 വരും. 1100 ബൈ 1.1 പിന്നെ 2420 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 0.1 the whole square plus 6655 divided by 1 plus 01 whole cube. ടോട്ടൽ എത്ര കിട്ടും? 8000 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്നത് ബ്രേക്ക് ഈവൺ അനാലിസിസ് ആണ്. ബ്രേക്ക് ഈവൺ അനാലിസിസ് റിവീൽസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വോളിയം ആൻഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ on to the one hand and revenue and profits obtained from the sales on the other. അതായത് നമ്മുടെ കോസ്റ്റും ഒരു സൈഡിലെ കോസ്റ്റും ഒരു സൈഡിലെ പ്രോഫിറ്റും, അതാണ് ഈ ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പ്രോഫിറ്റ് അസറ്റും ലയബിലിറ്റിയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ പറഞ്ഞത്. അതേസമയം ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു സൈഡിൽ നമ്മൾ റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ആണെങ്കിൽ മറ്റേ സൈഡിൽ സെയിൽസ് ആണ്. അതായത് നമുക്ക് കിട്ടുന്ന വരുമാനമാണ് ഒന്നെങ്കിൽ നമുക്കത് പ്രോഫിറ്റ് അല്ലെങ്കിൽ സെയിൽസിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതാണ് മറ്റേ സൈഡിൽ. അതായത് അത് രണ്ടും കൂടി ഈക്വൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയാം. അത് ഇറ്റ് ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് റവന്യൂസ് ആൻഡ് കോസ്റ്റ് ഓഫ് ദ ഫേം ഇൻ റിലേഷൻ ടു ഇറ്റ്സ് വോളിയം ഓഫ് സെയിൽസ് ആൻഡ് സ്പെസിഫിക്കലി ദ ഡിറ്റർമിനേഷൻ ഓഫ് ദാറ്റ് വോളിയം അറ്റ് വിച്ച് ദ ഫേംസ് കോസ്റ്റ് ആൻഡ് റവന്യൂസ് വിൽ ബി ഈക്വൽ. അതായത് ഒരു ഫേമിൻ്റെ കോസ്റ്റും റവന്യൂവും ഈക്വൽ ആവുന്ന പോയിൻ്റാണ് നമ്മൾ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു മാർക്സ്, ഖറി ആൻഡ് ഫ്രാങ്ക്, എ ബ്രേക്ക് ഈവൺ അനാലിസിസ് ഇൻഡിക്കേറ്റ്സ് അറ്റ് വാട്ട് ലെവൽ കോസ്റ്റ് ആൻഡ് റവന്യൂ ആർ ഇൻ ഇക്വിലിബ്രിയം. അതായത് കോസ്റ്റും റവന്യൂവും ഇക്വിലിബ്രിയം ആവുന്ന ആ ലെവലാണ് ബ്രേക്ക് ഈവൺ അനാലിസിസ് എന്ന് പറയുന്നത്. ദ ബ്രേക്ക് ഈവൺ അനാലിസിസ് ഹാസ് ബീൻ proved highly useful to the managers in profit forecasting and planning and also in examining the effect of alternative business decisions. അതായത് ബ്രേക്ക് ഈവൺ പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറയുന്ന ഒരു നോ ലോസ് നോ പ്രോഫിറ്റ് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഓരോ ബിസിനസ് ഫേമിൻ്റെ അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ എയിം എന്ന് പറയുന്നത് ആദ്യം എന്താണ്, ഈ നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റിലേക്ക് ബ്രേക്ക് ഈവൺ പോയിന്റിൽ എത്തിച്ചേരുക എന്നാണ്. അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് കൂടുതലും കോസ്റ്റ് കുറവും എന്നുള്ളതിലേക്ക് എത്താൻ പറ്റുക അല്ലേ. അപ്പോൾ ആദ്യം ഒരു നോ പ്രോഫിറ്റ് നോ ലോസ് ബ്രേക്ക് ഈവൺ പൊസിഷനിൽ എത്താം. നെക്സ്റ്റ് കംസ് ബ്രേക്ക് ഈവൺ പോയിന്റ്. ഈ ബ്രേക്ക് ഈവൺ അനാലിസിസിൽ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് നോക്കാം. ബ്രേക്ക് ഈവൺ പോയിന്റ് മേ ബി ഡിഫൈൻഡ് അറ്റ് ദാറ്റ് ലെവൽ ഓഫ് സെയിൽസ് അറ്റ് വിച്ച് ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ആർ ഈക്വൽ. അത് ഏത് ലെവലാണോ ഏത് ലെവൽ ഓഫ് സെയിലാണ് ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആവുന്നത്, അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൺ പോയിന്റ്. ഒരു പെർട്ടിക്കുലർ സെയിൽ, ഇപ്പോൾ നമ്മളൊരു 100th യൂണിറ്റ് സെയിൽ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ റവന്യൂവും കോസ്റ്റും ഈക്വൽ ആവുന്നത്. അപ്പോൾ ആ 100 എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രേക്ക് ഈവൺ പോയിന്റ് പറയുന്നത്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ്. It is a specific level of activity or volume of sales where the firm break even, that is TC equals TR. That TC TR equal ചെയ്യുന്ന point. If the firm produces and sells less than what is suggested by break even point, it would incur loss. അല്ലേ, അപ്പോൾ ഈ ബ്രേക്ക് ഈവൺ പോയിന്റിൽ കുറവായിട്ടാണ് അവർ സെയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരും, ലോസ് ആയിരിക്കും. അതേസമയം ഈ ബ്രേക്ക് ഈവൺ പോയിന്റിനേക്കാൾ കൂടുതൽ, അപ്പോൾ അതായത് 100th യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർ ബ്രേക്ക് ഈവൺ പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ 99th യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ലോസ് ആയിരിക്കും. അതേസമയം 101 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റിലേക്കും പോകും. The main objective of break-even analysis is not simply to spot the break-even point, but to develop an understanding of the relationships of cost, price and volume within a company's practical range of operations. അതായത് വെറുതെ നമ്മൾ ആ ഒരു ഏത് പെർട്ടിക്കുലർ യൂണിറ്റിലാണ് ബ്രേക്ക് ഈവൺ എത്തുക എന്നുള്ളതല്ല ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് മാത്രമല്ല, അതായത് അവിടെയുള്ള കോസ്റ്റും പ്രൈസും തമ്മിലുള്ള വോളിയം ഓഫ് പ്രൊഡക്ഷനും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ അതെന്തെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് അവിടെ കോസ്റ്റും പ്രൈസും എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് അനലൈസ് ചെയ്യാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബ്രേക്ക് ഈവൺ പോയിന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് കംസ് ബ്രേക്ക് ഈവൺ ചാർട്ട്. Then we can represent break-even point with the help of a break-even chart. Break-even chart is very useful in the break-even analysis
as it helps the management in visualizing the profit or loss implication at different levels of sales. അതായത് ബ്രേക്ക് ഈവൻ ചാർട്ടിൽ നമുക്ക് ഓരോ പെർട്ടിക്കുലർ പോയിന്റിലുള്ള സെയിലും ടോട്ടൽ കോസ്റ്റ് ടോട്ടൽ റവന്യൂ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. Break-even charts are being used in recent years by the managerial economists, company executives and government agencies in order to find out the break-even point. It shows the extent of profit or loss to the firm at different levels of activity. It is an excellent instrument panel for guidance and controlling of business for the managers. Then a typical break-even chart നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ഈ ഒരു ഫേമിൻ്റെ കോസ്റ്റ് വൈ ആക്സിസിലും റവന്യൂ എക്സ് ആക്സിസിലുമായി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ ടോട്ടൽ റവന്യൂ കർവ് എന്ന് പറയുന്നത് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ 0 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. അവിടുന്ന് പ്രൊഡക്ഷൻ താഴെയുള്ള ഔട്ട്പുട്ടിൻ്റെ അളവ് കൂടുന്നതിന് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ റവന്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി നോക്കാം, കോസ്റ്റ് കർവ് നോക്കാം. കോസ്റ്റ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അത് ആ പെർട്ടിക്കുലർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ആണ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ 0 ആണ്. ഫിക്സഡ് കോസ്റ്റിൻ്റെ സമയത്ത് ഈ ഒറിജിനിലേക്ക് ഒറിജിൻ ആണ് അല്ലേ. ഈ ഫിക്സഡ് കോസ്റ്റ് ഒരു അതായത് ടോട്ടൽ റവന്യൂ 0 ആയിരിക്കുന്ന സമയത്തും എന്തുണ്ടാവും, ഒരു ഫിക്സഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ നടക്കുന്നില്ലെങ്കിലും നമുക്ക് അവിടെ എന്താ ചില കോസ്റ്റ് നമ്മൾ എപ്പോഴും ഇൻകർ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മളിപ്പോൾ അവിടെ ബിൽഡിങ് റെൻറ്റിന് എടുത്തിട്ടുണ്ടെങ്കിൽ ആ റെൻറ്റ് നമ്മൾ കൊടുക്കണം. ദെൻ മിനിമം ഒരു ഇലക്ട്രിസിറ്റി ചാർജ് അത് കൊടുക്കണം. ദെൻ മാനേജേഴ്സ് അല്ലെങ്കിൽ പെർമനൻറ്റ് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരുടെ സാലറി അതെല്ലാം എന്താണ്, ഫിക്സഡ് ആണ് അല്ല. അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു എമൗണ്ട്, ആ ഫിക്സഡ് കോസ്റ്റ് നിന്നാണ് ടോട്ടൽ കോസ്റ്റ് തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് മുകളിൽ നിന്നാണ്, ടോട്ടൽ റവന്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 എന്നാണ്. അതിൻ്റെ റീസൺ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നോക്കുക, അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന തുടക്കത്തിൽ എന്ത് വരുന്നുണ്ട്, ടോട്ടൽ കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടോട്ടൽ റവന്യൂ. ടോട്ടൽ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടൽ റവന്യൂവിനേക്കാൾ കൂടുതലാണ്. ഗ്രാജുവലി ഔട്ട്പുട്ടിൻ്റെ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് എന്ത് വരുന്നു, ടോട്ടൽ റവന്യൂ ബിക്കംസ് മോർ ദാൻ ടോട്ടൽ കോസ്റ്റ് അല്ലേ. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നോക്കുക, ക്യൂ സ്റ്റാർ എന്നുള്ള പറയുന്ന ഔട്ട്പുട്ടിൽ നോക്കുക, അവിടെ എന്ത് വരുന്നുണ്ട്, ടോട്ടൽ കോസ്റ്റും ടോട്ടൽ റവന്യൂവും ഈക്വലാണ്. ആ ഒരു പോയിന്റിലാണ് നമ്മൾ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ് ആണ്. ദെൻ ആ നോ പ്രോഫിറ്റ് നോ ലോസിൻ്റെ പോയിന്റ് ലെഫ്റ്റ് സൈഡ് എന്താണ്, ലോസ് ആണ്. അതേസമയം റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. ദെൻ പിന്നെ അതായത് ആ ക്യൂ സ്റ്റാർ കഴിഞ്ഞിട്ടും പ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ അവിടെ ഓരോ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഫേമിന് എന്ത് വരുന്നുണ്ട്, റവന്യൂ കൂടുന്നു. ദെൻ ഇനി ഒരു നോൺ ലീനിയർ റവന്യൂ ഫംഗ്ഷൻ ആയിട്ടും നമുക്ക് ഈ ഒരു ഗ്രാഫിനെ കാണിക്കാൻ പറ്റും. വെൻ ABC ചേഞ്ചസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് ദ കോസ്റ്റ് ഫംഗ്ഷൻ വിൽ ബി ലീനിയർ. ദെൻ ദിസ് TR ഈസ് ലീനിയർ വെൻ വി അസ്യൂം പ്രൈസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ TR ലീനിയർ ആണ്, അതേസമയം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് നോൺ ലീനിയർ ആണ്. ഇവിടെ അതുപോലെ തന്നെ ലോസ് ഫസ്റ്റ് സ്റ്റേജ് Q1 എന്ന് പറയുന്നത് എന്താണ്, നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ ആണ്. അതിനുശേഷം പ്രൊഡക്ഷൻ നടക്കുമ്പോൾ എന്ത് വന്നു, പ്രോഫിറ്റ് വരുന്നു. പക്ഷേ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് അത് കഴിഞ്ഞിട്ട് ഫർദർ സ്റ്റേജ് എത്തുമ്പോൾ എന്ത് വരുന്നു, എഗെയിൻ ടോട്ടൽ കോസ്റ്റ് ബിക്കംസ് ഗ്രേറ്റർ ദാൻ ടോട്ടൽ റവന്യൂ. നെക്സ്റ്റ് കംസ് മോഡ്യൂൾ 4 ഇൻട്രൊഡക്ഷൻ ടു ഡിമാൻഡ് എസ്റ്റിമേഷൻ. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളെ എക്കണോമിക്സ് മുഴുവൻ, അതായത് നിങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം അതിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത ഈസി ആയിട്ടുള്ള ഒരു പോർഷനാണ്, ഒരു മോഡ്യൂളാണ് ഈ ഒരു 4th മോഡ്യൂൾ എന്ന് പറയുന്നത്. അതിൽ ആദ്യം വരുന്നത് ഡിമാൻഡാണ് അല്ലേ. ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഡിഗ്രി ഫസ്റ്റ് സെമ്മ മുതൽ പഠിക്കുന്നതായതുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റിൽ ബുദ്ധിമുട്ടില്ല. ആദ്യം ഡിമാൻഡ് ഫംഗ്ഷൻ നോക്കാം. ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ സെവറൽ ഫാക്ടേഴ്സ്. An individual's demand for a commodity depends on the price of the commodity, his income, prices of related commodities,
his taste and preferences, advertisement expenditure made by the producers of the commodity, expectations, etc. അതായത് ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എന്ന് പറയുന്നത്, ഒരു കമ്മോഡിറ്റി ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വലിൻ്റെ തന്നെ ഇൻകം, ആ കമ്മോഡിറ്റിയുടെ പ്രൈസ്, അതോട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കമ്മോഡിറ്റീസിൻ്റെ പ്രൈസ്, ദെൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി QXD, അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് പ്രൈസ് ഓഫ് എക്സ്, income of the individual, then price of the related commodities, taste and preference of the consumer, then advertisement expenditure, expectations. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്, അതിൽ ഫർദർ ക്ലാരിഫിക്കേഷൻ ആവശ്യമില്ല. ഫോർ മെനി പർപ്പസ് ഇൻ എക്കണോമിക്സ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഫോക്കസ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ ഗുഡ് ആൻഡ് ഇറ്റ്സ് ഓൺ പ്രൈസ് while keeping other determining factors constant. അല്ലേ, അപ്പോൾ എക്കണോമിക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ള ഫാക്ടേഴ്സ്, അതായത് ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്നത് ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് ഒഴികെ മറ്റു ഫാക്ടേഴ്സിനെല്ലാം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. അതായത് അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഡിമാൻഡ് ഫംഗ്ഷനെ QXD ഈസ് ഈക്വൽ ടു എഫ് ഓഫ് PS, പ്രൈസ് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ മാറ്റി എഴുതും. പിന്നെ വരുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ്. അതായത് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് ഓൺ പ്രൈസ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ദെൻ പ്രൈസ്, ഒരു കമ്മോഡിറ്റി ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം അവിടെ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലേ, അത് പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്നാണ് നമ്മൾ ഡിമാൻഡ് തിയറത്തിൽ പറയുന്നത്, അല്ലേ. വെൻ പ്രൈസ് ഇൻക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസസ് എന്ന്. അതേസമയം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ പറയുന്നത് ഹൗ മച്ച് ഇറ്റ് ഈസ് റെസ്പോണ്ട്, അതായത് പ്രൈസിലുണ്ടാകുന്ന വേരിയേഷൻസിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ നമ്മൾ പറഞ്ഞു പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ട്. പക്ഷേ ആ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എത്രത്തോളം ചേഞ്ചസ് അതിൽ വരുന്നു എന്നുള്ളതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറയുന്നത്. അതായത് ഹൗ മച്ച്, എത്രത്തോളം ചേഞ്ചസ് വരുന്നു. നമ്മൾ ഇൻവേഴ്സ് റിലേഷൻ ആണെങ്കിൽ എല്ലാ കമ്മോഡിറ്റീസിനും ഇൻവേഴ്സ് റിലേഷനിലും ഒരുപോലെ ആവണമെന്നില്ല, കമ്മോഡിറ്റിയുടെ നേച്ചറിനനുസരിച്ച് വ്യത്യാസപ്പെടും. അതാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. അതായത് ഇലാസ്റ്റിസിറ്റി മെഷേഴ്സ് ദ സെൻസിറ്റിവിറ്റി ഓഫ് വൺ വാരിയബിൾ ടു അനദർ. ഒരു വാരിയബിളിൽ നിന്ന് മറ്റൊരു വാരിയബിൾക്ക് എത്രത്തോളം അത് സെൻസിറ്റീവ് ആണ് എന്നുള്ളതാണ് ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നത്. Specifically, it is a number that tells us the percentage change that will occur in the variable in response to 1% increase in another variable. അതായത് ഒരു പെർസെൻറ്റേജ് ചേഞ്ച് ഒരു വാരിയബിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റേ വാരിയബിളിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നത്. Therefore, elasticity of demand refers to the sensitiveness or responsiveness of quantity demanded of a good to a change in its own price, income and price of related goods. Accordingly, there are three kinds of elasticity of demand. They are price elasticity of demand, income elasticity of demand and gross elasticity of demand. First comes price elasticity of demand. Price elasticity of demand refers to the responsiveness or sensitiveness of quantity demanded of a good to changes in its own price. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്രത്തോളം ചേഞ്ചസ് വരുന്നു എന്നതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറയുന്നത്. അത് ഇൻ ഓർഡർ ടു ഹാവ് എ മെഷർ ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ ഗുഡ് ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ് ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്, Alfred Marshall defined in terms of percentage or relative change in quantity demanded to price. ആൽഫ്രഡ് മാർഷൽ മെഷർ ചെയ്യുന്നത് റിലേറ്റീവ് ചേഞ്ചിൽ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ചിലാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നത്. ദെൻ ആസ് സച്ച് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഗിവൺ ബൈ percentage change in quantity demanded of a good divided by percentage change in price. Elasticity of demand is equal to percentage change in quantity demanded of a commodity or good divided by percentage change in price. പിന്നെ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ചിന് ഡെൽറ്റ ക്യൂ എന്ന് കൊടുക്കാം, പെർസെൻറ്റേജ് ചേഞ്ചിന് പ്രൈസിന് ഡെൽറ്റ പി എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ പി ബൈ പി, അതായത് ഡെൽറ്റ ക്യൂ ബൈ ക്യൂ ഇൻറ്റു പി ബൈ ഡെൽറ്റ പി.
ആണ് measurement. Then the price elasticity of demand is measured by a ratio, the percentage change in quantity demanded divided by percentage change in price that brought it about. Then delta Q by delta P into P by Q എന്നുള്ള equation. For normal negatively sloped demand curves, price elasticity will be negative. നോർമൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നതാണ് ഡൗൺവേർഡ് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആണ്. അവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി നെഗറ്റീവ്. പക്ഷേ ആ നെഗറ്റീവ്നെസ് എന്ന് പറയുന്നതിലും എന്ത് പറയുന്നുണ്ട്, വ്യത്യാസം വരും. അതുകൊണ്ട് as such price elasticity of demand is a pure number, that is it has no units of measurement attached to. This allows meaningful comparison between the price elasticity of demand or different commodities. Then this above mentioned formula, that is delta Q by delta P into P by Q, is called point elasticity measurement. Then since price elasticity being measured at a point on a market demand curve, we are assuming that all other factors that affect market demand remain fixed. Next comes degrees of price elasticity of demand. അതായത് വാല്യൂ ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വാല്യൂസ് ഫ്രം 0 to ഇൻഫിനിറ്റി. അതായത് ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ 0 ഇൻഫിനിറ്റി വരെ വാല്യൂ ചെയ്തിരിക്കാം. 0 ഏറ്റവും മിനിമം അപ്പോൾ 0 ആണ്, ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അതില്ല, വാല്യൂ ഓഫ് ഇൻഫിനിറ്റി ഇലാസ്റ്റിസിറ്റി ലൈസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് ഇൻഫിനിറ്റി. ഈ ഒരു 0 to ഇൻഫിനിറ്റിയിൽ ആ മൂവ്മെൻറ്റിനനുസരിച്ച് നമുക്ക് ഇലാസ്റ്റിസിറ്റിയെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമതിന് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, then inelastic, unitary elastic, elastic, perfectly elastic. ഒന്നാമത് വരുന്നത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ when quantity demand does not change as a result of change in price. പ്രൈസിൽ എത്ര തന്നെ ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. അതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്. അതായത് ഇവിടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് പാരലൽ ടു വൈ ആക്സിസ് ആയിരിക്കും. പ്രൈസ് വൈ ആക്സിലാണ് നമ്മൾ പ്രൈസ് കാണിക്കുന്നത്. പ്രൈസിൽ എത്ര തന്നെ വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും ക്വാണ്ടിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അതായത് സം പോസിറ്റീവ് റെസ്പോൺസ് ടു പ്രൈസ്. അതായത് പ്രൈസിൽ എന്ത് ചെയ്യുന്നു, ചെറിയൊരു പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെറിയ ചേഞ്ച്. ആദ്യത്തെ കേസിൽ നമ്മൾ എന്താണ്, പ്രൈസിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. പക്ഷേ സെക്കൻഡ് കേസ് ആകുമ്പോൾ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആകുമ്പോൾ പ്രൈസിലുണ്ടാകുന്ന വേരിയേഷൻസിനനുസരിച്ച് എന്തായിരുന്നു ക്വാണ്ടിറ്റി, അത് പ്രൈസിലുണ്ടാവും വലിയൊരു ചേഞ്ച് ഉണ്ടായിരുന്ന പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനേക്കാൾ ചെറിയ ചേഞ്ച് ആയിരിക്കും ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടാവുക. പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടാകുന്നു. പക്ഷേ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് ഈസ് ഗ്രേറ്റർ ദാൻ ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ച്. ഇവിടെ 1 താഴെ, പക്ഷേ ഗ്രേറ്റർ ദാൻ 0. ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് ലൈസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 1. നെക്സ്റ്റ് വരുന്നത് യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്. ഈ യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറയുന്നത് പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് എത്രയുണ്ടോ അതേ സെയിം പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡിലും ഉണ്ടാകുന്ന. പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് അതേ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡിലും ഉണ്ടാകുന്നതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് പ്രൈസിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് അതിനേക്കാൾ വലിയൊരു ചേഞ്ച് ഉണ്ടാവും. അതായത് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ചേഞ്ച് ഇൻ പ്രൈസ്. ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഇറ്റ്സ് എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഇൻഫിനിറ്റ്ലി ലാർജ് ചേഞ്ച്. അത് പ്രൈസിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡിട്ട് വലിയൊരു ചേഞ്ച്. ഇവിടെ ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നതായിരിക്കും ഇൻഫിനിറ്റി ആയിരിക്കും. നെക്സ്റ്റ് കംസ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്.
ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ്. അതായത് പ്രൈസിലുണ്ടാകുന്ന വേരിയേഷൻസിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്രത്തോളം ചേഞ്ച് വരുന്നു. അതേസമയം ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ പറയുന്നത് ഇൻകത്തിനുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടാകുന്നു. അതായത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇൻകം ആണ്. അപ്പോൾ അതായത് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ വൈ ഇൻറ്റു വൈ ബൈ ക്യൂ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ വൈ ഇൻറ്റു വൈ ബൈ ക്യൂ. ഇവിടെ നോക്കാം, നമുക്ക് അധിക കമ്മോഡിറ്റിയുടെ കേസാണെങ്കിൽ ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് വരും അല്ലേ. ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വാണ്ടിറ്റി ഡിമാൻഡിലും ചേഞ്ച് വരും. അപ്പോൾ എല്ലായ്പ്പോഴും ഇൻകം ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ് ആയിരിക്കും അല്ലേ. ചില കേസിൽ ഇല്ലാത്തതുണ്ട്, പക്ഷേ ജനറലി ഇൻകം ഇലാസ്റ്റിസിറ്റി ഈസ് പോസിറ്റീവ്. Then if the resulting percentage change in quantity demanded is larger than percentage change in income elasticity will exceed unity അല്ലേ. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ചിനേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതുപോലെ കമ്മോഡിറ്റീസ് ഡിമാൻഡ് ഈസ് സെറ്റ് ടു ബി ഇൻകം ഇലാസ്റ്റിക് ഇഫ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് സ്മോളർ ദാൻ. അത് ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ച് ചെറുതും ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ച് വലുതുമാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി തേർഡ് കേസ് എന്ന് പറയുന്നത് ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ചും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചും സെയിം ആണെന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. ദി കമ്മോഡിറ്റീസ് ഡിമാൻഡ് ഈസ് സെറ്റ് ടു ഹാവ് യൂണിറ്ററി ഇൻകം ഇലാസ്റ്റിക് ഓഫ് ഡിമാൻഡ്. Unitary income elasticity represent a useful dividing line. Then there is also a relationship between income elasticity for a commodity and a proportion of income spent on it. അപ്പോൾ ഇൻകം ഇലാസ്റ്റിസിറ്റിയും ആ കമ്മോഡിറ്റിക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ അളവും തമ്മിൽ സാധാരണ ഒരു റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. If the proportion of income spent on a commodity increases as income increases, then income elasticity of demand for that commodity is greater than unity. അതായത് ഇൻകത്തിലുണ്ടാവുന്ന ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ആ കമ്മോഡിറ്റി വാങ്ങിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് പ്രൊപ്പോർഷനിലും ചേഞ്ച് വരുന്നു അല്ലേ. പ്രൊപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ് ഓൺ ദ കമ്മോഡിറ്റി ഇൻക്രീസസ് ആസ് ഇൻകം ഇൻക്രീസ്. ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് അളവും കൂട്ടുന്നു. അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അതേസമയം ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന എമൗണ്ടിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ അത് ലെസ് ദാൻ 1 ആയിരിക്കും. അതായത് നമ്മുടെ ഇൻകം കൂടുന്നു. ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതുവരെ പർച്ചേസ് ചെയ്ത ചില ലോ ക്വാളിറ്റി കമ്മോഡിറ്റീസിൻ്റെ അളവൊക്കെ കുറയ്ക്കുകയാണ് ചെയ്യുക അല്ലേ. അത് നമ്മൾ ഇൻകം ഇല്ലാത്ത സമയത്ത് നമ്മൾ ലോ ക്വാളിറ്റി കമ്മോഡിറ്റീസ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഒരു നോർമൽ ഇതിൽ പറയാം, നമ്മൾ ബ്രാൻഡഡ് അല്ലാത്ത പ്രോഡക്ട്സ്, ടെക്സ്റ്റൈൽസ് പ്രോഡക്ട്സ് ഒക്കെയാണ് നമ്മൾ ബ്രാൻഡഡ് അല്ലാത്തതൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു കമ്മോഡിറ്റി അതിൻ്റെ അളവ് കുറച്ചിട്ട് പകരം ബ്രാൻഡഡിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ബ്രാൻഡഡ് കമ്മോഡിറ്റിയുടെ കേസിലേക്ക് പോകുകയെന്ന് പറയുമ്പോൾ അവിടെ നിന്നാണ് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ അളവ് കൂടുന്നു അല്ല. ബ്രാൻഡഡ് കമ്മോഡിറ്റി നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കൂടുക. അപ്പോൾ അവിടെ ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്. അതേസമയം നോൺ ബ്രാൻഡഡ് ടെക്സ്റ്റൈൽസ് നോക്കുകയാണെങ്കിലോ അവിടെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ആ കമ്മോഡിറ്റി വാങ്ങുന്നതിൻ്റെ അളവ് കുറയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്ത് വരുന്നു? ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1 ആണ്. അതേസമയം നമ്മൾ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന അതേ അളവിൽ തന്നെയാണ്, ആദ്യമുള്ള അതേ അളവിൽ തന്നെ ഇപ്പോഴും നമ്മൾ ഇൻകം ഇൻക്രീസ് ചെയ്തിട്ടും കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അത് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1 അല്ലേ. നമ്മൾ ബേസിക് നെസസിറ്റീസിൽ വരുന്ന കമ്മോഡിറ്റീസ് അതെല്ലാം എന്താണ്? നമ്മൾ അന്നും ഇന്നൊക്കെ ഉപയോഗിക്കുന്നത് ഒരുപോലെ തന്നെ ഉപയോഗിക്കുന്ന കമ്മോഡിറ്റീസ് വരും. Then if the commodity is normal, a rise in income causes more of it to be consumed. ഇൻകം ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ് ആയിരിക്കും. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കമ്മോഡിറ്റി കൺസ്യൂം അളവ് കൂടുകയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ നോർമൽ കമ്മോഡിറ്റീസ് ആയിരിക്കും. അവിടെ ഇൻകം ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ് ആയിരിക്കും. അതപ്പോൾ if the commodity is inferior, a rise in income causes less of it to be demanded. Income elasticity will be നെഗറ്റീവ് അല്ലേ. നമ്മുടെ മുമ്പ് കേസ് പറഞ്ഞത് നോൺ ബ്രാൻഡഡ് കമ്മോഡിറ്റീസ് നമുക്ക് അപ്പോൾ എന്ത് ചെയ്യും? ഇൻഫീരിയർ ആയിട്ട് തോന്നുകയും നമ്മൾ അതിൻ്റെ കൺസംഷൻ മാറ്റിയിട്ട് മറ്റേ കമ്മോഡിറ്റിയിലേക്ക് പോവുകയും ചെയ്യും. ഈ തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ്. ഈ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ കേസിൽ നമ്മൾ പറയുന്നത് ഒരു കമ്മോഡിറ്റിയിലെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ചിട്ട് ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി പറയുന്നത്.
പക്ഷേ ക്രോസ് ഇലാസ്റ്റിസിറ്റിയിൽ വരുന്നത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് മറ്റൊരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ച്. എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റിയുടെ ഡിമാൻഡിൽ നിന്നാണ് ചേഞ്ചിനെ നമ്മൾ എന്ത് പറയുന്നു? ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നു, അല്ലേ? It can be defined as a percentage change or proportionate change in quantity demanded of a commodity X resulting from a proportionate change in the price of commodity Y. ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ കോഫി സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സായ കോഫിയും ടീയും, അല്ലേ? കോഫിയുടെ വില കൂടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൺസംഷൻ നമ്മൾ കുറച്ച് എന്ത് ചെയ്തു? ടീയിലേക്ക് പോയി, അല്ലേ? അപ്പോൾ ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഉണ്ടാകുന്ന ചേഞ്ച് മറ്റേ കമ്മോഡിറ്റി ഡിമാൻഡിനെ ബാധിച്ചല്ലോ. അതാണ് ഇവിടെ ക്രോസ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്കാം. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് വൈ, പ്രൈസ് ഓഫ് കമ്മോഡിറ്റി വൈ. എക്സിൽ ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ച് ആസ് എ റിസൾട്ട് എന്തുകൊണ്ടാണ്? വൈയുടെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് കൊണ്ട്. അപ്പോൾ ഡെൽറ്റ ക്യു എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി വൈ ഇൻറ്റു പി വൈ ബൈ ക്യു എക്സ്. If cross elasticity is positive, the commodities X and Y are said to be substitute, അല്ലേ? ക്രോസ് ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ് ആണെങ്കിൽ, അതായത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് മറ്റേ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മൾ ഇപ്പോൾ ടീ കോഫിയുടെ പറഞ്ഞു, അല്ലേ? ടീയുടെ പ്രൈസിലുണ്ടായ ചേഞ്ച് കൊണ്ട് ടീയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു, അപ്പോൾ എന്ത് ചെയ്തു? കോഫിയുടെ ഡിമാൻഡ് കൂടി. അതെന്താണ്? പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റിയാണ്. അതേസമയം നെഗറ്റീവ് ആണെങ്കിൽ, ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസിലുണ്ടായ ഇൻക്രീസ് കൊണ്ട് മറ്റേ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കുറഞ്ഞു, അതാണെങ്കിൽ അതിനെന്താ പറയുക? നമ്മൾ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയും. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുമ്പോൾ ആ രണ്ട് കമ്മോഡിറ്റിയും കൂടെ ഒന്നിച്ചാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലേ? അപ്പോൾ അത്തരം കമ്മോഡിറ്റി ആണെങ്കിൽ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് ആ കമ്മോഡിറ്റി തന്നെ ഡിമാൻഡ് കുറയുമല്ലോ. അപ്പോൾ ആ കമ്മോഡിറ്റി ഉപയോഗിക്കുന്നതിന് നമ്മൾ മറ്റേ കമ്മോഡിറ്റി ഉപയോഗിക്കില്ല, കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട്. അപ്പോൾ അത്തരത്തിൽ കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി നെഗറ്റീവും, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ ക്രോസ് ഇലാസ്റ്റിസിറ്റി പോസിറ്റീവും ആയിരിക്കും. ദെൻ ക്രോസ് ഇലാസ്റ്റിസിറ്റി 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കമ്മോഡിറ്റീസ് ആർ നോട്ട് റിലേറ്റഡ്, അല്ലേ? കമ്മോഡിറ്റി എന്താണ്? ഇൻഡിപെൻഡൻറ്റ് കമ്മോഡിറ്റി. അതായത് അരിയുടെ വിലയിലുണ്ടായ മാറ്റം കൊണ്ട് പെട്രോളിൻ്റെ ഡിമാൻഡിൽ മാറ്റം ഉണ്ടാവുമോ? ഇല്ല. അത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയ കമ്മോഡിറ്റീസ് ആണ്. Then it should be noted that the value of cross elasticity is not equal to the value of cross elasticity of x by y is not equal to cross elasticity of y by x, അല്ലേ? അതായത് എക്സിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് വൈയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ചും വൈയുടെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് എക്സിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിലുള്ള ചേഞ്ചും ഈക്വൽ ആയിരിക്കില്ല. അതായത് ഒരെണ്ണം പ്രൈസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും മറ്റേ കമ്മോഡിറ്റി. എല്ലാ കമ്മോഡിറ്റീസ് ഒരുപോലെ ആയിരിക്കില്ല റെസ്പോണ്ട് ചെയ്യുന്നത്. ദെൻ ദ കൺസെപ്റ്റ് ഓഫ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് വെരി സിഗ്നിഫിക്കൻറ്റ് ഇൻ എക്കണോമിക് തിയറി. ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്മോഡിറ്റീസ് ഇൻ ടു സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഈസ് ഇൻ ടേംസ് ഓഫ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഈ ക്രോസ് ഇലാസ്റ്റിസിറ്റിയുടെ ബേസിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട്സും കോംപ്ലിമെൻ്ററിയും വേർതിരിച്ച് കാണുന്നത്. Again, a high positive cross elasticity of demand is often used to define an industry since it indicates that various commodities are similar. Next comes demand forecasting. Then forecasting, weather forecasting എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലേ? എന്താണ്? പ്രവചനം. അപ്പോൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നതാണ്. ഫോർകാസ്റ്റിംഗ് ഈസ് എ പ്രഡിക്ഷൻ ഓഫ് ഫ്യൂച്ചർ സിറ്റുവേഷനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പ്രെഡിക്ട്സ് അബൌട്ട് ദ ഫ്യൂച്ചർ ട്രെൻഡ്സ് ഇൻ സെയിൽസ്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പറയുന്നതാണ് ഈ ഫ്യൂച്ചർ ട്രെൻഡ്, നമ്മൾ ഈ ഒരു കമ്പനിയുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, ആ ഫ്യൂച്ചറിൽ ഇതിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുകയാണോ, അതായത് പ്രസൻറ്റ് വരെ ഇപ്പോൾ ഉള്ള വാല്യൂ വരെ വെച്ചിട്ട് ഇന്ന് വരെയുള്ള ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്തായിരിക്കും. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി തുടങ്ങിയത് 1990 തുടങ്ങിയതാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ 2021 വരെയുള്ള ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ഒരു 10 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഫേമിൻ്റെ പൊസിഷൻ എന്തായിരിക്കും, അവ എങ്ങനെയാണ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അതായത് അതിൻ്റെ ഒരു ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് സെയിൽസ് അല്ലേ, ആ ഒരു ഫേമിലെ സെയിൽസ് എങ്ങനെ ഉണ്ടായിരിക്കും, ഡിമാൻഡ് എങ്ങനെയായിരിക്കും എന്ന് പറയുന്നു. It refers to the process of finding values for the demand for the firm's product in future time period. Forecasting is done both for the long run as well as
ഷോർട്ട് റൺ, ലോങ് റണ്ണിലും ഷോർട്ട് റണ്ണിലും നമ്മൾ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നു. ഇനി ഷോർട്ട് റൺ ഫോർകാസ്റ്റ് സീസണൽ പാറ്റേൺസ് ആർ ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ്. അതായത് ഷോർട്ട് റൺ നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത് സീസൺ, ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ സീസൺ അനുസരിച്ച് എന്തായിരിക്കും അല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഈ ഫെസ്റ്റിവൽ സീസൺസൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായിരുന്നു സെയിൽസ് കൂടുതലും, അല്ലാത്ത സമയത്ത് സെയിൽസ് കുറവും വരും അല്ലേ. ആ ഫെസ്റ്റിവൽ സീസൺ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഷോർട്ട് റൺ ഫോർകാസ്റ്റ്. അപ്പോൾ ഈ നെക്സ്റ്റ് ഫെസ്റ്റിവൽ സീസൺ വരികയാണ്. അപ്പോൾ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് വരുന്നത്. ആ സെലിബ്രേഷൻ്റെ സമയത്ത് എങ്ങനെയായിരിക്കും ട്രെൻഡ്, ഡിമാൻഡ് എന്ത് വരും അല്ലേ. അത് കഴിഞ്ഞ് വേറൊരു സീസൺ ആണെങ്കിൽ അങ്ങനെ ഒരു കുറഞ്ഞ പീരിയഡിലേക്ക് ആണെങ്കിൽ അതിന് ഷോർട്ട് റൺ പറയുന്നു. അത് അപ്പോൾ ഇങ്ങനെ ഷോർട്ട് റണ്ണിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതെന്ത് ഹെൽപ്പ് ചെയ്യുന്നു, നമുക്കവിടെ ആ സ്യൂട്ടബിൾ സെയിൽസ് പോളിസി. ഇപ്പം നമ്മൾ ട്രെൻഡ് അനലൈസ് ചെയ്ത് കഴിഞ്ഞ് ഫോർകാസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് സീസൺ ഒരു ഫെസ്റ്റിവലിൽ നമ്മൾക്ക് ഇത്ര നമ്മൾ വിചാരിക്കുന്ന അത്ര ഡിമാൻഡ് ഉണ്ടാവില്ല എന്ന് കാണുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾക്ക് അതിനനുസരിച്ച് നമ്മളെ ഡിമാൻഡ് പ്രൊമോട്ട് ചെയ്യാനുള്ള പോളിസീസ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനും അങ്ങനെ കമ്പനിയുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനും പറ്റും. അതാണ് നമ്മൾ ഷോർട്ട് റൺ ഫോർകാസ്റ്റിംഗ് കൊണ്ട് എയിം ചെയ്യുന്നത്. ദെൻ ലോങ് റൺ ആകുമ്പോഴോ, ലോങ് റൺ എന്ന് പറയുന്നത് ലോങ് പീരീഡ് ഓഫ് ടൈമിലാണ്. ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഇപ്പോൾ ഒരു 10 years കഴിയുമ്പോഴേക്ക് അല്ലെങ്കിൽ 10 years നമ്മുടെ കമ്പനിയുടെ ഡിമാൻഡ് ടോട്ടലി കുറഞ്ഞു വരും എന്ന് കാണുകയാണെങ്കിൽ നമ്മൾക്ക് ആ സമയത്തേക്ക് ആ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുകയും അതിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷനിൽ എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുത്തുകയും നമ്മളുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാനുള്ള വഴികൾ ആസൂത്രണം ചെയ്യാനും പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, ലോങ് റൺ ഡിമാൻഡ് ഫോർകാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് പുതിയ യൂണിറ്റ് തുടങ്ങാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് യൂണിറ്റിൻ്റെ എക്സ്പാൻഷൻ, ലോങ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സിൽ മാൻ പവർ, ഇത്രയും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ നമുക്ക് എന്ത് പറ്റും, ഈ ലോങ് റൺ ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിലൂടെ പറ്റും. ഇനി ഈ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് എങ്ങനെ നമുക്ക് ഫോർകാസ്റ്റിംഗ് ചെയ്യാം എന്നുള്ളതാണ്. ഈ മെത്തേഡ്സ് ഓഫ് ഫോർകാസ്റ്റിംഗ് മെയിൻലി 2 രീതിയാണ്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡും മറ്റത് ഒപ്പീനിയൻ പോളിങ്ങുമാണ്. 2 രീതിയിലാണുള്ളത്. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, മറ്റൊന്ന് ഒപ്പീനിയൻ പോളിംഗ് മെത്തേഡാണ്. ഈ ഒപ്പീനിയൻ പോളിംഗ് മെത്തേഡിനെ തന്നെ നമുക്ക് 3 രീതിയിൽ ചെയ്യാം. അതായത് നമ്മുടെ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് ചെയ്യാം, മറ്റെന്താ പറയുക ഒപ്പീനിയൻ അല്ലേ. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഒപ്പീനിയനാണ് അല്ലേ. അപ്പോൾ ഒന്ന് കൺസ്യൂമർ സർവേ മെത്തേഡ്, കൺസ്യൂമേഴ്സിനെ സർവേ ചെയ്യാം. മറ്റേതെന്താണ് സെയിൽസ് ഫോഴ്സ് ഒപ്പീനിയൻ, സെയിൽസിൻ്റെ രീതിക്ക് അനുസരിച്ചിട്ട് സെയിൽസ്മാൻ്റെ അടുത്തുനിന്ന്. മറ്റേതെന്താണ്, മൂന്നാമത് വരുന്നതാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡാണ്, അതുകൊണ്ട് ഡെൽഫി മെത്തേഡ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. ട്രെൻഡ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെയുള്ള ഡാറ്റ വെച്ചിട്ട് ട്രെൻഡ് അനലൈസ് ചെയ്യാം. പിന്നെ ബാരോമെട്രിക് ടെക്നിക്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, എക്കണോമെട്രിക് മോഡലിംഗ്, ദെൻ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്സ് അല്ലേ. അതിലൊന്നാമത് വരുന്നതാണ് കൺസ്യൂമർ സർവേ മെത്തേഡാണ്. ഈ കൺസ്യൂമർ സർവേ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ നിന്ന് കിട്ടും അല്ലേ. കൺസ്യൂമേഴ്സിനെ മീറ്റ് ചെയ്യുക, ആ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കൺസ്യൂം ചെയ്യുന്ന കൺസ്യൂമേഴ്സിനെ മീറ്റ് ചെയ്യും, അവരിൽ നിന്ന് നമ്മൾ ഫ്യൂച്ചർ പർച്ചേസ് പ്ലാൻ നമ്മൾ അതിന് മനസ്സിലാക്കുകയും ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഒരു സെൻസസ് മെത്തേഡ് ഉപയോഗിക്കാം, അതിൽ തന്നെ അല്ലെങ്കിൽ സാമ്പിൾ മെത്തേഡ്, ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. പിന്നെ വരുന്നത് സെയിൽസ് ഫോഴ്സ് ഒപ്പീനിയൻ മെത്തേഡാണ്. ഇവിടെ ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു പ്രോഡക്റ്റായിട്ട് ക്രൂസായിട്ട് വരുന്ന ആളുകൾ, അതായത് സെയിൽസ്മെൻ ആണല്ലേ നോർമലി സെയിൽസ്മാൻ, അവർക്കറിയാലോ ഒരു ട്രെൻഡ്. ഇപ്പോൾ ഒരു ഷോപ്പിൽ നിൽക്കുന്ന ഒരാളൊരു സെയിൽസ്മാനിന് അറിയാം ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് ആളുകൾ അതിന് എങ്ങനെയാണ് അത് ഡിമാൻഡ് ചെയ്യുന്നത്, അവരുടെ ഒപ്പീനിയൻ എങ്ങനെയാണ് ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എന്നുള്ളത്. അപ്പോൾ ഗ്രാജുവലി ഒപ്പീനിയൻ നല്ലതല്ലാതെയായിട്ടാണ് വരുന്നത് എന്നല്ല, ഏറ്റവും ആ പ്രോഡക്റ്റിൻ്റെ സെയിലായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സെയിൽസ്മാൻ. അപ്പോൾ ആ സെയിൽസ്മാൻ്റെ അഭിപ്രായം നമ്മൾ കണക്കെടുക്കുന്നതാണ് ഈ സെയിൽസ് ഫോഴ്സ് ഒപ്പീനിയൻ മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡ് ആൻഡ് ഡെൽഫി മെത്തേഡാണ്. ഈ എക്സ്പേർട്സ് ഒപ്പീനിയൻ മെത്തേഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്പെഷ്യലിസ്റ്റ് ഔട്ട്സൈഡ് ദ ഫേം ഹാസ് ദ പോസിബിൾ അഡ്വാൻറ്റേജസ് ഓഫ് സ്പീഡ് ആൻഡ് ചീപ്നെസ് അല്ലേ. ദിസ് മെത്തേഡ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഇൻ സിറ്റുവേഷൻസ് വേർ ഇൻട്രാക്റ്റബിൾ ചേഞ്ചസ് ആർ ഒക്കറിങ്. അതായത് ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ടെക്നോളജിക്കൽ സ്റ്റേറ്റ്സ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയനാണ് ബേസ് ചെയ്യുന്നത്. അവിടെ ഫോർകാസ്റ്റിംഗ് ഫ്യൂച്ചർ ടെക്നോളജിക്കൽ സ്റ്റേറ്റ്സ് ആണ്. It is possible that in cases where basic data are lacking, experts give divergent views. But even then it is possible for managers to adapt this thinking on the basis of these views. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ എക്സ്പേർട്സ് എന്ത് ചെയ്യുന്നു, നമുക്കൊരു ഡൈവേർജൻറ്റ് വ്യൂസ് പറഞ്ഞു തരും
അല്ലേ? ഈ മാനേജേഴ്സ് എന്ത് ചെയ്യാം, അത് ഫോളോ ചെയ്യാം. അപ്പോൾ ഈ എക്സ്പേർട്ട് ഒപ്പീനിയൻ മെത്തേഡിലൊരു പ്രത്യേക മെത്തേഡാണ് ഡെൽഫി മെത്തേഡ്. ദിസ് മെത്തേഡ് വാസ് ഒറിജിനലി ഡെവലപ്ഡ് അറ്റ് റാൻഡ് കോർപ്പറേഷൻ ഇൻ 1950 ബൈ ഒലാഫ് ഹെൽമർ, ഡാൽക്കി ആൻഡ് ഗോർഡോൺ ടു ഫോക്കസ് ദ ഇമ്പാക്ട് ഓഫ് ടെക്നോളജി ഓൺ വാർഫെയർ. വാർഫെയറിൽ ടെക്നോളജി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആണ് ആദ്യമായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തത് 1950-ൽ. അണ്ടർ ദിസ് മെത്തേഡ് ഡിമാൻഡ് ഈസ് ഫോക്കാസ്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ്. എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ്റെ ബേസിലാണ് ഈ ഒരു മെത്തേഡിൽ ഡിമാൻഡ് ഫോക്കാസ്റ്റ് ചെയ്യുന്നത്. ഡെൽഫി ഈസ് എ വേ ഓഫ് ഗെറ്റിംഗ് ദ ഒപ്പീനിയൻ ഓഫ് എക്സ്പേർട്സ് വിത്തൗട്ട് ദെയർ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ. ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഇല്ലാതെ എക്സ്പേർട്സിന് ഒപ്പീനിയൻ കിട്ടുന്നു. എ പാനൽ ഓഫ് കെയർഫുള്ളി സെലക്റ്റഡ് ഇൻഡിപെൻഡൻറ്റ് എക്സ്പേർട്സ് ആർ ആൻസേഴ്സ് ക്വസ്റ്റനെയേഴ്സ് ഇൻ 2 or more റൗണ്ട്സ് ആൻഡ് an anonymous summary of each expert's opinion is provided. അതായത് ഒന്നിലധികം എക്സ്പേർട്ടുകളിൽ നിന്നും അവർ ഫേസ് ടു ഫേസ്, അതായത് അവർ തമ്മിൽ ഫേസിൽ കാണാതെ അവരിൽ നിന്ന് കളക്ട് ചെയ്യുക, ഇൻഡിപെൻഡൻറ്റ് എക്സ്പേർട്സിൽ നിന്നും ആൻസേഴ്സ് കളക്ട് ചെയ്യുന്നു അല്ലേ. എന്നിട്ട് ഇതിൻ്റെ ഒരു അനോണിമസ് സമ്മറി പ്രിപ്പയർ ചെയ്യും. അതാണ് ഈ ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് എന്താണ്? ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡാണ്. ദീസ് മെത്തേഡ്സ് ആർ ബേസ്ഡ് ഓൺ ദി പാസ്റ്റ് സെയിൽസ് പാറ്റേൺ. അതായത് ട്രെൻഡ് അല്ലേ, നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ട്രെൻഡ് പഠിച്ചിട്ടുണ്ട്, ട്രെൻഡ് അനാലിസിസ് അല്ലേ. ആ ട്രെൻഡ് എന്താ ചെയ്യുന്നത്, നമ്മൾ പാസ്റ്റിൻ്റെ ബേസിൽ ഇപ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ബേസിൽ നെക്സ്റ്റ് ഇയർ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. They are used when available sales data relate to different time periods. Different time periodsൻ്റെ ഡാറ്റ അവൈലബിൾ ആണ് അതിൻ്റെ ബേസിൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടൈം സീരീസ് അനാലിസിസ് അല്ലേ. ഇത് നമ്മൾ ട്രെൻഡ് പ്രൊജക്ഷൻ ടെക്നിക്ക് നമ്മൾ പറയുന്ന മറ്റൊരു പേര് ടൈം സീരീസ് അനാലിസിസ്. ടൈം സീരീസ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ഫ്യൂച്ചർ ഇവൻറ്റ്സ് ആർ കണ്ടിന്യൂഷൻ ഓഫ് ദി പാസ്റ്റ് അല്ലേ. ഫ്യൂച്ചർ എന്ന് പറയുന്നത് പാസ്റ്റിൻ്റെ കണ്ടിന്യൂഷൻ ആണ് എന്നുള്ള ബേസിലാണ് നമ്മളൊരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. Therefore, historical data can be used to predict the future. Then popularity of these methods rests on the fact that these are simple, inexpensive and quick method of forecasting. അല്ലേ, ഇതൊരു സിമ്പിൾ മെത്തേഡാണ്, ക്വിക്കാണ് അല്ലേ, ഇൻഎക്സ്പെൻസീവ് ആണ്. നമുക്ക് അതായത് ഓൾറെഡി ഇപ്പോൾ ആ ഫേമിൽ എന്തുണ്ടാവും, അവരുടെ ഡാറ്റ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അവൈലബിൾ ആയ ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. Then these methods yield reasonably accurate results അല്ലേ. നെക്സ്റ്റ് വരുന്നത് ബാരോമെട്രിക് ടെക്നിക്കാണ്. ബാരോമെട്രിക് ടെക്നിക്ക് ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് റിലേഷൻഷിപ്പ് ക്യാൻ എക്സിസ്റ്റ് എമംഗ് വേരിയസ് എക്കണോമിക് ടൈം സീരീസ് അല്ലേ. വ്യത്യസ്തമായിട്ടുള്ള ടൈം സീരീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്പുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. ബാരോമെട്രിക് ഫോർകാസ്റ്റിംഗ് റിലേറ്റ്സ് ടു ഫോർകാസ്റ്റിംഗ് സൈക്ലിക്കൽ സ്വിങ്സ് ഇൻ ദ ലെവൽ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. ഇവിടെ ബാരോമെട്രിക് ഫോർകാസ്റ്റിംഗ് എന്തായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, സൈക്ലിക്കൽ സ്വിങ്സ് അല്ലെ, സ്വിങ്ങുകൾ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ബിസിനസ് സൈക്കിളിൽ ഉണ്ടാകുന്ന അപ്പ് ആൻഡ് ഡൗൺസ്, ഈ അപ്പ് ആൻഡ് ഡൗൺസിൽ ഉണ്ടാകുന്ന എക്കണോമിക് ആക്ടിവിറ്റി, ആ അതിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ ബാരോമെട്രിക് ടെക്നിക്കിലൂടെ മനസ്സിലാക്കുന്നത്. എ റൈസ് ഇൻ ലീഡിങ് എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ഈസ് യൂസ് ടു ഫോർകാസ്റ്റ് ആൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ ജനറൽ ബിസിനസ് ആക്ടിവിറ്റി. ഇവിടെ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ കാണിക്കുന്നത്, ഡിക്രീസ് ഓർ ഇൻക്രീസ് ഇൻ ദ ജനറൽ ബിസിനസ് ആക്ടിവിറ്റി. Barometric forecasting is based on the idea that future can be predicted from certain events occurring in the present. ഇപ്പോൾ പ്രസൻറ്റ് സംഭവിക്കുന്ന ഇവൻറ്റിൻ്റെ ബേസിൽ നമുക്ക് ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്യാമെന്നാണ് ഈ ബാരോമെട്രിക് ടെക്നിക്ക് പറയുന്നത്. പിന്നെ വരുന്നത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ ആണ്. നിങ്ങൾ ഓൾറെഡി സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ദിസ് ദ മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് ഓഫ് ഫോർകാസ്റ്റിംഗ്. The correlation and regression methods do not limit itself to time as the independent variable. It recognizes the fact that sales depends upon factor other than time. These factors may be own advertising and competitors' advertising strategies, competitors' price, weather conditions, etc. Then set of variables influencing sales is identified through correlation, and the regression equation is then specified to study ചേഞ്ചസ് ഇൻ സെയിൽസ്. നെക്സ്റ്റ് എക്കണോമെട്രിക് മോഡൽസ് ആണ്. ഫോർകാസ്റ്റിംഗ് നമ്മൾ എക്കണോമെട്രിക് മോഡൽസ് വെച്ചിട്ടും ചെയ്യുന്നു. ദേ സീക്ക് ടു എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബീയിങ് ഫോർകാസ്റ്റ്
ആൻഡ് ആർ എസെൻഷ്യൽ ഫോർ ഡിവൈസിങ് ഒപ്റ്റിമൽ പോളിസീസ്. അല്ലേ, നമ്മൾ ഫോർകാസ്റ്റ് ചെയ്തിട്ട് പോളിസീസ് ഫോം. എക്കണോമെട്രിക് ഫോർകാസ്റ്റിംഗ് മോഡൽസ് ഫ്രീക്വൻ്റ്ലി ഇൻകോർപ്പറേറ്റ് അതർ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ranging from single equation models for forecasting a firm's sale to multiple equation models of entry. നിങ്ങൾ എക്കണോമെട്രിക്സിൽ പഠിച്ചിട്ടുണ്ടാവും സിംഗിൾ ഇക്വേഷനും മൾട്ടിപ്പിൾ ഇക്വേഷൻ മോഡൽസും എല്ലാം അല്ലേ. സിംഗിൾ ഇക്വേഷൻ മോഡൽസും മൾട്ടിപ്പിൾ ഇക്വേഷൻ മോഡൽസും നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ഫോം ഉപയോഗിച്ചിട്ട് ഒരു ഫോമിൻ്റെ ട്രെൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നു. ദെൻ സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് അതും പഠിച്ചിട്ടുണ്ട്. സൈമൾട്ടേനിയസ് ഇക്വേഷൻ, ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് complete system approach. It involves simultaneous consideration of all variables. അല്ലേ, ഇവിടെ നമ്മൾ എല്ലാ മറ്റേതിലെല്ലാം നമ്മൾ ഓരോ സമയം ടൈം എലമെൻറ്റ്സാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ എല്ലാ വാരിയബിൾസും കൺസിഡർ ചെയ്യുന്നു. ആസ് ഇറ്റ് ഈസ് ബിലീവബിൾ ദാറ്റ് എവറി വാരിയബിൾ ഇൻഫ്ലുവൻസസ് ദി അതർ വാരിയബിൾ in an economic decision environment. In this method, the set of equations are made equal to the number of ഡിപ്പെൻഡൻറ്റ് വാരിയബിൾസ് ഓർ എൻഡോജിനസ് വാരിയബിൾസ്. അല്ലേ, സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് മെത്തേഡ് നിങ്ങൾ സ്റ്റാർട്ടിൽ പഠിച്ചിട്ടുണ്ടാവും. സൈമൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എത്ര വാരിയബിൾസ് ഉണ്ടോ അത്രയും നമ്മൾ ഇക്വേഷൻസും വെച്ചിട്ട് സോൾവ് ചെയ്ത് n ഇക്വേഷൻസ് വിത്ത് n അൺനോൺസ്. നെക്സ്റ്റ് കംസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഇൻപുട്ട് ആൻഡ് ഫിസിക്കൽ ഔട്ട്പുട്ട് റിലേഷൻഷിപ്പാണ്. അതായത് ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ പ്രൊഡക്ഷൻ, ആ പ്രോസസ്സിൽ ഇൻപുട്ടും അതിൻ്റെ ഫാക്ടർ ഇൻപുട്സ് ഏത് രീതിയിലാണ് ഏത് പ്രൊപ്പോഷനിലാണ് ഉപയോഗിക്കുന്നതാണ് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ കാണിക്കുന്നത്. പ്രാക്ടിക്കലി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ is Q is equal to F of KL. Production function includes all technically efficient methods of production. It specifies maximum quantity of output that can be produced from given input. ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഔട്ട്പുട്ടിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ സ്പെസിഫൈ ചെയ്യുന്നത്. There are two types of production function, short run production function and long run production function. In short run, quantities of some inputs such as capital and land are kept constant. Short run ആണെങ്കിൽ ചില ഇൻപുട്സ് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അതേസമയം ലോങ് റൺ എന്ന് പറയുന്ന ലോങ് പീരീഡ് ഓഫ് ടൈമാണ്, ഇനഫ് ടൈം ടു ചേഞ്ച് ഓൾ ദ ഇൻപുട്സ് ഇൻ ടു വാരിയബിൾ ഇൻപുട്ട്. Short run is such that the firm does not have sufficient time to change all its input. This forms the subject matter of variable proportion. In the long run, all inputs are varied. There is no fixed factor in the long run. This forms the subject matter of law of returns to scale. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇനി വരുന്നത് ടോട്ടൽ, മാർജിനൽ ആൻഡ് ആവറേജ് പ്രോഡക്റ്റ്. ഇതെല്ലാം നിങ്ങൾ തൊട്ട് മുമ്പത്തെ മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പറിൽ നിങ്ങൾ സെയിം പഠിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ദ ഫേം ആണ്. ടോട്ടൽ പ്രോഡക്റ്റ് ഓഫ് എ വാരിയബിൾ ഫാക്ടർ ഈസ് ദ എമൗണ്ട് ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഗിവൺ എമൗണ്ട് ഓഫ് ഫാക്ടർ. അതർ ഫാക്ടർ ഹെൽഡ് കോൺസ്റ്റൻറ്റ്. ഒരു ഫാക്ടറിൽ കുറച്ച് ഫാക്ടേഴ്സ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് വാരിയബിൾ ഫാക്ടറായ ഒന്നും ഉപയോഗിച്ച് മാത്രം ഉണ്ടാകുന്ന ഔട്ട്പുട്ട് എന്താണോ അതിനാണ് നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ദ വാരിയബിൾ ഫാക്ടർ എന്ന് പറയുന്നത്. മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഡക്റ്റ് റിസൾട്ടിങ് ഫ്രം എൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് വാരിയബിൾ ഫാക്ടർ. ദെൻ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ എൻ. ദെൻ ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ദ വാരിയബിൾ ഫാക്ടർ. ദാറ്റ് ഈസ് ആവറേജ് പ്രോഡക്റ്റ് ഓഫ് എ ഫാക്ടർ ഈസ് ടോട്ടൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഓഫ് ദ ഫാക്ടർ എംപ്ലോയ്ഡ്. അത് ആവറേജ് പ്രോഡക്റ്റ് ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ. Then law of diminishing returns or variable proportions. Law of variable proportions occupies an important place in economic theory. That is, it examines the production function with one factor variable keeping the quantities of other factors fixed. അല്ലേ, ഒരെണ്ണം വാരിയബിളും മറ്റതെല്ലാം ഒരെണ്ണം വാരിയബിളും ബാക്കിയെല്ലാം ഫിക്സഡ് ആക്കി വെച്ചിട്ടുള്ളതാണ് ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് അല്ലെങ്കിൽ ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻസ് എന്ന് പറയുന്നത്. അത് ഷോർട്ട് റൺ റിലേറ്റ് ചെയ്യുന്ന, അതായത് ഒരു ഫാക്ടറിനെ നമ്മൾ വാരിയബിളും മറ്റതെല്ലാം ഫിക്സഡ് ആക്കി വെക്കുക എന്ന് പറയുന്നതാണ് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമാണ്.
It states that when more and more units of a variable factor is employed, keeping other factors constant, a point is reached beyond which the marginal product, then average product and finally total product will diminish. അതായത് ഒരു പ്രോഡക്റ്റിനെ നമ്മൾ ഒരു വാരിയബിളിനെ നമ്മൾ ഒരു ഫാക്ടറിനെ നമ്മൾ വാരിയബിളായിട്ടും മറ്റുള്ള ഫാക്ടേഴ്സിനെ എല്ലാം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മാർജിനൽ പ്രോഡക്റ്റ് ആവറേജ് പ്രോഡക്റ്റും അതുപോലെ തന്നെ ഫൈനലി ടോട്ടൽ പ്രോഡക്റ്റും ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് ലോ റെഫേഴ്സ് ടു ദ ബിഹേവിയർ ഓഫ് ഔട്ട്പുട്ട് ആസ് എ ക്വാണ്ടിറ്റി ഓഫ് വൺ ഫാക്ടർ ഈസ് ഇൻക്രീസ്ഡ്. ഒരു ഫാക്ടർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബിഹേവിയർ ആണ് ഇത് കാണിക്കുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എം പി ആൻഡ് എ പി വിൽ ഇവൻച്വലി ഡിക്ലൈൻ. നമുക്കത് ഈ ഗ്രാഫും ഇതെല്ലാം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. ഇവിടെ നോക്കാം, ലോ ഓഫ് വാരിയബിൾ പ്രപ്പോർഷൻ നമുക്കൊരു ടേബിളും ഫിഗറും ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാം. ദർ ഈസ് ഫിക്സഡ് എമൗണ്ട് ഓഫ് ലാൻഡ് വിത്ത് വിച്ച് മോർ വാരിയബിൾ ഫാക്ടർ നെയിംലി ലേബർ ഈസ് യൂസ്ഡ്. അല്ലേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലേബറിൻ്റെ അളവാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്, വാരിയബിൾ ആവുന്നത് ലാൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഇവിടെ നോക്കുക, ലേബറിൻ്റെ അളവ് 1 to 8 വരെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് 8, 20, 36 അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആവുന്നു, പിന്നെ അത് ഡിക്രീസ് ചെയ്യുന്നു. അല്ലേ, 6th യൂണിറ്റ് ആകുമ്പോൾ 60 ആണ് ടോട്ടൽ പ്രോഡക്റ്റ്, 7th യൂണിറ്റ് ആകുമ്പോഴും റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, 8th യൂണിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, കുറയുന്നു. ഈ ടോട്ടൽ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന വേരിയേഷൻസിനനുസരിച്ച് തന്നെ എന്ത് ചെയ്യുന്നു, എ പിയിലും എൻ പിയിലും ചേഞ്ചസ് വരുന്നു. ഇത് നമ്മൾ ഗ്രാഫിക്കലി കാണിക്കുകയാണ്. ഗ്രാഫിക്കലി കാണിക്കുമ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസിങ് അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റ് ഫസ്റ്റ്, ദെൻ ഡിമിനിഷിങ് റേറ്റ്, ബിക്കംസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഡിമിനിഷിങ്. അല്ലേ, നമുക്ക് 3 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻക്രീസിങ് അറ്റ് ഇൻക്രീസിങ് റേറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജും ഇൻക്രീസിങ് അറ്റ് ഡിമിനിഷിങ് റേറ്റിൻ്റെ സെക്കൻഡ് സ്റ്റേജും ഡിമിനിഷിങ് സ്റ്റേജിനെ തേർഡ് സ്റ്റേജും പറയാം. അല്ലേ, ദെൻ marginal product curve first increases, then decreases, then finally it becomes negative. Average product curve first increases, then it decreases. ഇനി സ്റ്റേജ് 3 സ്റ്റേജുകൾ നോക്കുക. ഫസ്റ്റ് സ്റ്റേജിൽ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് അറ്റ് ഇൻക്രീസിങ് റേറ്റ്, മാർജിനൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് ബട്ട് സ്റ്റാർട്ട്സ് ടു ഡിക്ലൈൻ, ആവറേജ് പ്രോഡക്റ്റ് also remains increasing. ദെൻ സ്റ്റേജ് 2 നോക്കാം. ആ സ്റ്റേജ് 2 തുടങ്ങുന്നിടത്ത് മാർജിനൽ പ്രോഡക്റ്റും ആവറേജ് പ്രോഡക്റ്റും ഈക്വൽ ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ ഇൻഫ്ലേഷൻ പോയിൻ്റാണ്. അവിടെ സ്റ്റേജ് 1-ൽ നിന്നും സ്റ്റേജ് 2-ലേക്ക് പോകുന്ന ആ ഒരു പോയിൻ്റ് എന്താണ്, ടോട്ടൽ പ്രോഡക്റ്റിൻ്റെ ഇൻക്രീസിങ് റേറ്റ് കുറയുന്നതാണ്. ഈ സ്റ്റേജ് 2-ൽ ടോട്ടൽ പ്രോഡക്റ്റ് കർവ് ഇൻക്രീസിങ് അറ്റ് ഡിക്രീസിങ് റേറ്റ്, ആവറേജ് പ്രോഡക്റ്റ് കർവ് സ്റ്റാർട്ട്സ് ടു ഡിക്രീസ്, then marginal product curve decreasing, then it becomes 0. അല്ലേ, തേർഡ് സ്റ്റേജിൽ ടോട്ടൽ പ്രോഡക്റ്റ് കർവ് becomes downward, that is decreasing, average product decreasing, marginal product becomes negative. The 3 stages of the law of variable proportions നോക്കാം. The behavior of output when the varying quantity of one factor is combined with the fixed quantity of other can be divided into 3 distinct stages. അല്ലേ, നമ്മളിപ്പം പറഞ്ഞത് ഇൻക്രീസിങ് റിട്ടേൺസ്, ഡിമിനിഷിങ് റിട്ടേൺസ് ആൻഡ് നെഗറ്റീവ് റിട്ടേൺസ്. എ റേഷണൽ പ്രൊഡ്യൂസർ വിൽ നെവർ ചൂസ് ടു പ്രൊഡ്യൂസ് ഇൻ ദ സ്റ്റേജ് 1 and 3. 1-ലും 3-ലും ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഒരു റേഷണൽ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ഇല്ല. 1 എന്ന് പറയുന്നതാണ് അവിടെ ടോട്ടൽ പ്രോഡക്റ്റ് ഇൻക്രീസസ് ഫസ്റ്റ് ആൻഡ് ഇൻക്രീസിങ് റേറ്റ്, ദെൻ അറ്റ് ഡിമിനിഷിങ് റേറ്റ് ആണ്. ആ 3 സ്റ്റേജും നമ്മൾ പറഞ്ഞു. അല്ലേ, അപ്പോൾ ഒരിക്കലും ഒരു റേഷണൽ പ്രൊഡ്യൂസർ സ്റ്റേജ് 1-ലും സ്റ്റേജ് 3-ലും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇഫ് ഹീസ് പ്രൊഡ്യൂസിങ് അറ്റ് സ്റ്റേജ് 1, ഹീസ് നോട്ട് യൂട്ടിലൈസിങ് ഹിസ് റിസോഴ്സസ് ഫുള്ളി. അല്ലേ, ഫസ്റ്റ് സ്റ്റേജിൽ ആണ് അവിടെ പ്രൊഡക്ഷൻ്റെ സ്റ്റേജായിട്ട് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നോക്കുക, അവർ അയാളുടെ റിസോഴ്സസ് കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ദർ ആർ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ഇൻക്രീസിങ് പ്രൊഡക്ഷൻ. അല്ലേ, അവിടെ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേജ് ഒരിക്കലും അദ്ദേഹം പ്രൊഡക്ഷൻ്റെ സ്റ്റേജായിട്ട് സെലക്ട് ചെയ്യില്ല. അതുപോലെ തന്നെ തേർഡ് സ്റ്റേജ് വരുമ്പോഴാണ് അവിടെ മാർജിനൽ പ്രോഡക്റ്റ് ഈസ് നെഗറ്റീവ്. അല്ലേ, മാർജിനൽ പ്രോഡക്റ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ഒരിക്കലും അവിടെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ റേഷണൽ പ്രൊഡ്യൂസർ വിൽ സെലക്ട് ദ സ്റ്റേജ് 3. A rational producer always seeks to produce at a stage 3, where both the MP and AP are diminishing. Thus, stage 2 represents the range of rational production decisions.
നെക്സ്റ്റ് വരുന്നത് ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? ലോങ് റൺ ആണ് അല്ലേ. ദി ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ ഡിസ്ക്രൈബ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് സ്കെയിൽ ഓഫ് ഇൻപുട്ട് ഇൻ ദ ലോങ് റൺ when all inputs are increased in the same proportion. If all inputs are increased in unchanged proportion, the effect of output shows three stages, namely stage of increasing returns to scale, constant returns to scale, and diminishing returns to scale. If the increase in output is more than proportionate to increase in all inputs, it is called increase in returns to scale. അതായത് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ഇൻക്രീസിനേക്കാൾ കൂടുതലാണ്. അതായത് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ഇൻക്രീസിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ ഇൻക്രീസ് ഇൻ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നു. ദെൻ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ഇൻക്രീസും സെയിം അളവാണെങ്കിൽ അതിനെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നു. ദെൻ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ഇൻക്രീസിനേക്കാൾ കുറവാണെങ്കിൽ അതിനെ ഡിമിനിഷിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നു. Then the reason is that internal and external economies are counterbalanced by internal and external diseconomies. അതുകൊണ്ടാണ് അവിടെ കോൺസ്റ്റന്റ് റിട്ടേൺസ് ഉണ്ടാകുന്നത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ എക്കോണമീസിനെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നതാവും പോലെ. Then constant returns scale is passing phase because ultimately returns to scale starts diminishing. Then returns to scale diminished because increases in output is less than proportionate to increase in inputs. Indivisible factors may become inefficient and less productive. നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് ഫംഗ്ഷൻ ആണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദ സം ടോട്ടൽ ഓഫ് റെമ്യൂണറേഷൻ പെയ്ഡ് ടു ഓണേഴ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഒരു പ്രൊഡക്ഷനിൽ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്നുണ്ട് പറഞ്ഞു അല്ലേ. ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഓണേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആണെന്ന് കോസ്റ്റ് എന്ന് പ്രൊഡക്ഷൻ. ദിസ് കോസ്റ്റ് മേ ബി ഡിഫൈൻഡ് ആസ് payments for the factors of production that the firm uses to produce goods and services. ഒരു ഫേം ഗുഡ്സും സർവീസസും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കൊടുക്കുന്ന റിവാർഡിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് ഇൻപുട്സ് റിക്വയർഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ കമ്മോഡിറ്റി ഡിറ്റർമൈൻസ് ഇറ്റ്സ് കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട്. ദ കോസ്റ്റ് ഓഫ് ഫംഗ്ഷൻ എക്സ്പ്രസസ് എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ കോസ്റ്റ് ആൻഡ് ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻസ് ഇറ്റ്. Important factors that determine total cost of production of a firm are output, the level of technology, the prices of factors and fixed factors. അതായത് ഒരു ഫേമിൻ്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് അവിടുത്തെ ഔട്ട്പുട്ടാണ്, മറ്റത് ലെവൽ ഓഫ് ടെക്നോളജി, പിന്നെ വരുന്നത് പ്രൈസസ് ഓഫ് ഫാക്ടേഴ്സ് ആൻഡ് ഫിക്സഡ് ഫാക്ടേഴ്സ്. യൂഷ്വലി കോസ്റ്റ് ഫംഗ്ഷൻ ഈസ് ഷോൺ ആസ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ഇൻ കോസ്റ്റ്, ദാറ്റ് ഈസ് C is equal to F of Q. It means that total cost C is a function of output Q, assuming all other determinants held constant. Next comes cost estimation. Cost estimation, 4 broad approaches exist for the measurement of cost, namely accounting method, statistical or econometric method, then survivorship method, engineering method. Accounting method, this method is used by cost accountants. Cost accountants ആണ് ഈ accounting method ഉപയോഗിക്കുന്നത്. In this method, data are classified into various cost categories. ഇവിടെ ഡാറ്റ വേരിയസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോസ്റ്റ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒബ്സർവേഷൻസ് ഓഫ് കോസ്റ്റ് ആർ ടേക്കൺ at the extreme and various intermediate levels of output. By plotting the output levels and the corresponding costs on a graph and joining them by a line, cost function are estimated. അതായത് കോസ്റ്റ് ഫംഗ്ഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് നമ്മൾ ഔട്ട്പുട്ട് ലെവൽസും അതിന് കറസ്പോണ്ടിങ് കോസ്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാഫിൽ കൊടുക്കാം. ഒരു ഗ്രാഫിൽ ഡിഫറെൻറ്റ് കോസ്റ്റും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടും കൊടുത്തിട്ട് അത് ഗ്രാഫ് കൊണ്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിനാണ് അക്കൗണ്ടിങ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത് ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർ എക്കണോമെട്രിക് മെത്തേഡാണ്. ദിസ് മെത്തേഡ് യൂസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഓൺ എക്കണോമിക്സ് ഡാറ്റ ടു ഫൈൻഡ് നേച്ചർ ഓഫ് ദി കോസ്റ്റ് ഔട്ട്പുട്ട് മെത്തേഡ്. ദെൻ ഈ എക്കണോമിക് ഡാറ്റ എന്ന് പറയുന്നത് പാസ്റ്റ് ഡാറ്റ അല്ലെ, ടൈം സീരീസ് ഡാറ്റ ആവാം അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ ഡാറ്റ ആയിരിക്കും. ഈ ഡാറ്റയുടെ ബേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് സർവൈവർഷിപ്പ് മെത്തേഡാണ്. This method is based on the rationale that over time competition tends to eliminate firms of inefficient size and the only firms with the efficient size will survive. അല്ലേ, സർവൈവർഷിപ്പ് മെത്തേഡിൽ പറയുന്നത് ഫേംസ് വിത്ത് എഫിഷ്യൻറ്റ് സൈസ് വിൽ സർവൈവ്.
അല്ലെ, എഫിഷ്യൻറ്റ് സൈസുള്ള ഫേംസ് ഫ്യൂച്ചറിൽ സർവൈവ് ചെയ്യും. ആസ് ദീസ് ഫേംസ് വിൽ ഹാവ് ലോവർ ആവറേജ് കോസ്റ്റ്. കാരണം ഈ ഫേംസിന് എന്തായിരിക്കും, ലോവർ ആവറേജ് കോസ്റ്റ് കുറവായിരിക്കും ഉണ്ടാവുക. ഇൻ ദിസ് ടെക്നിക് ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി ആർ ക്ലാസിഫൈഡ് ഇൻ ടു സൈസ് ഗ്രൂപ്പ്സ്. അല്ലേ, ഇൻഎഫിഷ്യൻ്റ് സൈസ് നെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം വരുന്നത്. ഇപ്പോൾ സൈസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഗ്രോത്ത് ഓഫ് ഫേംസ് ഓവർ ടൈം ഇൻ ഈച്ച് സൈസ് ഗ്രൂപ്പ്സ് ഈസ് എക്സാം. അല്ലേ, ഓരോ ഫേമിൻ്റെ ഓരോ ടൈമിനനുസരിച്ച് ഈ സൈസ് ഗ്രൂപ്പിൽ എക്സാമിൻ ചെയ്യുന്ന ഏത് ഗ്രൂപ്പിലാണ് ഏതിലാണെന്നുള്ളത്. ദി സൈസ് ഗ്രൂപ്പ് ഹൂസ് ഷെയർ ഇൻ ദ ഇൻഡസ്ട്രി ഗ്രോസ് ദ മോസ്റ്റ് ഡ്യൂറിങ് ദ സ്പെസിഫൈഡ് ടൈം പീരിയഡ് ഈസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് എഫിഷ്യൻറ്റ് സൈസ് ഗ്രൂപ്പ്. അടുത്ത മെത്തേഡ് വരുന്നത് എഞ്ചിനീയറിംഗ് മെത്തേഡാണ്. ഇൻ ദിസ് മെത്തേഡ് കോസ്റ്റ് ഫംഗ്ഷൻസ് ആർ എസ്റ്റിമേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫിസിക്കൽ റിലേഷൻഷിപ്പ്. അല്ലേ, ഫിസിക്കൽ റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ നമ്മളിവിടെ കോസ്റ്റ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അതായത് വെയിറ്റ് ഓഫ് സപ്ലയേഴ്സ് ആൻഡ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ പ്രോസസ്, റേറ്റഡ് കപ്പാസിറ്റി ഓഫ് എക്യുപ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള ഫിസിക്കൽ വാരിയബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉപയോഗിക്കുന്നതാണ് എഞ്ചിനീയറിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. Emphasis is placed primarily on the physical relationships of the production and these are then converted into money terms. Then അടുത്ത വരുന്നത് കാർട്ടൽസ് ആണ്. ഒരു കാർട്ടൽ is an agreement among independent firms of അല്ലേ, ഇൻഡിപെൻഡൻറ്റ് ഫേംസിൻ്റെ ഒരു എക്സ്പ്ലിസിറ്റ് എഗ്രിമെൻ്റ് ആണ്. ഇൻഡിപെൻഡൻറ്റ് ഫേംസിൻ്റെ ഇടയിലുള്ള ഒരു അഗ്രിമെൻറ്റിനെയാണ് നമ്മൾ കാർട്ടൽ എന്ന് പറയുന്നത്. ദ ഡിസയർ ഓഫ് ദ ഫേംസ് ടു ഹാവ് എ ലാർജ് ജോയിൻറ്റ് പ്രോഫിറ്റ് ഗിവ്സ് ഏർജ് ടു ഫോം കാർട്ടൽസ്. അല്ലേ, അതായത് മാർക്കറ്റ് ഫോംസിൽ ഒന്നിലധികം ഫ്യൂ നമ്പർ ഓഫ് സെല്ലേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇൻഡിപെൻഡൻറ്റ് സെല്ലേഴ്സ് ആണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, അവരൊരു എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നു. അല്ലേ, ആ ഒരു എഗ്രിമെൻറ്റ് വഴി അവർ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ടൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത്, അതാണ് കാർട്ടൽസ് എന്ന് പറയുന്നത്. Cartels may be arrangements between the producers or sellers of the purpose of regulating competition in the production and selling of the commodity. അത് അവർക്കിടയിൽ റെഗുലേഷൻ കുറയ്ക്കുകയും കോമ്പറ്റീഷൻ കുറച്ചിട്ട് കോമ്പറ്റീഷൻ റെഗുലേറ്റ് ചെയ്യുകയും എന്നിട്ട് പ്രോഫിറ്റ് കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാർട്ടലിൻ്റെ എക്സാമ്പിളാണ് ഒപെക്. അല്ലേ, ഒപെക് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കമ്പനീസ്. രണ്ട് രീതിയിലുള്ള കാർട്ടൽസ് ആണുള്ളത്. ഒന്ന് സെൻട്രലൈസ്ഡ് കാർട്ടൽസും മറ്റൊന്ന് മാർക്കറ്റ് ഷെയറിംഗ് കാർട്ടൽസും. സെൻട്രലൈസ്ഡ് ഓർ പെർഫെക്റ്റ് കാർട്ടൽ ഈസ് എൻ അറേഞ്ച്മെൻറ്റ് വേർ ദ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി റീച്ച് എൻ അഗ്രിമെൻറ്റ് വിച്ച് മാക്സിമൈസസ് ജോയിൻറ്റ് പ്രോഫിറ്റ്. അതായത് ഫേംസ് ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നു, എന്നിട്ട് അവർ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നതാണെങ്കിൽ എന്താണ് സെൻട്രലൈസ്ഡ് മാർക്കറ്റ് സെൻട്രലൈസ്ഡ് ഷെയറിംഗ് സെൻട്രലൈസ്ഡ് കാർട്ടൽ എന്ന് പറയുന്നത്. സെൻട്രലൈസ്ഡ് കാർട്ടൽ എന്ന് പറയുന്നത് ഫേംസ് ഒരു ഇൻഡസ്ട്രിയിലെ ഒരു ഫേംസ് എന്ത് ചെയ്യുന്നു, എഗ്രിമെൻറ്റ് ഫോം ചെയ്യുകയും അല്ലേ, എന്നിട്ട് ജോയിൻറ്റ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നു. സിൻസ് ദ ഫേംസ് ഇൻ ദ കാർട്ടൽ ആർ അസ്യൂംഡ് ടു പ്രൊഡ്യൂസ് ഹോമോജീനിയസ് പ്രോഡക്റ്റ്, ദ മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ് ഈസ് ദ കാർട്ടൽസ് ഡിമാൻഡ്. അല്ലേ, അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് കാർട്ടൽ ഡിമാൻഡ് ഈക്വൽ ആയിരിക്കും. കാരണം ആ മാർക്കറ്റിലുള്ള പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് ചെയ്യുന്നത്. എല്ലാവരുടെ പ്രോഡക്റ്റും സെയിം പ്രോഡക്റ്റാണ്, ഹോമിയോജീനിയസ് പ്രോഡക്റ്റാണ്. അപ്പോൾ മാർക്കറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു കാർട്ടൽസ് ഡിമാൻഡ്. ഇഫ് ദ മാർക്കറ്റ് ഷെയറിംഗ് cartel, in the market sharing cartel, the firms in the industry produce homogeneous product and agree upon the share each firm is going to have. ഇവിടെ മറ്റേത് എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരേ ഹോമോജീനിയസ് പ്രോഡക്റ്റാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഡിമാൻഡ് ഒന്നിച്ച് പ്രോഫിറ്റ് കൂട്ടാനുള്ളതാണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു മാർക്കറ്റ് ഷെയറിംഗ് ആകുമ്പം ഓരോ ഫേമും അവരെത്ര ഷെയർ ചെയ്യുന്നു, അതായത് മാർക്കറ്റിൽ എത്ര ഷെയറാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഓരോ ഫേമും അഗ്രി ചെയ്യുന്നത്. ഈച്ച് ഫേം ഈസ് ഗോയിങ് ടു ഹാവ്. ഈച്ച് ഫേം സെൽസ് അറ്റ് ദ സെയിം പ്രൈസ് ബട്ട് സെൽസ് വിത്തിൻ എ ഗിവൺ റീജിയൻ. അല്ലേ, അവരെല്ലാവരും സെയിം പ്രൈസിലായിരിക്കും വിൽക്കുന്നുണ്ട്, പക്ഷേ എന്താണ്, ഒരു ഗിവൺ റീജിയനിലായിരിക്കും വിൽക്കുക. സച്ച് എ സിസ്റ്റം ക്യാൻ ഫങ്ഷൻ ഓൺലി ഇഫ് ഫേംസ് ഹാവ് ഐഡൻറ്റിക്കൽ കോസ്റ്റ്. അവിടെ ഐഡൻറ്റിക്കൽ കോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഫേംസിന് അങ്ങനെ വിൽക്കാൻ പറ്റുള്ളൂ. അടുത്ത വരുന്നത് പ്രൈസ് ലീഡർഷിപ്പാണ്. മാർക്കറ്റ് ഫോംസിൽ അടുത്ത് വരുന്നത് പെർഫെക്റ്റ്
കൊളൂഷൻ ഈസ് ഓഫൺ നോട്ട് പോസിബിൾ അല്ലെ. കാർട്ടൽസ് ഒക്കെ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കൊളൂഷനാണ്. അപ്പോൾ കൊളൂഷൻ എല്ലായ്പ്പോഴും നമ്മൾക്ക് പോസിബിൾ ആവില്ല. ആ സമയത്ത് ഇംപെർഫെക്റ്റ് കൊളൂഷൻ ഉണ്ടായിരിക്കും. ഈ ഇംപെർഫെക്റ്റ് കൊളൂഷൻ അക്കോർഡിംഗ് ടു ബേൺസ്, ഇഫ് ചേഞ്ചസ് ആർ യൂഷ്വലി ഓർ ഓൾവേസ് ഇനാഗ്രേറ്റഡ് ബൈ ദ സെയിം ഫേം ആൻഡ് യൂഷ്വലി ഓർ ഓൾവേസ് ഫോളോഡ് വിത്ത് സിമിലർ പ്രൈസ് ചേഞ്ചസ് by other sellers, price competition may be said to involve price leadership. Price leadership is an informal position given to or attained by a firm in an oligopoly market to lead other firms in pricing. നമ്മൾ ആദ്യം പറഞ്ഞ ഒളിഗോപ്പൊളി മാർക്കറ്റിൽ പെർഫെക്റ്റ് കൊളൂഷൻ ഉണ്ടാക്കുന്നു കാർട്ടൽസ് ആണെങ്കിൽ. അപ്പോൾ ഈ പെർഫെക്റ്റ് കൊളൂഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലായ്പ്പോഴും പോസിബിൾ അല്ല. അത്തരം സിറ്റുവേഷനിലാണ് നമ്മൾ പ്രൈസ് ലീഡർഷിപ്പ് വരുന്നത്. ഈ പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് 3 രീതിയിലുണ്ട്. ഡോമിനൻറ്റ് ഫേം പ്രൈസ് ലീഡർഷിപ്പ്, ലോ കോസ്റ്റ് ഫേം പ്രൈസ് ലീഡർഷിപ്പ് ആൻഡ് ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ്. ഡോമിനൻറ്റ് ഫേം പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അവിടെ എന്താണ്, ഏത് ഫേം ആണോ ഡോമിനൻറ്റ് ആ ഫേം ആയിരിക്കും മാർക്കറ്റിലെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ. അത് ഡോമിനൻറ്റ് ഫേം, a large firm is the dominant firm അല്ലേ. അപ്പോൾ ഇഫ് ഇറ്റ് ഡിസയേഴ്സ് ക്യാൻ ഡ്രൈവ് ഔട്ട് ഇറ്റ്സ് റൈവൽസ് ബൈ പ്രൈസ് വാർ. അത് വിചാരിക്കുകയാണെങ്കിൽ മറ്റുള്ള ഫേംസിന് അവർക്ക് എന്ത് ചെയ്യാൻ, മാർക്കറ്റ് നിന്ന് ഒഴിവാക്കാൻ തന്നെ പറ്റും. അപ്പം മാർക്കറ്റ് ഷെയർ കൂടുതലുള്ള ഫേം ആയിരിക്കും നോർമലി ഈ ഒരു ഡോമിനൻ്റ് ഫേം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ലോ കോസ്റ്റ് ഫേം. പിന്നെ വരുന്നതാണ് ലോ കോസ്റ്റ് എന്ന് പറയുന്നതാണ് എഫിഷ്യൻ്റ് ആണ് അല്ലേ. അപ്പോൾ ലോ കോസ്റ്റ് ഫേം എന്ന് പറയുന്നത് എഫിഷ്യൻറ്റ് ഫേമാണ്. ഈ എഫിഷ്യൻറ്റ് ഫേം റിലേറ്റീവ്ലി ഹയർ കോസ്റ്റ് ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക അതിന്ന്. അപ്പോൾ അവർ ആ ഫിയറിൽ നിൽക്കുന്നിടത്ത് ഇവിടെ ലോ കോസ്റ്റ് ഫേം അവിടെ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യും. പിന്നെ വരുന്നത് ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പം അവിടെ ബാരോമെട്രിക് എന്ന് പറഞ്ഞാൽ ഓൾഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫേം which possesses a better knowledge of the prevailing market conditions. ആ നിലനിൽക്കുന്ന മാർക്കറ്റിലെ കണ്ടീഷൻസിനെ കുറിച്ച് നല്ലൊരു അവയർനെസ് ഉള്ള ഒരു ഓൾഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫേം ആയിരിക്കും. അടുത്ത വരുന്ന പ്രൈസ് ഡിസ്ക്രിമിനേഷനാണ്. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ മൊണോപ്പൊളി മാർക്കറ്റ്സിൽ സെയിം പ്രൊഡ്യൂസർ ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിന് ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജ് ചെയ്യാം അല്ലേ. സംടൈംസ് എ മൊണോപ്പൊളി ഫേം മൈറ്റ് ചാർജ് different prices to different groups of buyers. This pricing technique is called price discrimination. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഇലക്ട്രിസിറ്റി ചാർജ് നോക്കാം. ഹൗസ് ഹോൾഡ് കൺസംഷൻ ഇലക്ട്രിസിറ്റി ചാർജും ദെൻ മറ്റ് നോൺ ഹൗസ് ഹോൾഡ് കൺസംഷൻ അല്ലേ, ഇൻഡസ്ട്രി അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന അത് നമ്മൾ 2 ഇലക്ട്രിസിറ്റി ചാർജ് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടറിൽ എന്താണ് ഹൗസ് ഹോൾഡ് കൺസംഷൻ ഉപയോഗിക്കുന്ന സിലിണ്ടറും ദെൻ നോൺ ഹൗസ് ഹോൾഡ് കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മൾ രണ്ട് റേറ്റാണ്. സെയിം ഗ്യാസ് തന്നെ ആയിരിക്കും എന്നിട്ട് അല്ലേ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് വെൻ ദ സെയിം പ്രോഡക്റ്റ് ഈസ് സോൾഡ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ് ടു ഡിഫറെൻറ്റ് ബയേഴ്സ്. ഡിഫറെൻറ്റ് ബയേഴ്സിന് ഡിഫറെൻറ്റ് പ്രൈസ്, സെയിം കമ്മോഡിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാം. The product is basically same but it may have slight difference. ചിലപ്പോൾ പാക്കിങ്ങിലോ സ്മെല്ലിലോ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. There are 3 conditions that must be satisfied before price discrimination. അങ്ങനെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരേ കമ്മോഡിറ്റി തന്നെ ഡിഫറെൻറ്റ് കൺസ്യൂമേഴ്സിന് ഡിഫറെൻറ്റ് പ്രൈസിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ചില കണ്ടീഷൻസ് വേണം. ദാറ്റ് ഈസ് ദ സെല്ലർ ഓഫ് ദ പ്രോഡക്റ്റ് മസ്റ്റ് പൊസസ് സം ഡിഗ്രി ഓഫ് മൊണോപ്പൊളി പവർ അല്ലേ. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെയും ഗ്യാസ് സിലിണ്ടറിൻ്റെയും കേസ് പറഞ്ഞു, അത് രണ്ടിലും മൊണോപ്പൊളി പവർ ഉണ്ട് അല്ലേ. അതിന് ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഈ ഒരു ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ളത് നമ്മളത് അഫോർഡ് ചെയ്യും അല്ലേ, നമ്മളത് പർച്ചേസ് ചെയ്യും. അതല്ല നമ്മൾക്ക് ഓൾട്ടർനേറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോവുമായിരുന്നു. നെക്സ്റ്റ് വരുന്നത് സെല്ലർ മസ്റ്റ് ബി ഏബിൾ ടു സെപ്പറേറ്റ് ബയേഴ്സ് ഇൻ ടു 2 or more ഗ്രൂപ്പ്സ് ആൻഡ് പ്രിവെൻറ്റ് റീസെയിൽ ഓഫ് ദ പ്രോഡക്റ്റ് അമംഗ് ദ ഗ്രൂപ്പ്സ്. അതായത് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഹൗസ് ഹോൾഡ് കൺസംഷൻ നോൺ ഹൗസ് ഹോൾഡ് കൺസംഷൻ എന്ന് നമുക്ക് രണ്ടായിട്ട് ക്ലിയർ കട്ടായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി രണ്ടും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നതോടൊപ്പം തന്നെ ഒരു സ്ഥലത്തുള്ള സെയിൽ മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നില്ല. ഒരു സ്ഥലത്ത് ഇപ്പോൾ ഹൗസ് ഹോൾഡ് കൺസംഷനുള്ള ഗ്യാസ് സിലിണ്ടർ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താനും അവർക്ക് പറ്റും. തേർഡ്, ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മസ്റ്റ് ഡിഫർ
among the groups of buyers. ഇവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കണം. സെയിം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണെങ്കിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടക്കില്ല. ദെൻ ACPQ 3 തരത്തിലുള്ള പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഫസ്റ്റ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ദെൻ സെക്കൻഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് തേർഡ് ഡിഗ്രി പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. നെക്സ്റ്റ് വരുന്നത് എക്കോണമീസ് ഓഫ് സ്കെയിലാണ്. അപ്പോൾ ഇത് സ്കെയിൽ ഓഫ് എൻ്റർപ്രൈസ് ഓർ സൈസ് ഓഫ് പ്ലാൻ മെൻറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിലേറ്റീവ്ലി ഫിക്സഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആർ ജനറലി ലോവർ ഇൻ ലാർജർ പ്ലാൻസ് ദാൻ ഇൻ സ്മോളർ ഫാംസ് അല്ലേ. എക്കോണമീസ് ഓഫ് സ്കെയിൽസ് എന്ന് പറയുന്നത് ബെനിഫിറ്റ്സ് ആണ്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ അനുസരിച്ച് ഒരു ഫേമിന് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സിനെ നമുക്ക് എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയാം. അതായത് ലാർജ് പ്ലാന്റിന് സ്മോളർ പ്ലാന്റിനേക്കാൾ എല്ലായ്പ്പോഴും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിരിക്കും. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ നമ്പർ ഓഫ് എക്കോണമീസ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ കൊണ്ട് അവർക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ്. An economy of scale exists when larger output is associated with lower output. That is, economies of scale or economies of large scale production are associated with when firms expand their size. Firms size expand ചെയ്യുമ്പോഴാണ് ഓരോ ഫേമിന് എക്കോണമീസ് ഓഫ് സ്കെയിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. മാർഷൽ ഹാസ് ക്ലാസിഫൈഡ് ദ എക്കോണമീസ് ഓഫ് സ്കെയിൽ ഇൻറ്റു ടു ടൈപ്സ് ഇന്റേണൽ എക്കോണമീസ് ആൻഡ് എക്സ്റ്റേണൽ എക്കോണമീസ്. ഇന്റേണൽ എക്കോണമീസ് എന്ന് പറയുന്നത് ഇന്റേണൽ ടു എ ഫേം. അതായത് ഒരു ഫേം അതിൻ്റെ സൈസ് ഓർ ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ഫേമിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് ഇന്റേണൽ എക്കോണമീസ്. ഒരു പെർട്ടിക്കുലർ ഫേം അതിൻ്റെ സൈസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ഫേമിന് കിട്ടുന്നത്. ദേ ആർ എക്കോണമീസ് വിച്ച് ആർ അവൈലബിൾ ടു എ പെർട്ടിക്കുലർ ഫേം ആൻഡ് ഗിവൺ അറ്റ് ആൻ അഡ്വാൻറ്റേജ് ഓവർ അതർ ഫേംസ് എൻഗേജ്ഡ് ഇൻ ദ ഇൻഡസ്ട്രി അല്ലേ. അതുകൊണ്ട് എന്താണ് ആ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്ന മറ്റുള്ള ഫേംസിന് ഇതുകൊണ്ട് ബെനിഫിറ്റ്സ് കിട്ടാം. പക്ഷെ ആ ഒരു ഫേമിൻ്റെ എക്സ്പാൻഷൻ കൊണ്ട് വന്നതാണ്. ഫ്രം ദ മാനേജറിയൽ പോയിന്റ് ഓഫ് വ്യൂ, ഇന്റേണൽ എക്കോണമീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ദേ ക്യാൻ ബി എഫക്റ്റഡ് ബൈ മാനേജറിയൽ ഡിസിഷൻസ് അല്ലേ. ഒരു ഫേം അതിൻ്റെ മാനേജറിയൽ ഡിസിഷനാണ് ആ ഫേം എക്സ്പാൻഡ് ചെയ്യണോ വേണ്ടയോ എന്നെല്ലാം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മാനേജറിയൽ ഡിസിഷൻ കൊണ്ട് തന്നെയാണ് ഇന്റേണൽ എക്കോണമീസ് ഉണ്ടാവുന്നതും. ദെൻ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഇന്റേണൽ എക്കോണമീസ് എന്ന് പറയുന്നത് ലേബർ എക്കോണമീസ് ആണ്. ലേബർ എക്കോണമീസ് എന്ന് പറയുന്നത് ആസ് ദ ഫേം എക്സ്പാൻഡ്സ് ഇറ്റ് അച്ചീവ്സ് ലേബർ എക്കോണമീസ് വിത്ത് ഇൻക്രീസ്ഡ് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ അല്ലേ. അതായത് ഫേം എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യുന്നു, ഡിവിഷൻ ഓഫ് ലേബർ കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷനും. അത് ചെറിയ ഫേം ആകുമ്പോൾ കുറച്ച് അവിടെയുള്ള വർക്കേഴ്സ് അവർ തന്നെ സെയിം ആളുകൾ തന്നെ ഒന്നിലധികം ജോബിൽ ഇൻവോൾവ് ചെയ്യണം. പക്ഷേ ഫേം എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് പെർട്ടിക്കുലർ ജോലി ചെയ്യുന്നവർ മാത്രം അല്ലേ ഒന്നിൽ വരുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഇന്റേണൽ എക്കോണമീസ് അറേസ് ചെയ്യും. പിന്നെ വരുന്നത് ടെക്നിക്കൽ എക്കോണമീസ് ആണ്. ടെക്നിക്കൽ എക്കോണമീസ് ആർ അസോസിയേറ്റഡ് വിത്ത് ഓൾ ടൈപ്സ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ബൈ ലാർജ് ഫേംസ്. അത് ബെറ്റർ മെഷീൻസും ടെക്നിക്സും പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. പിന്നെ ഒന്ന് പറയുന്നത് മാനേജറിയൽ എക്കോണമീസ് ആണ്. അത് ഫേമിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. പിന്നെ വരുന്നത് മാർക്കറ്റിംഗ് എക്കോണമീസ് ആണ്. മാർക്കറ്റിംഗ് എക്കോണമീസ് എന്ന് പറയുമ്പം ആ ഫേം ലാർജ് സ്കെയിലിൽ പർച്ചേസ് ചെയ്യുന്നു അല്ലേ, റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഔട്ട്പുട്ട് സെയിൽ ചെയ്യുകയും കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് മാർക്കറ്റിംഗ് എക്കോണമീസ് എന്ന് പറയുന്നത്. പിന്നെ റിസ്ക് സ്പ്രെഡിങ് എക്കോണമീസ് ആണ്. അതായത് ബെറ്റർ പൊസിഷനിൽ എത്തുമ്പോൾ അവർക്ക് റിസ്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് ഡൈവേഴ്സിഫിക്കേഷനിലൂടെ, പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷന്, മാർക്കറ്റ് ഡൈവേഴ്സിഫിക്കേഷനിലൂടെയൊക്കെ ഫേംസിന് റിസ്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അതാണ് വരുന്നത്. പിന്നെ വരുന്നത് ഫിനാൻഷ്യൽ എക്കോണമീസ് ആണ്. ഫിനാൻഷ്യൽ എക്കോണമീസ് എന്ന് പറയുമ്പം ഒരു ലാർജ് ഫേം ആകുമ്പം ആ ഫേമിൽ ഒരു ബെറ്റർ സെക്യൂരിറ്റി ഉണ്ടാവും. അതുകൊണ്ട് ബെറ്റർ പൊസിഷൻ ഉണ്ടാകുമ്പോൾ തന്നെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് എല്ലാം ഈസിലി ആയിട്ട് അവൈലബിൾ ആവും. നെക്സ്റ്റ് വരുന്നത് എക്സ്റ്റേണൽ എക്കോണമീസ് ആണ്. എക്സ്റ്റേണൽ എക്കോണമീസ് ആർ എക്സ്റ്റേണൽ ടു എ ഫേം വിച്ച് ആർ അവൈലബിൾ ടു ഇറ്റ് വെൻ ദ ഔട്ട്പുട്ട് ഓഫ് ഹോൾ ഇൻഡസ്ട്രി എക്സ്പാൻഡ്സ് അല്ലേ. ഇവിടെ നമ്മൾ ഇന്റേണൽ എക്കോണമീസിൽ പറയുന്നത് ഒരു ഫേം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ഫേമിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. അതേസമയം ഒരു ഇൻഡസ്ട്രിയിലെ എല്ലാ ഫേംസും എക്സ്പാൻഷനിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന
ബെനിഫിറ്റ്സിനാണ് എക്സ്റ്റേണൽ എക്കോണമീസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ എക്കോണമീസ് ആർ ദോസ് വിച്ച് ആർ അവൈലബിൾ ടു ഓൾ ഫേംസ് ഇൻ ദ ഇൻഡസ്ട്രി. The external economies occur when an industry is heavily concentrated in a particular area. അല്ലെ, എക്സ്റ്റേണൽ എക്കോണമീസ് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു പെർട്ടിക്കുലർ ഏരിയയിലായിരിക്കണം ഇൻഡസ്ട്രിയിലുള്ള എല്ലാ യൂണിറ്റ്സും വരുന്നത്. വെൻ ദിസ് കോൺസെൻട്രേഷൻ ഹാപ്പൻസ് സ്പെഷ്യൽ ഫെസിലിറ്റീസ് ആർ അട്രാക്റ്റഡ് ടു ദിസ് ഏരിയ. അങ്ങനെ ഒരുപാട് ഫേംസ് ഒന്നിച്ച് വരുമ്പോൾ ആ ഒരു ഇൻഡസ്ട്രി അവിടെ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ബെനിഫിറ്റ്സ് വരും. അതായത് എക്സാമ്പിൾ സ്കൂൾസ്, ബെറ്റർ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, അവൈലബിലിറ്റി ഓഫ് സ്കിൽ ലേബർ എല്ലാം എന്നൊക്കെ. ഒരു ടൈൽ ഫാക്ടറി, ഒരു ഏരിയയിൽ ഒരു ടൈൽ ഫാക്ടറി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസിനേക്കാൾ കൂടും. അവിടെ ഒരു 5-10 ടൈൽ ഫാക്ടറീസ് ഉണ്ടെങ്കിൽ അവിടേക്കുള്ള റോഡിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൂടും. പിന്നെ അവിടെ അങ്ങനെ അത്രയധികം സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട്, ഇൻഡസ്ട്രീസ് ഫങ്ഷൻ ചെയ്യുമ്പോൾ അവിടെ ലേബേഴ്സിൻ്റെ സപ്ലൈ, അല്ലേ, ലേബേഴ്സ്, സ്കിൽഡ് ലേബേഴ്സ് അവിടെ കൂടുതൽ അവൈലബിൾ. കാരണം ആളുകൾ അത്രയും ഇൻഡസ്ട്രി അവിടെ ഉള്ളത് കാരണം വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് ആളുകളെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അവിടെ ഇത്രയും ഇൻഡസ്ട്രീസ് ഫങ്ഷൻ ചെയ്യുമ്പോൾ അവിടെ അത്രയും ആളുകൾ അവിടെ ആ ഒരു ഏരിയയിൽ താമസം വരും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ സ്കൂളുകൾ വരും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരും, അല്ലേ. അതാണ് എക്സ്റ്റേണൽ എക്കോണമീസിൽ പറയുന്നത്. പിന്നെ വരുന്നത് പ്രൈസിങ് പ്രാക്ടീസസ് ആൻഡ് സ്ട്രാറ്റജീസ് ആണ്. ഇൻ എക്കണോമിക് തിയറി ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഫേംസ് ആർ എയിമിങ് അറ്റ് maximization of profit and determines the selling price by equating marginal revenue with marginal cost. അല്ലേ, എക്കണോമിക് തിയറിയിൽ ഫേംസ് എല്ലായ്പ്പോഴും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നു. എങ്ങനെയാണ്? അവരുടെ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നു. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ, മാർജിനൽ കോസ്റ്റും ഈക്വലൈസ് ചെയ്യുന്ന വഴി. But in the real world, firms have a multiple of objectives and profit maximization is one of the objectives. അല്ലേ, പക്ഷേ റിയൽ ലൈഫിൽ എല്ലായ്പ്പോഴും അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമായിരിക്കില്ല ഒരു ഫേമിൻ്റെ ഒബ്ജക്റ്റീവ്. അതല്ലാതെ പലതരം ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. മാനേജേഴ്സ് മേ സീക്ക് ഓൺലി സാറ്റിസ്ഫാക്ടറി പ്രോഫിറ്റ് ഫോർ ഓണേഴ്സ് വൈൽ മെയിൻലി പെർസ്യൂയിങ് ഗോൾസ് ലൈക്ക് അച്ചീവ്മെൻറ്റ് ഓഫ് ടാർഗറ്റഡ് മാർക്കറ്റ് ഷെയർ ഓർ ടാർഗറ്റ് റേറ്റ്. അല്ലെ, മാനേജറിൻ്റെ തിയറീസൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അവിടെ എന്താ പറയുന്നത്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ല എല്ലായ്പ്പോഴും ലക്ഷ്യം. പലപ്പോഴും മാനേജറിൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, സെയിൽസ് മാക്സിമൈസേഷനൊക്കെ വരും. When firms have an objective other than profit maximization, the marginal pricing principle will not be employed. അല്ലേ, നമ്മൾ സാധാരണ രീതിയിൽ മാർജിനൽ പ്രൈസിങ് പ്രിൻസിപ്പിൾ, അതായത് മാർജിനൽ റവന്യൂ ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ആണ്. പക്ഷേ ഇങ്ങനെ നമുക്ക് ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ മാത്രമല്ല നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിളിലേക്ക് പോവില്ല. മറ്റ് പലതരത്തിലുള്ള പ്രൈസിങ് മെത്തേഡ്സ് ഉണ്ട്. അത് നമുക്ക് 4 രീതിയിൽ ഡിവൈഡ് ചെയ്യും. ഒന്ന് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ് വരുന്നു, കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ് വരുന്നു, പ്രൈസിങ് ബേസ്ഡ് ഓൺ അതർ എക്കണോമിക് കൺസിഡറേഷൻ, അതർ പ്രൈസിങ് സ്ട്രാറ്റജീസ്. ഒന്നാമത് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ്, കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്, ടാർഗറ്റ് പ്രൈസിങ്, പ്രോഗ്രാം പ്രൈസിങ്. പിന്നെ കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഗോയിങ് റേറ്റ് പ്രൈസിങ്, ലോസ് ലീഡർ, ട്രേഡ് അസോസിയേഷൻ പ്രൈസിങ്, കസ്റ്റമറി പ്രൈസിങ്, പ്രൈസ് ലീഡർഷിപ്പ്, സൈക്ലിക്കൽ പ്രൈസിങ്, imitative pricing. Then pricing based on other economic consideration ആണെങ്കിൽ administrative pricing, dual pricing, price discrimination. Then other pricing strategies എന്ന് പറയുമ്പോൾ stay out pricing, price lining, psychological pricing, limit pricing, skimming pricing, penetration pricing. ഇതിൽ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്, കോസ്റ്റ് പ്ലസ് പ്രൈസിങ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കോസ്റ്റ് പ്ലസ് ഓർ ഫുൾ കോസ്റ്റ് പ്രൈസിങ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ മെത്തേഡ് ഓഫ് പ്രൈസിങ് ഇൻ പ്രാക്ടീസ് ബിക്കോസ് ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് അഷ്യൂർസ് പ്രോഫിറ്റബിൾ ബിസിനസ്. ഇവിടെ കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുന്നത് എന്താണ്, പി ഈസ് ഈക്വൽ ടു AVC പ്ലസ് AFC പ്ലസ് NPM, അല്ലേ. നെറ്റ് പ്രോഫിറ്റ് മാർജിനാണ് NPM. പിന്നെ മാർജിനൽ കോസ്റ്റ് പ്രൈസിങ് എന്ന് പറയുമ്പോൾ the price of the product is based on the incremental cost of production. Incremental എന്ന് പറയുന്നത് addition വേണ്ടു. Then അടുത്തത് ടാർഗറ്റ് പ്രൈസിങ് ആണ്. ഇറ്റ് ഈസ് എ റിവൈൻഡ് വേർഷൻ ഓഫ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിൻ്റെ ഒരു റിവൈൻഡ് വേർഷനാണ് ടാർഗറ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. Firm has to revise its prices. It needs to ensure that the prices so revised would allow to maintain either a fixed percentage markup or profit as a fixed percentage of total sale. Then next വരുന്നത്
പ്രോഗ്രാം പ്രൈസിംഗ് ആണ്. ഇൻ പ്രോഗ്രാം പ്രൈസിംഗ് ദ പ്രൈസ് ഈസ് റിലേറ്റഡ് ടു സപ്ലൈ പ്രൈസ്. പ്രോഗ്രാം പ്രൈസിംഗിൽ പ്രൈസ് ഈസ് റിലേറ്റഡ് ടു സപ്ലൈ പ്രൈസ് ആണ്. പിന്നെ വരുന്ന ഗോയിങ് റേറ്റ് പ്രൈസിംഗ് ആണ്. ഗോയിങ് റേറ്റ് പ്രൈസിംഗ് ഈസ് ഓപ്പോസിറ്റ് ടു ഫുൾ കോസ്റ്റ് പ്രൈസിംഗ്. പിന്നെ ലോസ് ലീഡർ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ദിസ് അപ്രോച്ച് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ റീറ്റെയിലിംഗ് ബിസിനസ്. ഇറ്റ് ഈസ് എ പോളിസി വിച്ച് എയിംസ് അറ്റ് ഇൻക്രീസിംഗ് പ്രോഫിറ്റ്. നെക്സ്റ്റ് വരുന്ന ട്രേഡ് അസോസിയേഷൻ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ to avoid uncertainty of pricing decisions and downward pressure on prices, firms frequently come to implied agreements to maintain prices. അല്ലേ, അതായത് സിമിലർ അഗ്രിമെൻറ്റ് ഫേംസ് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അൺസർട്ടൻ സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫേംസ് എന്ത് ചെയ്യുന്നു, അസോസിയേഷൻ ഫോം ചെയ്തിട്ട് പ്രൈസ് തീരുമാനിക്കുക. അതാണ് ട്രേഡ് അസോസിയേഷൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ദ കസ്റ്റമറി പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ സം കമ്മോഡിറ്റീസ് ദ പ്രൈസസ് ഗെറ്റ് ഫിക്സഡ് because they have prevailed over longer period of time. ലോങ് പീരിയഡ് ഓഫ് ടൈമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഒരു ഫിക്സഡ് പ്രൈസിൽ തന്നെ എല്ലായ്പ്പോഴും പോകുന്നതിനാണ് കസ്റ്റമറി പ്രൈസിംഗ്. പിന്നെ പ്രൈസ് ലീഡർഷിപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ സൈക്ലിക്കൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ വെൻ പ്രൈസിംഗ് ബൈ എ ഫേം ഈസ് ബേസ്ഡ് ഓൺ അസസ്മെൻറ്റ് ഓഫ് ജനറൽ എക്കണോമിക് എൻവയോൺമെൻറ്റ്. അല്ലേ, സൈക്ലിക്കൽ ഫ്ലക്ച്വേഷനനുസരിച്ച് നമ്മൾ പ്രൈസ് ട്രെൻഡ് മനസ്സിലാക്കുകയാണെങ്കിൽ അതിന് സൈക്ലിക്കൽ പ്രൈസിംഗ് എന്ന് പറയും. പിന്നെ ലിമിറ്റേറ്റീവ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ റിയൽ ബിസിനസ്സിൽ നോൺ ഒളിഗോപ്പൊളി സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ലിമിറ്റേറ്റീവ് പ്രൈസിംഗ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ആർ സ്റ്റാറ്റ്യൂട്ടറിലി ഫിക്സഡ് ബൈ ഗവൺമെൻറ്. അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസസ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന പ്രൈസസ് ആയിരിക്കും. ഡ്യുവൽ പ്രൈസിംഗ് എന്ന് പറയുന്നവർ കമ്മോഡിറ്റീസ് ആർ കവേർഡ് സൈമൾട്ടേനിയസ്ലി അണ്ടർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസ്. അല്ലേ, ഡ്യുവൽ പ്രൈസ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. പിന്നെ വരുന്ന പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നമ്മൾ പഠിച്ചു. പിന്നെ വരുന്നത് സ്റ്റേ ഔട്ട് പ്രൈസിംഗ് ആണ്. വെൻ ഫേം ഈസ് നോട്ട് സർട്ടൻ അബൌട്ട് ദ പ്രൈസ് അറ്റ് വിച്ച് ഇറ്റ് വിൽ ബി ഏബിൾ ടു സെൽ ഇറ്റ്സ് പ്രോഡക്റ്റ്. അല്ലേ, ഒരു ഫേമിനെ ഏത് പ്രൈസിൽ അത് തുടങ്ങണം വിൽക്കണം എന്നുള്ള അറിയാതെ വരുന്ന സമയത്ത് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ വെരി ഹൈ പ്രൈസ്. ഇഫ് അറ്റ് ദിസ് പ്രൈസ് കൊട്ടേഷൻ ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു സെൽ ഇറ്റ് ലോവേഴ്സ് പ്രൈസ്. അല്ലേ, ഒരു ഫേമിന് അവർ ഏത് പ്രൈസിൽ സെയിൽ ചെയ്യണം എന്ന് അറിയാത്ത സമയത്ത് അവർ വലിയ പ്രൈസിൽ വിൽക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് കുറയ്ക്കും. അങ്ങനെ ഒരു പ്രൈസിലേക്ക് എത്തിച്ചേരും. അതാണ് സ്റ്റേ ഔട്ട് പ്രൈസിങ്. പിന്നെ വന്ന് പ്രൈസ് ലൈനിങ് ആണ്. ഹിയർ പ്രൈസ് ഓഫ് വൺ പ്രോഡക്റ്റ് ഈസ് ദ ടോട്ടൽ റേഞ്ച് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ഫിക്സഡ്. അത് പ്രൈസ് ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ കമ്മോഡിറ്റി ഈസ് ഓട്ടോമാറ്റിക്കലി ഡിറ്റർമൈൻഡ് ബൈ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കമ്മോഡിറ്റി ഹൂസ് പ്രൈസ് ഹാസ് ബീൻ ഫിക്സഡ്. അതായത് അതിനോട് റിലേറ്റ് ചെയ്ത കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിൽ നിന്നും ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഫിക്സഡ് ചെയ്യാം. പിന്നെ സൈക്കോളജിക്കൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഹിയർ എ ഫേം ഫിക്സസ് എ പ്രൈസ് ഓഫ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഇൻ എ മാനർ വിച്ച് ഗീവ്സ് ദ ഇംപ്രഷൻ ഓഫ് ബീങ് ലോ. അല്ല, അതായത് നമുക്ക് തരുന്നൊരു കമ്മോഡിറ്റി പക്ഷേ അത് ഒരു ഫീൽ ഉണ്ടാക്കുക നമ്മൾ ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് കുറവാണ്. അല്ലേ, അതായത് നമുക്കൊരു 100 രൂപയുടെ കമ്മോഡിറ്റി വാങ്ങിക്കാൻ നമുക്ക് വിഷമം, പക്ഷേ അവിടെ നിന്ന് 99.999. അപ്പോൾ അത് 100 കുറവുന്നില്ല. അങ്ങനെയുള്ള സൈക്കോളജിക്കൽ പ്രൈസിങ്. പിന്നെ ലിമിറ്റ് പ്രൈസിങ് എന്ന് പറയുമ്പം എൻട്രി ത്രെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അല്ലേ, മൊണോപ്പൊളി പ്രൈസിന് താഴെയും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രൈസിൽ എബോവ് ആയിട്ടുള്ളതാണ്. പിന്നെ സ്കിമ്മിങ് പ്രൈസ് എന്ന് പറയുന്നത് ഷോർട്ട് പീരിയഡ് ഡിവൈസ് ഫോർ പ്രൈസിംഗ് ആണ്. ഇറ്റ് ഒക്കേഴ്സ് വെൻ ദ ഫേം ചാർജസ് എ ഹൈ പ്രൈസ് ഇൻ ഇനീഷ്യൽ സ്റ്റേജ് ഫോർ എ ന്യൂ പ്രോഡക്റ്റ്. ദെൻ ഇറ്റ് ഡിമാൻഡ് വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു, പ്രൈസ് കുറയ്ക്കുക, സ്കിമ്മിങ് പ്രൈസ്. പിന്നെ വരുന്നതാണ് പെനിട്രേഷൻ പ്രൈസാണ്. പെനിട്രേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു പ്രോഡക്റ്റിന് ആദ്യം കുറഞ്ഞ പ്രൈസിൽ തുടങ്ങാം. അല്ലേ, പ്രൈസ് ന്യൂ പ്രോഡക്റ്റിന് ലോവസ്റ്റ് പ്രൈസ്. അതായത് ഒരു ക്വിക്ക് സെയിൽ ഉണ്ടാക്കുക, മാർക്കറ്റ് ഷെയർ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ ഫ്യൂച്ചറിൽ അത് എന്ത് ചെയ്യുക, പ്രൈസ് കൊടുക്കുക. നമ്മൾ ജിയോയുടെ സിമ്മൊക്കെ വന്നിട്ട് ഫ്രീ ആയിട്ട് സിം വന്നു. അല്ലേ, ആ ഫ്രീ കോളുകൾ അങ്ങനെ വന്ന് മാർക്കറ്റിലൊരു ഷെയർ ക്യാപ്ചർ ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യുക, അത് കൂട്ടും. അതാണ് പെനിട്രേഷൻ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ് ഈ ഒരു ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.